ഇതാണ് എന്നെ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ ആകർഷിക്കുന്നത്. അദ്ദേഹം നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഡയറക്ടറാണ്. ഈ ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറിയാണ്, സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. പിന്നെ അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകൾ ഇതിനകം തന്നെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. വനമിത്ര ഗവൺമെന്റ് ഓഫ് കേരള നൽകിയിട്ടുള്ള അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾ അദ്ദേഹത്തെ നേടിയെടുത്തിട്ടുണ്ട്. അദ്ദേഹം പബ്ലിക്കേഷന്റെ എഡിറ്റർ കൂടിയാണ്, നല്ല സ്പീക്കറാണ് എന്ന് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇത് മനസ്സിലാവും. അപ്പൊ അങ്ങനെ ഒട്ടനവധി ഗുണങ്ങൾ സായത്തമാക്കിയിട്ടുള്ള ഡോക്ടർ ഉണ്ണികൃഷ്ണൻ സാറിനെ ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തു. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ഒരുപക്ഷെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും അറിയാൻ സാധ്യത ഇല്ല. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് in short and simple we can say it is a non-profit, non-trading and non-political organization. It has been functioning here over 73 years. ഇതിന് വേണ്ടിയിട്ട് 73 വർഷം പ്രവർത്തിച്ചെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് നമ്മൾ പറയും the main aim of the chamber is to promote and protect the business community എന്നാണ്. പക്ഷേ ബിസിനസ് കമ്മ്യൂണിറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ളതിന്റെ തെളിവാണ് ഇന്ന് നടക്കുന്ന ഈ പരിപാടി പോലും. It's ingrained in our thing that only മരുന്ന് കഴിച്ചാൽ മാത്രമേ നന്നാവുള്ളൂ, അല്ലെങ്കിൽ നന്നാവില്ല എന്നൊരു ഞങ്ങളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞു. Ramesh is in the medical field. Sir, there are certain things you need medicine also, don't worry. I'm not saying things against you. Within 2 years he was absolutely normal. So please take this class very seriously. Please try to understand maximum, ask maximum questions, get their numbers. Please ask them once they are at home, don't leave them alone. They are all willing to help maximum. So please make maximum use of today's program. Thank you very much. നോർത്ത് മലബാർ ചേംബർ കുറച്ച് വർഷം മുമ്പ് വരെ ഞങ്ങൾ പുറത്തുനിന്ന് ആയുർവേദ മേഖലയൊക്കെ പുറത്തുനിന്ന് നോക്കിക്കാണുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു. ഞങ്ങൾ ഇവിടെ എന്താണ് നടക്കുന്നത് പല ഇപ്പോൾ നമുക്ക് പേപ്പറുകളിലൊക്കെ എപ്പോഴും നോർത്ത് മലബാർ ചേംബർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പല പ്രവർത്തനങ്ങൾ കാണാൻ പറ്റും. പല ഉത്തര മലബാറിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും ഇടപെടുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിലപ്പുറത്തേക്ക് മനസ്സിലാക്കാൻ ഇടയായിട്ടുള്ളത് നോംറ്റോ എന്ന് പറയുന്ന നോർത്ത് മലബാർ ടൂറിസം ഓർഗനൈസേഷനും അതുമായി ബന്ധപ്പെട്ട് NMCC നടത്തിയിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങളിലുമാണ് ആയുർവേദ മേഖല കൃത്യമായി ഈ നോർത്ത് മലബാർ ചേംബറിനെ മനസ്സിലാക്കാനും കൂടുതൽ അടുപ്പത്തിൽ ചേർന്ന് പ്രവർത്തിക്കാനും ഒരു അവസരം ഒരുങ്ങി കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് NMTV അടക്കമുള്ള പ്രവർത്തനങ്ങളിലൂടെ ഇവിടെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞ, ഞാൻ ഇപ്പോൾ കഴിഞ്ഞ 2-3 മാസമായി ഇതിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ ചേർന്ന് പ്രവർത്തിച്ചു വരുമ്പോൾ വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ടീം. ഏത് സമയത്തും ഇന്ന് 9ഓളം മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗങ്ങളാണ് ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. ഏത് സമയവും കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ MP-മാരുമായിട്ടുള്ള ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓഫീസ് സ്റ്റാഫിൻ്റെ വിയോഗത്തിൻ്റെ ഇടയിലും ഇവിടുത്തെ ഒരു പരിപാടികൾ, അത് അദ്ദേഹത്തോടുള്ള എല്ലാ ആദരവും കാണിച്ചുകൊണ്ട് തന്നെ എല്ലാ പരിപാടികൾക്കും തുടർച്ച നൽകുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തന ശൈലി, അതൊരു പക്ഷേ നമ്മുടെ നാടിൻ്റെ വികസനത്തിന് ഇത്തരം വ്യക്തികളുടെയും പ്രസ്ഥാനങ്ങളുടെയും ഒരു കഴിവ് ആ രീതിയിൽ ഉപയോഗപ്പെടുത്തേണ്ട ലീഡർഷിപ്പ് ക്വാളിറ്റി അത് കൂടുതൽ പഠിക്കാൻ എനിക്ക് ഈ ടീമിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ എനിക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഈ ആയുഷ് ആഹാർ എന്ന് പറയുന്ന ഈ ഒരു പരിപാടിയിലേക്ക് എത്താൻ കാരണം നോർത്ത് മലബാർ ചേംബറിൻ്റെ ഒരു വർഷത്തെ പ്ലാനിങ്ങിൽ എന്താണ് ആയുർവേദ മേഖലയ്ക്ക് ചെയ്യാൻ കഴിയുക എന്നൊരു ചോദ്യം വന്നപ്പോൾ നമുക്ക് ഈ പറയുന്ന ഇത് കേവലം വീടുകളിലേക്ക് ഈ സന്ദേശം എത്തുന്നതോടൊപ്പം നമുക്ക് എല്ലാ പൊതു ഇടങ്ങളിലും എങ്ങനെയാണ് ആയുർവേദ ആഹാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദത്തിന്റെ ചികിത്സാ തത്വങ്ങൾ അല്ലെങ്കിൽ ആയുർവേദ വൈദ്യശാസ്ത്രത്തിന്റെ ആരോഗ്യ തത്വങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഔഷധങ്ങൾ, അതിന്റെ ഉപയോഗ രീതി ഇത് പലർക്കും അറിയില്ല. നമ്മുടെ അടുക്കളകൾ പലപ്പോഴും മുമ്പ് നമ്മൾ കണ്ടിരുന്നത് കരിപുരണ്ട അടുക്കളകളാണ്. പക്ഷെ ആ കരിപുരണ്ട അടുക്കളകളിൽ നിന്ന് ആരോഗ്യമുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്നത് വളരെ ടൈൽഡായിട്ട് വളരെ ഇതായിട്ടുള്ള മികച്ച രീതിയിലുള്ള നമുക്ക് കിച്ചണുകൾ കാണാൻ കഴിയുന്നത്. പക്ഷെ അതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് ആ കിച്ചണിൽ നിന്ന് വരുന്നത് അൺഹെൽത്തി ആയിട്ടുള്ള നിരവധി രോഗികളെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട്
നോർത്ത് മലബാർ ചേംബർ പോലുള്ള ഒരു പ്രസ്ഥാനം വലിയ ഒരു സാമൂഹ്യ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ടാണ് ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ സംബന്ധിച്ച് അന്തർ ഡോക്ടറും കേശവൻ ഡോക്ടറും ഒക്കെ ഉൾപ്പെടുന്ന ആൾക്കാർ നിരവധി സോഷ്യൽ പ്രവർത്തനങ്ങൾ ഹോസ്പിറ്റൽ അസോസിയേഷന്റെ കീഴിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. വയനാട് ദുരന്തം ഉണ്ടായ സമയത്ത് അവിടെ പോയി താമസിച്ച് ഒരു മാസത്തോളം താമസിച്ച് ഓരോ വീടുകളിലും കയറി ഇറങ്ങിയ ഡോക്ടർമാരാണ് ഇവര്. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഈ ആയുഷ് ആഹാർ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ എങ്ങനെയാണ് നമ്മൾ പ്രായോഗികവൽക്കരിക്കുക, ഇന്നത്തെ ഈ സെമിനാറിന്റെ ഒരു പ്രധാന ഇതെങ്ങനെ പ്രായോഗികവൽക്കരിക്കും എന്നുള്ളതിന്റെ ദിശാബോധം ആദ്യമായി നമ്മൾ നൽകുന്നു. ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുന്നില്ല, ഇവിടെ നമ്മൾ തുടങ്ങുകയാണ് ചെയ്യുന്നത്. നോർത്ത് മലബാർ ചേംബറും നോംറ്റോയും ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷനും മാത്രമല്ല, ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ മലബാർ ഔഷധ സസ്യ കർഷക സംഘത്തിന്റെ ആൾക്കാർ വന്നിട്ടുണ്ട്, മയിൽ റൈസ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ആൾക്കാർ വന്നിട്ടുണ്ട്, മില്ലറ്റ് ഇതിന്റെ സ്റ്റാർട്ടപ്പിന്റെ ആൾക്കാർ വന്നിട്ടുണ്ട്, ചേലൂർ എന്ന് പറയുന്ന നല്ല ഭക്ഷണ പ്രസ്ഥാനത്തിന്റെ ഇതായിട്ടുള്ള ശ്രീമൻ രാജനടക്കമുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ കണ്ണൂരിൽ മിൽമ ഇത് നടക്കുന്ന ബഷീർജി അടക്കമുള്ള ആൾക്കാര്, ഇതിന്റെ എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകളുടെ എണ്ണം കുറവാണെങ്കിലും ഈ ഭക്ഷണം എന്ന് പറയുന്ന വിഷയവുമായി ഗൗരവപൂർവ്വം ചിന്തിക്കുന്ന പലരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾ ഒരു വളണ്ടിയർഷിപ്പിൽ തന്നെ നിങ്ങളുടെ ഒക്കെ ഒരു നേതൃത്വപരമായ പങ്കുകൂടി ഉണ്ടാവണം. മാധ്യമ പ്രവർത്തകരുണ്ട്, മറ്റ് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്, ലൈബ്രറി മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, എല്ലാവരുടെയും അതുപോലെ ISM ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. എല്ലാവരുടെയും ഒരു താല്പര്യം ഈ വിഷയത്തിൽ ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ആയുഷ് ആഹാർ എന്ന് പറയുന്നത് ഏകദേശം ഷെഡ്യൂൾ A എന്ന് പറഞ്ഞിട്ട് മിനിസ്ട്രി ഓഫ് ആയുഷ് ഇത് പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് ഏകദേശം 68ഓളം പരമ്പരാഗതമായ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ഇതിൻ്റെ റെഫറൻസ് എടുത്തിട്ടുള്ളത്. 68ഓളം ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ ഈ കുക്കിംഗ് സ്റ്റൈലുകൾ, അതിലുപയോഗിക്കുന്ന ദ്രവ്യങ്ങൾക്കൊക്കെ രുചിക്കപ്പുറം ആരോഗ്യത്തെ പ്രദാനം ചെയ്യാനുള്ള ആ മെഡിസിനൽ പ്രോപ്പർട്ടി കൂടിയുള്ള ഭക്ഷണങ്ങളായതുകൊണ്ടാണ് ഈ ആയുഷ് ആഹാർ അല്ലെങ്കിൽ ആയുർവേദ ആഹാർ എന്ന രീതിയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനൊരു കാറ്റഗറി A എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ഇനി നിങ്ങൾ ഇതിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആയുർവേദ ആഹാറിൻ്റെ ഒരു ലോഗോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നൽകും. അപ്പോൾ ഇത് ആ രീതിയിൽ മാർക്കറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. ഇതിന് വലിയൊരു വിപണന സാധ്യത, ആരോഗ്യത്തോടൊപ്പം വലിയൊരു വിപണന സാധ്യത കൂടിയുണ്ട്. അതുകൂടി ഉൾപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾക്കായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനം. 70 ആളാണ് ഒരു ദിവസം ജിമ്മിൽ വരുന്നത്. അപ്പോൾ ഒരാഴ്ച മുന്നേ നമ്മൾ ജിമ്മിൻ്റെ ഒരു ഗ്യാതറിങ്, ക്ലബിൻ്റെ ഒരു ഗ്യാതറിങ് ഉണ്ടായ സമയത്ത് ഞാൻ വെറുതെ കണക്ക് ചോദിച്ചപ്പോൾ ഇപ്പോൾ 25% കുട്ടികൾ രാവിലെ ഫിറ്റ്നസ്സിലേക്ക് വരുന്നത്. അപ്പോൾ 20 കൊല്ലം മുന്നേ 10% എടുത്ത് ഇപ്പോൾ 25%. ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും ഫുഡ് കോൺഷ്യസ്. അപ്പോൾ അവിടെ വരുന്ന പണ്ട് 40 വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണ് ജിമ്മിൽ വരുന്നത്. ഇപ്പോൾ അവിടെ ഫുൾ കുട്ടികളാണ്, ഏറ്റവും അധികം കുട്ടികളാണുള്ളത്. അപ്പോൾ ഈ കണ്ണൂർ ബീച്ച് റണ്ണിൻ്റെ ഇതുമായിട്ട് ഡോക്ടേഴ്സിനെ സമീപിക്കുമ്പോൾ അവർ പറയല് ഏറ്റവും ഹെൽത്ത് മോശം ഡോക്ടേഴ്സിൻ്റെതാണ്. കാരണം അവർ തീരെ നോക്കുന്നില്ല പേഷ്യൻസ്. അതുകൊണ്ട് അപ്പോൾ ഇപ്പം ഇത് ലാസ്റ്റ് 5 കൊല്ലമായിട്ട് നമ്മളെ ബീച്ച് റണ്ണിന് ഏറ്റവും മുമ്പിലുള്ളത് ഡോക്ടേഴ്സാണ്. അതിൻ്റെ ഒരു മാറ്റവും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഡോക്ടർ, ഇത് നമുക്ക് കാര്യമായിട്ട് പിടിക്കേണ്ട ഒരു സാധനമാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പ്രോട്ടീൻ പൗഡർ, ഇപ്പോൾ ഫുഡ് ഇപ്പോൾ കൺട്രോൾ ചെയ്തിട്ട് ഒന്ന് പഠിക്കണമെന്ന് ഒന്ന് ജീവിക്കണമെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് പ്രോട്ടീൻ പൗഡർ നോക്കും. അപ്പോൾ പ്രോട്ടീൻ പൗഡർ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ബ്രൊക്കോളി ഉണ്ട്, ബ്രൊക്കോളിയിൽ പനീറുണ്ട്, പാലക്കുണ്ട്. അപ്പോൾ നമുക്കിതൊന്നും ഒരു സാധാരണക്കാരനും ഒന്നും അറിയുന്നില്ല. ഇത് ഈ കുട്ടികളുടെ ഇടയിൽ നമുക്ക് എങ്ങനെയാണ് ഇതിനെ പ്രസൻറ്റ് ചെയ്യേണ്ടതെന്ന് വരെ നമുക്കറിയില്ല. നമ്മളെ ഫുഡ് കളർഫുൾ ആയിരിക്കണം എന്ന് പറയും. ഇപ്പോൾ പ്ലേറ്റാണ് ഇപ്പോൾ എല്ലാവരും കളർഫുൾ. ഫുഡിൽ ചെറിയ റൈസും ക്യാബേജും ചീരയിലും വെച്ചിട്ടുള്ള കളർഫുൾ പ്ലേറ്റ്സ് എന്താണെന്ന് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് ഒരു ബെസ്റ്റ് ഒരു സിസ്റ്റമാണ്. നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇത് ഒരു കണ്ണൂരിനെ ഇതിൻ്റെ ഹബ്ബാക്കി എടുക്കണം. ഇതിൽ നിന്ന് നമ്മൾ കണ്ണൂർ ബീച്ചിനാണ് കണ്ണൂരിനെ ഹബ്ബാക്കണം എന്ന് വിചാരിച്ചിട്ട് 10 കൊല്ലമായിട്ട് ചെയ്തത്. അത് ഹബ്ബായി മാറുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഈ ആയുഷിൻ്റെ ഇതും നമുക്ക് കണ്ണൂരിൻ്റെ ഹബ്ബാക്കി എടുത്തിട്ട് ഡോക്ടർ നല്ല സജഷനാണ്. എല്ലാ ഹോട്ടലുകളിലും നമുക്ക് ഹോട്ടൽ അസോസിയേഷൻ പ്രസിഡന്റിനെ വിളിച്ചിട്ട് ഒരു മെനു എങ്കിലും നമ്മൾ ഇത് വെക്കാൻ കഴിയണം. കുട്ടികൾക്ക് കൊടുക്കുന്ന സാലഡ്സിലോ ഇതിലോ എങ്കിലും ഒരു സാലഡ് സപ്ലൈ ചെയ്യുമ്പോഴെങ്കിലും ഈ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡ്സ് നമുക്ക് കിട്ടുന്ന ഇതിലേക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു ഫോർ.
ആയുർവേദത്തിൻ്റെ റോളും ആഹാരം എങ്ങനെ ആയുർവേദത്തിൻ്റെ വിധത്തിലുള്ള ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ആയുസ് നിലനിർത്തണമെന്ന് നമുക്കൊക്കെ അറിയാം. പണ്ട് കാലത്തിലുള്ള നമ്മളൊക്കെ പഠിച്ചു വന്ന അങ്ങനെ തന്നെയായിരുന്നു. ആഹാരമാണ് ആൾക്കാർ രോഗികളാക്കുന്നത്, അതൊന്നും നമ്മൾക്കറിയാം. എങ്കിലും നമ്മൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ കാണുന്ന വലിയ വലിയ ഹോട്ടലുകളും അതുപോലെ നോൺ വെജിറ്റേറിയൻ ഫുഡിൻ്റെ ഒരു വലിയൊരു മെനു തന്നെ നമ്മുടെ മുമ്പിൽ എല്ലാവരും മുമ്പിലുള്ള സമയത്ത് നമ്മൾ അതിലേക്ക് ആകർഷകരായി ആ നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്ന ശീലങ്ങൾ നമ്മുടെ ആൾക്കാരുടെ ഇടയിലും എസ്പെഷ്യലി കുട്ടികളുടെ ഇടയിലും വളരെ കൂടി വന്ന സാഹചര്യം നമ്മളിപ്പോഴത്. പക്ഷേ ഇന്നിപ്പോഴും പല ആൾക്കാർക്കും മനസ്സിലാകാൻ തുടങ്ങി. നമ്മൾ തിരിച്ചു പോകണം എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ കുട്ടികളൊക്കെ ആൾക്കാരൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ഇന്നത്തെ ഈ സെമിനാർ ആയുഷ് ആഹാരം നമ്മളൊക്കെ കണ്ടു തുറപ്പിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലൊരു കാര്യം ഡോക്ടർ നേരത്തെ പറഞ്ഞൊരു കാര്യത്തെ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പം നവര അരിനെ പറ്റിയിട്ടും തവിടുള്ള അരിനെ പറ്റിയിട്ടൊക്കെ ഡോക്ടർ പറഞ്ഞു. ഇത് കമ്പാരിറ്റീവ്ലി ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഈ 100 രൂപ 200 രൂപ 300 രൂപ കൊടുത്തിട്ട് ഈ വിധത്തിൽ അരികൾ വാങ്ങി കഴിക്കാൻ സാമ്പത്തികമായിട്ട് നമുക്ക് സാധിക്കില്ല. ഇവിടെയാണ് നമ്മൾ ഗവൺമെൻറ്റിൽ നിന്നുള്ള സപ്പോർട്ട് നമുക്ക് വേണ്ടത്. ഗവൺമെൻറ് സപ്പോർട്ടിന് മാത്രമേ നമുക്ക് ഈ അരി പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിന് സബ്സിഡി വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആൾക്കാർ വാങ്ങി കഴിക്കാൻ സാധ്യതയുള്ളൂ. അല്ലാതെ നമ്മൾ ജൈവ പച്ചക്കറിക്ക് ഒരു കാലത്ത് ഭയങ്കര പോപ്പുലറായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. അതിൻ്റെ വിലയും ഇന്നിപ്പോൾ നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന വെജിറ്റബിൾസ് വിലയും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ അത് ഒരുപാട് വ്യത്യാസങ്ങളുള്ളതുകൊണ്ട് പല ആൾക്കാരും തിരിച്ച് രണ്ടാമതും ജൈവ പച്ചക്കറിയൊക്കെ മറന്നുകൊണ്ട് മറ്റുള്ള ഷോപ്പിൽ കിട്ടുന്ന പച്ചക്കറി വാങ്ങി കഴിക്കാനുള്ള സാഹചര്യത്തിൽ പോയി. ഇതൊക്കെ നമുക്ക് സാധിക്കണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് വേണം. ടി കെ രമേഷ് കുമാർ, ഡോക്ടർ കേശവൻ, ചേംബറിൻ്റെ ഡയറക്ടർമാർ, ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ മാധ്യമ സുഹൃത്തുക്കൾ, ഒരിക്കൽ കൂടി എല്ലാവരെയും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. പിന്നെ ഇതിൻ്റെ ഒരു പ്രധാന വിഷയം കൈകാര്യം ചെയ്യുന്നത് ആയുർവേദം എങ്ങനെ ആഹാരത്തെ സമീപിക്കുന്നു, ആഹാരം എങ്ങനെ ശരീരത്തിൻ്റെ ഇതിനെ സ്വാധീനിക്കുന്നു എന്ന വിഷയത്തിൽ അതിൻ്റെ ആയുർവേദത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. നമുക്ക് നമ്മുടെ എക്സ്പേർട്ടായിട്ട് നമുക്ക് ലഭിച്ചത് ഡോക്ടർ രുക്മ മേഡത്തെയാണ്. കണ്ണൂർ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ യൂണിറ്റിൻ്റെ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസറായി പ്രവർത്തിക്കുന്ന ഡോക്ടർ രുക്മ മേഡമാണ് നമുക്ക് അതിൻ്റെ എക്സ്പേർട്ട് പാനലായിട്ട് നമുക്ക് ലഭിച്ചത്. മേഡം മലപ്പുറമാണ് മേഡത്തിൻ്റെ സ്വദേശം. ഇവിടെ കണ്ണൂർ ജില്ലയിൽ കുറച്ച് വർഷങ്ങളായി ജില്ലാ ആശുപത്രിയിൽ നമ്മുടെ രോഗചികിത്സാ വിഭാഗത്തിൽ ഇതുണ്ട്. അപ്പോൾ അമൃത ആയുർവേദ മെഡിക്കൽ കോളേജിൽ നിന്നാണ് ആയുർവേദ UG പഠനം പൂർത്തിയാക്കുകയും കർണാടകയിൽ നിന്ന് PG കായ ചികിത്സാ വിഭാഗത്തിൽ PG പോസ്റ്റ് ഗ്രാജുവേഷനും പൂർത്തിയാക്കി ഈ മേഖലയിൽ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിച്ചു വരികയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ആയുർവേദത്തിൻ്റെ ഇത്തരം കാഴ്ചപ്പാടുകളെ കുറിച്ച് ആദ്യം മനസ്സിലാക്കാം. പിന്നീട് ഇതിനെ തുടർന്ന് നമുക്ക് ഏതൊക്കെ നമുക്ക് ആഹാരങ്ങളായിട്ട് എങ്ങനെയൊക്കെ ഇതിനെ പ്രായോഗികവൽക്കരിക്കാം, നേരിട്ട് തന്നെ ഹോട്ടലുകളിലും മറ്റ് പൊതു ഇടങ്ങളിൽ എങ്ങനെ ആയുർവേദത്തിൻ്റെ ഈ ഹെൽത്തി ഫുഡ് എന്ന കൺസെപ്റ്റ് കൊണ്ടുവരാമെന്നതിൻ്റെ ഒരു ചെറിയൊരു മാതൃക കൂടി ഇവിടെ അവതരിപ്പിക്കും. അത് ഇവിടെ വരുന്നവർക്ക് അത് ഒന്ന് ടേസ്റ്റ് ചെയ്യാനുള്ള അവസരം കൂടി നമ്മുടെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഇവിടെ തയ്യാറാക്കിയിട്ട് അത് എല്ലാവർക്കും അത് ടേസ്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. തുടർന്ന് പാനൽ ചർച്ച ചെയ്യും. അങ്ങനെയാണ് ഇന്നത്തെ 3 ഘട്ടങ്ങളിലായിട്ടാണ് ഇന്ന് പരിപാടി ആസൂത്രണം ചെയ്തത്. ആദ്യമായിട്ട് ഇതിൻ്റെ ബോധവൽക്കരണ ക്ലാസ്, ആയുർവേദ ആഹാരം എങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ രുക്മാരി കൂടി ഇവിടെ നമുക്ക് ക്ലാസ് കൈകാര്യം ചെയ്യും. മേഡത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. എന്റെ സ്വന്തം പേരിലും ISMന്റെ പേരിലും അഭിനന്ദിക്കുകയാണ്. ഈ ഇനീഷ്യേറ്റീവ് സക്സസ്ഫുൾ ആയി മുന്നോട്ട് കൊണ്ടുപോയാൽ the future generation will thank you for sure. അപ്പൊ ആദ്യമായിട്ട് ഞാൻ ഇവിടെ നിൽക്കണോ അവിടെ നിൽക്കണോ? എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എത്രത്തോളം ഡിഫറെന്റ് ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് ഉണ്ടായിരിക്കാം അല്ലേ? ഈ രാജ്യത്തിരിക്കുന്ന മനുഷ്യർക്ക് എത്രത്തോളം ഫുഡ് ഹാബിറ്റ്സിൽ വേരിയേഷൻസ്, വ്യതിയാനങ്ങൾ, വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം അല്ലേ? Diversities in food also. We unite before food. നിങ്ങൾ പിന്നെ ഇന്ത്യയെ കുറിച്ച് സെർച്ച് ചെയ്തപ്പോൾ I am a little crazy. ഞാൻ ഇങ്ങനത്തെ സെർച്ച് ഒക്കെ ചെയ്യും. എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയെ കുറിച്ച് വേറെ
അറിയാം. If you search, you can see ബട്ടർ ചിക്കനെ കുറിച്ച് നമുക്കറിയാം. ബട്ടർ ചിക്കൻ, ഇന്ത്യയുടെ ക്യുസീനിലുള്ള ബട്ടർ ചിക്കനെ കുറിച്ച് നമുക്കറിയാം. സോ ഫുഡ് എത്രത്തോളം മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. വേൾഡ് വൈഡ് നോക്കുമ്പോൾ നമ്മളുടെ കുസീൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെയാണ് മനുഷ്യർ ഫോളോ ചെയ്യുന്നത്. നിങ്ങൾ ഫുഡ് വ്ളോഗിംഗ് കണ്ടിട്ട് വ്ളോഗേഴ്സിന്റെ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉള്ള ഫുഡ് വ്ളോഗേഴ്സിനാണ് അല്ലേ? ബിക്കോസ് ലാംഗ്വേജ് ഇസ് നോട്ട് എ ബാരിയർ ഫോർ ദം അല്ലേ? ഭക്ഷണം നമ്മൾ ജപ്പാനിലെ ഭക്ഷണം ഉണ്ടാക്കിയെങ്കിൽ നമ്മൾ നോക്കിയേക്കും അല്ലേ? എന്ന് നമുക്ക് അറിയാത്ത ഇൻഗ്രീഡിയൻസ് മേ ബി സംതിങ് എൽസ് ഇവിടെയൊന്നും ഇല്ലാത്ത സാധനങ്ങളായിരിക്കാം. പക്ഷെ യു വിൽ വാച്ച് കെയർഫുള്ളി. ലാംഗ്വേജ് വേണ്ട അല്ലേ? ഭാഷ ഒരു പരിമിതിയല്ല ഫുഡ് ബ്ലോഗേഴ്സിന്. അതേപോലെ നമ്മുടെ ഇവിടെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ചുകൊണ്ടെങ്കിൽ ഏതോ ഒരാൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതും നമ്മൾ നോക്കിയിരിക്കും. ബിക്കോസ് ഫുഡ് വ്ളോഗിംഗ് എന്ന് പറയുന്നത് അത്രയും ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനും ആളുകൾക്ക് എന്താ പറയാ ഫുഡിനോടുള്ള ആസക്തി അത്ര കൂടുതലാണ് അല്ലേ? അപ്പൊ യെസ്, സോ ഇന്ന് നമ്മളുടെ സബ്ജക്ട് ആഹാരം ആണ്. വാട്ട് ഈസ് ആഹാരം? means which is coming towards you. നിങ്ങളിലേക്ക് എത്തുന്നതെന്തോ അതാണ് ആഹാരം. That which is coming inside you. നിങ്ങളിലേക്ക് എത്തുന്നത് ആഹാരം. അതിനോട് എന്താണ് ഞാൻ ഈ ഒരു ഹോമത്തിന്റെ ഫോട്ടോ ഒക്കെ ഇട്ടിരിക്കുന്നത് അല്ലേ? അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു സാധനമാണ് ആഹുതി. ആഹുതി ആഹുതി എന്നാണ് ആത്മാഹുതി ചെയ്തു എന്നൊക്കെ നമ്മൾ കേൾക്കും അല്ലേ? തീയിലേക്ക് എടുത്ത് ചാടുന്നതാണ് ആത്മാഹുതി അല്ലേ? ആഹുതി ഹോമം. ഹോമം എന്ന് പറയുന്നത് തീയിലേക്ക് നമ്മൾ സമർപ്പിക്കുന്ന ഒരു കർമ്മമാണ് ഹോമം എന്ന് പറയുന്നത് അല്ലെ? എങ്ങനെയാണ് ഭക്ഷണവും ലൈക്ക് ആഹാരവും ആഹുതിയും സൗണ്ട് സിമിലർ അല്ലെ? ഒരേപോലെ എങ്ങനെയാണ് രണ്ടും മീൻസ് ഏതാണ്ട് ഒരേ രീതിയിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുക? എനി ഐഡിയ? ഇല്ല. ഉറക്കം വരുന്നുണ്ടോ? നോ? Am I boring you? ഇല്ല. ഓക്കെ. സോ എന്റെ ഗുരുനാഥൻ ഡോക്ടർ ടി.എസ്. കൃഷ്ണകുമാർ എപ്പോഴും പറയും, ഞങ്ങൾ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മള് ഗുരുനാഥനെ കാണാൻ പോകും. എല്ലാ ആഴ്ചയും കൺസൾട്ടേഷൻ ഇരിക്കുമ്പോൾ നമ്മളവിടെ പോയിരിക്കും, അങ്ങനെയൊക്കെ ഇരിക്കും. അപ്പൊ ഗുരുനാഥൻ ഈസ് വെരി പെക്യുലർ അബൌട്ട് ഒരു കാര്യം എന്താ പറയുക, നമ്മൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കണം. എന്തോ ആയിക്കോട്ടെ, whatever be the food, ഒരുമിച്ചിരുന്ന് നമ്മൾ ഫുഡ് കഴിക്കണം എന്നുള്ളത് ഗുരുനാഥന് വളരെ പെക്യുലർ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചു സൽക്കാരപ്രിയനായിരിക്കാം ഇനീഷ്യലി. പക്ഷെ ഒരു ദിവസം ഗുരുനാഥൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന യാഗമാണ് നിങ്ങളുടെ ഭക്ഷണം. ഇഫ് യു ആർ ഡൂയിങ് എ സെൽഫ് യാഗം, നിങ്ങൾ നിങ്ങളുടെ അകത്തുള്ള അഗ്നിയിലേക്ക് സമർപ്പിക്കുന്ന ഭക്ഷണം, നിങ്ങൾ നിങ്ങളുടെ അകത്ത് നമ്മൾ എങ്ങനെയാണ് യാഗം ചെയ്യുന്നത്? ലോക നന്മയ്ക്ക് അല്ലെ? മേബി ഫോർ സം ധർമ്മസിദ്ധി അല്ലെ? എന്തെങ്കിലും ഒരു സിദ്ധിക്ക് വേണ്ടി, നന്മ നിറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യാഗം ചെയ്യുന്നത്. സോ അഗ്നിയിലേക്ക് നമ്മൾ ഇടുന്നത് എന്താണ്? The bestest of the best thing available to you അല്ലെ? നെയ്യാണെങ്കിൽ bestest of the best നെയ്യ്. നിങ്ങൾ നെയ്യാണെങ്കിൽ bestest. നമ്മൾ ഈ എന്താ പറയാ ചീഞ്ഞതും യാഗത്തിലിടുവോ? ആരെങ്കിലും? No. You are doing it like the bestest of the best thing available to you. അതാണ് നിങ്ങൾ യാഗത്തിൽ ഇടുന്നത്. സോ ഗുരുനാഥൻ പറയും, നിങ്ങൾ ചെയ്യുന്ന ആത്മയാഗമാണ് നിങ്ങളുടെ ഭക്ഷണം. Whatever you are eating is your ആത്മയാഗം. നിങ്ങൾക്ക് the bestest of the best thing വേണം. നിങ്ങളുടെ അഗ്നി, what is that അഗ്നി? ആയുർവേദക്കാർക്ക് അറിയാം, ജഠരാഗ്നി അല്ലേ? അഗ്നി, പുറത്തുള്ള അഗ്നി, അകത്തുള്ള ജഠരാഗ്നി, ഡൈജസ്റ്റീവ് ഫയർ എന്ന് പറയുന്ന സാധനം. സോ എല്ലാ സാധനത്തിനെയും നമുക്ക് അരിയായി കഴിക്കാൻ പറ്റില്ല അല്ലെ? അരി നമുക്ക് അഗ്നിയിലേക്ക് പതിപ്പിച്ച് ചോറാക്കി കഴിക്കണം. അതുപോലെ നമ്മളുടെ ഉള്ളിലേക്ക് വരുന്ന സാധനത്തെ പതിപ്പിച്ച് അതിനെ ഡൈജസ്റ്റീവ് ഫോമിലേക്ക് അസിമിലേറ്റ് ചെയ്ത് അബ്സോർപ്ഷന് വിധേയമാക്കുന്ന ജഠരാഗ്നിയായ ഡൈജസ്റ്റീവ് ഫയർ നമ്മുടെ വയറിൽ അല്ലെങ്കിൽ നമ്മുടെ ആമാശയത്തിൽ പക്വാശയത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ആ അഗ്നിയിലേക്ക് നമ്മൾ സമർപ്പിക്കുന്നത് bestest of the best thing, അതായിരിക്കണം ആഹാരം. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കണം? The bestest of the best thing, കുറച്ച് ബിരിയാണി, bestest of the best അല്ലേ? കുറച്ച് മന്തി, the bestest of the best. എന്താണ് ഇത്രയും വില കൂടിയ ആഹാരമല്ലേ? അല്ലേ? അല്ലേ അല്ലേ? ചിരിക്കുന്നത് you want to അല്ലേ? അതിനെന്താ bestest of the best means സിഗ്മോ നവ്യ എന്ന് പറഞ്ഞിട്ടൊരു
വാക്കുണ്ട്. ജിഹ്വാ ലൗല്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ നാക്കിന് ലൗല്യത. യു ആർ unable to control your tongue. അല്ലേ? unable to control your tongue in two senses. ഒന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സംസാരിച്ച് കൺട്രോൾ ചെയ്യാൻ, സംസാരം കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. രണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈറ്റിംഗ്, ഫുഡ് ഹാബിറ്റ്സ്, ക്രേവിംഗ് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അല്ലേ? അപ്പോൾ പെടുന്ന നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണം ആരോഗ്യത്തിന് ഹാനികരമായത് കഴിക്കുന്നതല്ല ജഠരാഗ്നിയിലേക്കുള്ള സമർപ്പണം. സമർപ്പണം എന്ന് പറയുന്നത് ജഠരാഗ്നിക്ക് അനുകൂലമായിട്ട്, നിങ്ങളുടെ ശരീരത്തിന് അനുകൂലമായിട്ട് ഒരു ഫുഡ് നിങ്ങൾക്ക് കഴിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ജഠരാഗ്നിക്ക് അനുകൂലമായിട്ടുള്ള ബെസ്റ്റസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ഫുഡ്. നെക്സ്റ്റ് ജഠരാഗ്നി. ആയുർവേദക്കാരല്ലാത്തവരുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. When I talk about acne, they get confused. Acne is a digestive fire. അല്ല, ഞാൻ ആയുർവേദിക് പെർസ്പെക്റ്റീവിൽ മാത്രമേ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. That's why I'm not going to correlate this with hydrochloric acid or something else. ഇത് അഗ്നി, ഞങ്ങളുടെ ആയുർവേദക്കാരുടെ അഗ്നി, ജഠരത്തിലിരിക്കുന്ന അഗ്നി. That അഗ്നി ആണ് നിങ്ങൾ കഴിക്കുന്ന ഫുഡിനെ പചിപ്പിച്ച് നിങ്ങളെ ആ ഫുഡിനെ അബ്സോർബ് ചെയ്ത് നിങ്ങളാക്കി മാറ്റും. Next slide please. So why? എന്തുകൊണ്ട് നല്ല സാധനങ്ങൾ കഴിക്കണം? യു ആർ വാട്ട് യു ഈറ്റ്. നിങ്ങൾ കഴിക്കുന്നത് എന്തോ അത് നിങ്ങളായി തീരുന്നു. അല്ലേ? നിങ്ങൾ കഴിക്കുന്നത് എന്തോ അത് നിങ്ങളായി തീരുന്നു. Have anybody told you that നിങ്ങൾ കഴിക്കുന്നത് നിങ്ങളായി തീരുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ലൈക്ക് in the schooling, നമ്മുടെ സ്കൂളിംഗിൽ അല്ലെങ്കിൽ നമ്മുടെ മോഡേൺ വൈസ് ചിന്തിക്കുമ്പോൾ ഞാൻ പഠിച്ചത് പണ്ട്, കാരണം പഠിക്കുന്നതിന് മുമ്പ് ഞാൻ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിക്കുന്ന ഭക്ഷണം കാലറീസ് ആയി മാറും, എനർജി ആയി മാറും, വിറ്റമിൻ ആയി മാറും, മിനറൽസ് ആയി മാറും, അല്ലേ, പ്രോട്ടീൻ ആയി മാറും. But nobody has told me that ഞാൻ കഴിക്കുന്ന ഭക്ഷണം ഞാനായി മാറുമെന്ന്. But അവിടെയാണ് where I am influenced with Ayurvedic principles. അതിനോടുള്ള ഒരു with proud and pride I'm telling, ഞാൻ കഴിക്കുന്ന ആഹാരം ഞാനായി മാറുമെന്നാണ് ആയുർവേദം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. The holistically ഞാൻ, the holistically what you are eating, ആ holistically ഞാൻ കഴിക്കുന്ന സാധനം എൻ്റെ ഹോൾ അല്ലെങ്കിൽ ഞാൻ എന്ന മനുഷ്യനും എൻ്റെ എന്താണ് ഫിസിക്കലി ഞാൻ, സൈക്കോളജിക്കലി ഞാൻ, ജനറ്റിക് ഇംപ്രിന്റിൽ ഞാൻ, എൻ്റെ ആത്മാവ് പോലും ഡിപെൻഡന്റ് ആയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക്. That I will explain to you later. I just like this. So this is the Sapta Dhatu. ആയുർവേദക്കാരല്ലാത്തവർക്ക് മനസ്സിലാവില്ല. But I wanted you also to know that നമ്മൾ എപ്പോഴും കോറിലേഷൻ്റെ ആയുർവേദ കൺസെപ്റ്റുകളെ മോഡേൺ പാരാമീറ്റേഴ്സ് ഇട്ട് കോറിലേറ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ there will be a lot of confusion. But if you can understand like this, ഇതുപോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ you can understand ശരിക്കും ആരുടെ മീനിങ്. So see, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആഹാരരസമായി പചിപ്പിക്കുന്ന അഗ്നി നമ്മുടെ വയറ്റിലുണ്ട്, ഡൈജസ്റ്റീവ് ഫയർ. And the digestive power is so potent. അത് നന്നായിട്ട് അതിനെ പചിപ്പിക്കും, അല്ലേ? പചിപ്പിച്ച് അതിനെ രസത്തിൽ നിന്നും ആഹാരത്തിന് രസധാതുവായി മാറ്റും. ഞങ്ങൾക്ക് 7 ധാതുക്കളാണുള്ളത്. We have 7 ധാതു and I don't want to call it as tissue or something. ധാതു, ആ ധാതുവിനെ ആഹാരരസമായി പരിണമിച്ച് രസത്തെ രക്തമായി പരിണമിച്ച് രക്തത്തെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് മാംസമായി. ധാതു അഗ്നി എന്ന് പറഞ്ഞാൽ അവിടെയും അഗ്നിയില്ല. ബിക്കോസ് നോ ട്രാൻസ്ഫോർമേഷൻ is done without അഗ്നി. ധാതു അഗ്നികൾ പരിണമിപ്പിച്ച് മാംസമായി, മേധസ്സായി, അസ്ഥിയായി, മജ്ജയായി, നിങ്ങളുടെ ശുക്രമായി വരെ മാറും. ഒട്ട് ശുക്രം നിങ്ങൾ ഈ പറയുന്ന സ്പേമും ഓവുമായി വരെ മാറ്റാൻ ശക്തിയുള്ള ഒരു സാധനമായിട്ടുള്ള ആഹാരമാണ് what you eat. So that is why I am telling you are what you eat. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ജനറ്റിക് ഡിസ്പൊസിഷനിൽ എങ്ങനെയാണ് ഇത് വരുന്നത്? നിങ്ങളുടെ ഓവത്തിനെ, നിങ്ങളുടെ സ്പേമിനെ വരെ ചേഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ക്യാലറിയുള്ള ഒരു സാധനമാണ് നിങ്ങൾ കഴിക്കുന്നത്. ചിരിക്കുന്നു, റൈറ്റ്? മനസ്സിലാവായിട്ടാണ് മനസ്സിലായിട്ടാണോ ചിരിക്കുന്നത്? യു അണ്ടർസ്റ്റാൻഡിങ്, റൈറ്റ്? ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഓരോ ധാതുക്കളെയും രക്തത്തെ, മാംസത്തെ, മേധസ്സത്തെ ഒക്കെ പോഷിപ്പിക്കാനും അതിനെ തളർത്താനും കഴിയുന്ന എന്തോ ഒരു എലിമെന്റ് ആണ് നിങ്ങൾ കഴിക്കുന്നത്. സോ ദാറ്റ് ഇസ് വൈ ആഹാരം ആഹുതിയാകുന്നത്. യു ഷുഡ് ബി വെരി കെയർഫുൾ വാട്ട് യു ആർ ഈറ്റിംഗ്.
അല്ലെ? നിങ്ങളുടെ അടുത്ത ജനറേഷനെ ഡിറ്റർമിൻ ചെയ്യാൻ വരെ അതിന്റെ പ്രാപ്തി ഉണ്ടെങ്കിൽ ഓജസ് എന്ന് പറഞ്ഞാൽ ശുക്രൻ കഴിഞ്ഞ് കിട്ടുന്ന ആ ഒരു എസെൻസ് ഓഫ് ലൈഫാണ്. നമ്മുടെ ഓജസ് ആകെ നമ്മൾ കേട്ടിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടാകുന്ന ക്ലാസ്സിലുണ്ട് ഓജസ്സും തേജസ്സും ഉള്ള ഗംഭീരമാണ് എനിക്ക് ആവശ്യം, അല്ലേ? അങ്ങനെ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? റെസ്പോണ്ടിങ് കേട്ടിട്ടുണ്ട്. അപ്പൊ അതല്ല ഓജസ്. ഓജസ് മീൻസ് എല്ലാ ധാതുക്കളുടെയും ഫൈനൽ എസെൻസ്. ആ എസെൻസ് ആണ് ഓജസ് എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ പ്രാണനാണ്. That is yourself. That is disposing what you are. നിങ്ങൾ ആരാണ് എന്ന് ആഹാരം തീരുമാനിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് അപ്പോഴാണ് നമുക്ക് പറ്റുന്നത്, അല്ലേ? ആഹാരം is important or not? What you put inside your mouth is important or not? Important. ഞാനെന്ന മനുഷ്യനുണ്ട്, ഞാൻ പിണ്ടാണ്ടവും അത് ബ്രഹ്മാണ്ടവുമാണ്. സോ വാട്ട് ഈസ് ഇറ്റ്? ഈ ബ്രഹ്മാണ്ടത്തിൽ യൂണിവേഴ്സിലുള്ള വായു അതെന്റെ ശരീരത്തിലില്ലേ? ദാറ്റ് ഈസ് വാട്ട് വി ആയുർവേദിക് പീപ്പിൾ കോൾ വാത. ഇതിലുള്ള സൂര്യനും ഇതിലുള്ള സോമവും ഇതിലുള്ള അഗ്നി എന്റെ ശരീരത്തിൽ പിത്തമായിട്ടുണ്ടെന്നേ. ദാറ്റ് ഈസ് വാട്ട് വി കോൾ പിത്ത. ഇതിൽ നിങ്ങൾ നദികളിലൂടെ ഒഴുകുന്ന വെള്ളം എന്റെ ശരീരത്തിൽ ജലമായിട്ടുണ്ടെന്നേ. ദാറ്റ് ഈസ് വാട്ട് വി കോൾ കഫ. മനസ്സിലായോ? അപ്പം ഈ യൂണിവേഴ്സിലുള്ള സാധനങ്ങൾ എന്റെ ശരീരത്തിലുമുണ്ട്. അതുകൊണ്ടാണ് ഓരോ മനുഷ്യനും ഓരോ ജീവജാലങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. That is what this is telling. What exists in this environment also resides in the human body. Next. അപ്പൊ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഭൂമി പ്രപഞ്ചത്തില് യൂണിവേഴ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് പഞ്ചമഹാഭൂതങ്ങളുടെ ബേസിസിലാണ്, അല്ലെ? പഞ്ചമഹാഭൂതം പൃഥ്വി, ജലം, അഗ്നി, വായു, ആകാശം ഇതൊക്കെ എന്റെ ശരീരത്തിലും ഉണ്ട്. പൃഥ്വി തത്വമായി എന്റെ അസ്ഥിയുണ്ട്, ദ ഹാർഡ്നെസ്, അല്ലെ? ജലീയ ഭാവമായിട്ട് എന്റെ ഉള്ളിലുണ്ട്, എന്റെ ഉള്ളിൽ ജലീയ ഭാവമായ കവത്തിലുണ്ട്, അല്ലെ? അഗ്നിയായിട്ട് എന്റെ എന്താ പറയുക പിത്തമുണ്ട്, എന്റെ ജഠരാഗ്നി ഉണ്ട്, എന്റെ ധാത്വാഗ്നി ഉണ്ട്, എല്ലാം ഉണ്ട്, അല്ലെ? സോ ഇതൊക്കെ കൊണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു ബോഡിയാണ് എനിക്കുള്ളത്. സോ ആമ അത് കാണുമ്പോൾ ചിരി വരും, അല്ലേ? എങ്ങനെയാണ് ടോക്സിൻസ് ഉണ്ടാവും? നമ്മൾ ഈ കഴിക്കുന്ന ഫുഡ് ഈ ജഠരാഗ്നി പചിപ്പിക്കണം, അല്ലേ? ജഠരാഗ്നി is not that competent enough that ഇത് പചിപ്പിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ എന്താ ചെയ്യാ? നമ്മൾ ഓർമ്മത്തിലേക്കിട്ട് സാധനം ഫുൾ കത്തി വെട്ടിയിട്ടാണെങ്കിൽ എന്താവും? There will be remnants. And that remnant is ആമ. ആ remnants ആണ് നിങ്ങളുടെ ശരീരത്തിൽ ആമമായി കെട്ടിക്കിടക്കുന്നത്, ടോക്സിൻസ് ആയി കെട്ടിക്കിടക്കുന്നത്. We are treating that. ആ ടോക്സിൻസിനെ റിലീവ് ചെയ്യാനാണ് ഞങ്ങളുടെ ശോധന ചികിത്സയും എല്ലാം ചെയ്യുന്നത്, അല്ലെ? അപ്പം ആ ഒരു ടോക്സിൻസിനെ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ എയിം, അല്ലെ? പക്ഷെ ഫോർ ഷുവർ കുറച്ചൊക്കെ അമ്മ ഉണ്ടാവും, എത്ര നന്നായിട്ട് ജീവിച്ചാൽ, അല്ലെ? സോ ഇതിൽ എന്താ പ്രശ്നം എന്താണെന്നറിയോ? വൈ ഇസ് ഇറ്റ് ഹാപ്പനിങ് എന്ന് ചോദിച്ചാൽ, പഞ്ചമഹാഭൂതങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ യൂണിവേഴ്സ്. അതുകൊണ്ട് തന്നെ ജനിച്ചിരിക്കുന്ന നിങ്ങൾ, അതേ എലിമെന്റ്സ് കൊണ്ട് ജനിച്ചിരിക്കുന്ന നിങ്ങൾ, ഇതിലേക്ക് ഒരു ഇൻട്രൂഡർ വരികയാണ്. someone from the exterior. ഒരാൾ വരികയാണ്, നമ്മുടെ ശരീരത്തിന് അറിയാത്ത, നമ്മുടെ യൂണിവേഴ്സിന് പരിചിതമല്ലാത്ത രാസക്കൂട്ടുകളോടുകൂടി, കെമിക്കൽ അമാൽഗമേഷനോടുകൂടി ഒരു വ്യക്തി നമ്മുടെ ഫുഡിലൂടെ, നമ്മുടെ എയറിലൂടെ, നമ്മുടെ വെള്ളത്തിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് വരികയാണ്. ആൻഡ് ബോഡി സേസ് ഐ ആം റിജക്റ്റിംഗ് ദിസ്. ഇത് ഞാൻ റിജക്ട് ചെയ്യും, ഇതെനിക്ക് അറിയില്ല, ഇതെന്റെ യൂണിവേഴ്സിലെ പഞ്ചമഹാഭൂതങ്ങൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഒരു സാധനമല്ല. I mean, this is not something which is satmya to me. എനിക്ക് അറിയുന്ന ഒരു സാധനമല്ല ഇത്. It's something else. ഒന്നാമത്തെ ദിവസം റിജക്ട് ചെയ്യും, രണ്ടാമത്തെ ദിവസം റിജക്ട് ചെയ്യും, and you are again giving this. ഇത് വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. Because നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഇല്ലെന്നേ, അല്ലേ? There is where ഈ ആയുഷ് ആഹാരത്തിന്റെ പ്രസക്തി വരുന്നത്. നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. നമുക്ക് ഇതേ ഭക്ഷണം കൊടുക്കാനേ കഴിയുന്നുള്ളൂ എല്ലാ ദിവസവും. We are forced to do this. നമ്മൾ അത് ചെയ്തുകൊണ്ടേയിരിക്കും. 50ാമത്തെ ദിവസം ബോഡി പറയും, ഓക്കെ ഐ ആം റിസീവിംഗ് ഇറ്റ്. പക്ഷെ നിങ്ങൾ ഇതിന്റെ ഫലം ക്യാൻസറായി അപ്പുറത്ത് അനുഭവിച്ചു കൊള്ളുക. ഞാൻ കൈയെഴുതുകയാണ്, ഞാൻ
ഒന്നും രണ്ടും മൂന്നും ദിവസം ഞാൻ പറഞ്ഞു I'm going to reject this because this is something which is not used to me. ഞാൻ എനിക്കറിയാത്ത എന്തൊക്കെയോ കെമിക്കൽ അമാൽഗമേഷൻസ് ആണ്, എന്തൊക്കെയോ പെസ്റ്റിസൈഡ്സ് ആണ് നിങ്ങൾ തരുന്നത് അല്ലേ? ആൻഡ് എന്റെ ബോഡി ഇതൊന്നും പാകപ്പെടുത്താൻ തയ്യാറല്ല. ബട്ട് സ്റ്റിൽ യു ആർ ഗിവിംഗ് me, എനിക്ക് വേറൊരു വഴിയില്ല. ഐ മസ്റ്റ് ഡു ദിസ് അല്ലേ? അതുകൊണ്ട് ഇതിന്റെ ബാക്കി കോൺസിക്വൻസസ് നിങ്ങൾ തന്നെ സ്വീകരിച്ചോളൂ അല്ലേ? ഐ എം ഡൺ വിത്ത് ഇറ്റ്. നെക്സ്റ്റ് സോ സീ വാട്ട് ഈസ് ഹാപ്പനിങ്. പെസ്റ്റിസൈഡ്സ് നമ്മുടെ ക്രോപ്പ് ഫീൽഡ്സിലെല്ലാം പെസ്റ്റിസൈഡ്സ് കഴിക്കാൻ അടുത്തത് എടുക്കൂ. അതിൽ നമ്മുടെ കോള, നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ എല്ലാത്തിലും ഈ ഫെർട്ടിലൈസേഴ്സും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും വെച്ച് കണ്ടാമിനേറ്റഡ് ആയി ആ ഭക്ഷണം നമ്മൾ കഴിക്കുകയാണ്. ആൻഡ് ബോഡി ഈസ് റിജക്റ്റിംഗ് ഇറ്റ് അഗൈൻ അല്ലേ? ബോഡി ഈസ് അഗൈൻ ആൻഡ് അഗൈൻ റിജക്റ്റിംഗ് ഇറ്റ്. ബോഡി സേസ് ദിസ് ഈസ് പോയ്സൺ. ബട്ട് യു സേ വി ഹാവ് നോ അതർ വേ. എനിക്ക് വേറൊരു വഴി അറിയില്ലേ. നെക്സ്റ്റ് സീ, നമുക്ക് അത്യാഗ്രഹമാണ് അല്ലേ? ഈ പ്രപഞ്ചം പറയുന്നത്, ഈ ലോകം പറയുന്നത് നിങ്ങൾക്ക് മാങ്ങ ഞാൻ തരാം, 2-3 മാസം മാങ്ങ തരാം, പഴുത്ത മാങ്ങ. ഞങ്ങൾക്ക് അത്യാഗ്രഹം, ഞങ്ങൾക്ക് ത്രൂഔട്ട് 365 ദിവസം നമുക്ക് പഴുത്ത മാങ്ങ കഴിക്കണം. വി വാണ്ട് ടു ഈറ്റ് അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യുന്നു? അതെ, കാൽഷ്യം കാർബോഹൈഡ്രേറ്റ് പഴുപ്പിക്കുന്നു. ആൻഡ് വി ആർ ഈറ്റിംഗ്, വി ഫീൽ വെരി ടമ്മി, ഫീൽ സാറ്റിസ്ഫൈഡ്. പക്ഷെ അവിടെ നിങ്ങളുടെ ബോഡി പറയണം meets me at the end. അവിടെ എന്നെ കാണാൻ വരും നിങ്ങൾ. The consequences is there. നിങ്ങൾ ചെയ്തോളൂ. But you will have a consequence for sure. അത് നോക്കൂ, ഇതാ നല്ല പഴുത്തും നല്ല കളറുള്ള എന്തെങ്കിലും നിങ്ങൾ പറയാം വത്തക്കാന്നാണോ? വത്തക്ക, നമ്മൾ വത്തക്ക, ചിലർ തണ്ണി വത്തക്ക എന്ന് പറയും, ഓട്ടോമാൻ. അപ്പോൾ നല്ല പഴുത്ത റെഡ് കളർ കൊട്ടി നോക്കും, മുറിച്ച് നോക്കും, എന്നിട്ട് റെഡ് ഉണ്ടെങ്കിലേ നമ്മൾ വാങ്ങുള്ളൂ. അതർവൈസ് വിൽ ഡിസ്കാർഡ് ഇറ്റ് അഗെയിൻ ഇല്ല. പക്ഷെ ഇതിൻ്റെ അകത്ത് ഇൻജെക്ട് ചെയ്യുന്ന ഡൈസ്, ഇൻജെക്ട് ചെയ്യുന്ന കളർ ഇല്ലേ, ഫുഡ് ആർട്ടിക്കിൾസിലെ കളർ, ഇതെല്ലാം is going to create the same consequence for you. So we'll have a rapid fire session now. ഒരു questions ചോദിക്കട്ടെ? You want to answer? പെട്ടെന്ന് ആൻസർ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് മൂവ് ചെയ്യാം. നെക്സ്റ്റ് പ്ലീസ്. ഈ ഞാൻ കുറച്ച് ജീവികളുടെ പേര് കാണിക്കാം, ഐ മീൻ ഫോട്ടോ പിക്ചർ. ആ ജീവികൾ കഴിക്കുന്നത് എന്താണെന്ന് ഒരാൾ ആരെങ്കിലും അല്ലെങ്കിൽ ഗ്രൂപ്പ് can tell. തവള, ഫ്രോഗ്, പ്രാണികളെ അല്ലെ, ഇൻസെക്ട്സിനെ അല്ലെ, പ്രാണികളെയാണ് കഴിക്കുന്നത്. നെക്സ്റ്റ് മാന്, ഡീർ. എന്താ കഴിക്കുന്ന ഡീർ? നിങ്ങൾക്കറിയോ? യുനോ? അറിയില്ല? മാനത്തെ കഴിക്കുന്ന അറിയില്ല നിങ്ങൾക്ക്? യെസ് യു നോ. പറയൂ. പുല്ലല്ലേ? പുല്ലാണോ? ഗ്രാസ്. യെസ്, ഗ്രാസ്. നെക്സ്റ്റ് പാമ്പ്. പാമ്പെന്താ കഴിക്കുന്നത്? എലി, തവള, അങ്ങനെ ചില പാമ്പുകൾ കോഴികളൊക്കെ കഴിക്കും. മറ്റേ ഈ പെരുമ്പാമ്പൊക്കെ അല്ലേ, ചെറിയ പാമ്പിനെ കഴിക്കും. ഓക്കെ, പാമ്പ് അതാണ് കഴിക്കും. നെക്സ്റ്റ് ഈഗിൾ, പാമ്പിനെ കഴിക്കും. കോഴിക്കുട്ടികളൊക്കെ മുകളിൽ നിന്ന് വന്നിട്ടില്ല അല്ലേ, നെക്സ്റ്റ് ഇനി പാമ്പിനെ ബ്ലഡ് കുടിക്കുമോ? ഇനി പാമ്പും ഫൈറ്റിംഗ് ഓൺലി, കഴിക്കൂല അല്ലേ? വെജിറ്റേറിയൻ ആണെങ്കിൽ I don't know actually. ആണോ? ചിതലിനെ കീരി കഴിക്കാം, പക്ഷെ ഫൈറ്റിംഗ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പാമ്പിനെ കൊല്ല, ജസ്റ്റ് പ്രതികാരം മാത്രം അല്ലേ? നെക്സ്റ്റ് മനുഷ്യൻ കഴിക്കുന്നത് എന്താണ്? What do we eat? ഇതിനെ എല്ലാം കഴിക്കും വേണമെങ്കിൽ, പിന്നെ വേറെ കുറെ എണ്ണത്തിനെയും കഴിക്കും അല്ലേ? ഈ കാണിച്ച സാധനത്തിനൊക്കെ വേണമെങ്കിൽ ഒരു കൈ നോക്കാം. ആൻഡ് ഓൾസോ വേണമെങ്കിൽ ഞാൻ എന്തൊക്കെ ഷവായ കഴിക്കും, ഷവർമ കഴിക്കും, ഞാൻ അൽഫാം കഴിക്കും, എവരിതിങ് അല്ല. മനുഷ്യന്റെ ഒരു എന്താ പറയാ, കോൺട്രവേഴ്സ് ഇല്ലാത്ത എന്തിനു വേണമെങ്കിൽ കഴിക്കാം. 1000കണക്കിന് 10000കണക്കിന് ക്യൂസീൻസും ഫുഡ് ഹാബിറ്റ്സും ഉള്ള ഒരു സാധനമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്, ഒരാള് അല്ലേ? അപ്പൊ ഇതിനൊക്കെ കഴിക്കാം. And you have you seen that മഞ്ഞ മനുഷ്യൻ, that yellow person in between, നടുക്കുള്ള ആള്? നിങ്ങൾക്ക് അയാളാകണം, വ്യത്യസ്തനായ മനുഷ്യനാകണോ? Do you want to become a different person? ഈ മനുഷ്യന്മാരൊക്കെ എല്ലാത്തിനും കഴിക്കുന്ന മനുഷ്യന്മാരാണ്. ഈ മഞ്ഞ മനുഷ്യൻ മാത്രം ഒരു പെർട്ടിക്കുലർ മനുഷ്യനാണ്. You want to become that മനുഷ്യൻ? അപ്പോ ഇത് പറയുമ്പോ എന്നോട് 2 ചോദ്യങ്ങൾ വരാം. ഐ എം പ്രിപ്പയർഡ്. 2 ചോദ്യങ്ങൾ വരാം. ഡോക്ടറെ, നമ്മൾ ഇതിനെ കഴിച്ചാലും മരിക്കും.
കഴിച്ചില്ലെങ്കിലും മരിക്കും. നമ്മളിപ്പോ ഫുഡൊക്കെ നന്നായി കഴിച്ച് കുറെ നമ്മളുടെ എല്ലാ അക്കംപ്ലിഷ്മെന്റ്സും ഒക്കെ ഫുൾഫിൽ ചെയ്ത് മര്യാദയ്ക്ക് പോയാലും മരിക്കും. അതർവൈസ് ഓൾസോ യു വിൽ ഡൈ. ഇല്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ പറയുന്നത്? ചോദ്യം നിങ്ങൾക്ക് മനസ്സിലില്ലേ? യു ഹാവ് എ ക്വസ്റ്റ്യൻ ഇല്ല, ഞാൻ രക്ഷപ്പെടില്ലേ ഡോക്ടറെ എന്നൊരു ചോദ്യം. ആൻഡ് നെക്സ്റ്റ് 2014 എൻ്റെ ഹസ്ബൻഡിന്റെ വലിയച്ഛൻ, he was a very eminent doctor in Areekode. പ്രൈവറ്റ് ഡോക്ടേഴ്സിൽ അത്രയേറെ OP മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ഒരുപാട് പേഷ്യൻസ് ഉള്ള ഒരു ഡോക്ടറായിരുന്നു ഡോക്ടർ ശ്രീധരൻ. He met with hepatocellular carcinoma, cancer liver. തീരെ ആരോഗ്യം നോക്കാത്ത ഭക്ഷണങ്ങൾ പേഷ്യൻസിന് തിരക്കുകൊണ്ട് നേരത്തെ ആരോ സൂചിപ്പിച്ചു. പക്ഷേ നമുക്ക് അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് ബിഫോർ നിങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ, ഇതേപോലെ നിങ്ങൾ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിരുന്നുവെങ്കിൽ ഒരുപാട് മനുഷ്യരെ അല്ലെ, ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻസ് വരുത്താമായിരുന്നു. I've told about the IBS, colitis, ulcerative colitis. Yeah, very good example. See, ഇവിടെ തന്നെ നമുക്ക് എക്സാമ്പിൾസ് ഉണ്ട്. How food can transform human beings. അല്ലേ? Next. So, നമ്മൾ എല്ലാവർക്കും ഒരേ ഭക്ഷണമല്ല. ആക്ച്വലി എനിക്ക് ഈ സ്റ്റഫ്ഡ് ആയിരിക്കുന്ന ഇതിനോട് താല്പര്യമില്ല. എന്താ പറയുക, സ്റ്റഫ്ഡ് ആയിരിക്കുന്ന പ്രസന്റേഷൻ പേജസിനോട്, എഴുത്തുകൾ. കോളേജ് ടൈമിൽ യൂസ് ടു സ്ലീപ്. ഇങ്ങനെ എഴുത്തുകൾ കണ്ടാൽ നിങ്ങൾക്കും തോന്നില്ല. ദാറ്റ്സ് വൈ എൻ്റെ ഇല്ലാത്തത്, എഴുത്ത് അധികം ഇല്ലാത്തത്. സോ ദിസ്, നിങ്ങൾ എല്ലാവർക്കും ഒരേ ഫുഡാണോ? അല്ല. നിങ്ങൾ എല്ലാവർക്കും പ്രകൃതിയും ഒന്നാണോ? അല്ല. പ്രകൃതി പീപ്പിൾ, കോമ്പിനേഷൻ പ്രകൃതി പീപ്പിൾ, പിത്ത പ്രകൃതി പീപ്പിൾ, കഫ പ്രകൃതി. ആയുർവേദമാണ്, അഗെയിൻ ആയുർവേദമാണ്. അപ്പൊ അവർക്കൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫുഡാണ് അല്ലേ? നിങ്ങൾക്ക് അവർക്ക് പറ്റില്ല, പക്ഷെ അത് പ്രകൃതിയായിട്ടും വികൃതിയായിട്ടും ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പം അതാണ് ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ നിങ്ങൾക്ക് വേണ്ടത് ഫുഡ്. പക്ഷേ നമുക്കും ഐഡന്റിഫൈ ചെയ്യാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് ചിലപ്പോൾ നമുക്ക് ആന്റഗോണിസ്റ്റിക് ആയി പ്രവർത്തിക്കുന്നു, ഓപ്പോസിറ്റ് ആയി പ്രവർത്തിക്കുന്നു. വി സ്റ്റോപ്പ് ഇറ്റ്, വി കട്ട് ഓഫ് അല്ലേ? നമ്മൾ ഒരു ദിവസം സ്പൈസി ആയിട്ട് ഫുഡ് കഴിക്കുന്നു, ഭയങ്കരമായിട്ട് ചെസ്റ്റ് ബേൺ ഉണ്ടാവുന്നു, അസിഡിറ്റി ഉണ്ടാവുന്നു. നാളെ അത് വേണ്ട അല്ലേ? വി ആർ ഷിഫ്റ്റിംഗ് ബാക്ക്, വേറെ എന്തെങ്കിലും സൂതിങ് ആയിട്ടുള്ള സാധനം. സോ നിങ്ങൾ എന്നുവെച്ചാൽ ദ പേഴ്സൺ is understanding his way. നമ്മൾ പറയുന്നത് ഒരു ടെക്നിക്കലി പിക്തം, ബട്ട് ആ മനുഷ്യർക്ക് മനസ്സിലാവും രീതി. എല്ലാവർക്കും ഡോക്ടർക്ക് പോയിട്ട് അസിസ്റ്റ് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ പറ്റില്ല, സാധിക്കില്ല. പക്ഷെ വാട്ട് ഇസ് ഓക്കെ ഫോർ us, അത് നമുക്ക് കുറെ കാലം കൊണ്ട് നമുക്ക് മനസ്സിലാവും അല്ലേ? സോ അത് നമ്മൾ ചേഞ്ച് ചെയ്യാം. സോ പൈത്തികമായിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. ലൈക്ക് ഭയങ്കര വാദം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു യൂണിവേഴ്സിന്റെ വാദം അല്ലേ? യൂണിവേഴ്സിന്റെ വാദം ഡ്രൈ ആണ്. ഡ്രൈ, തണുപ്പാണ്. അവിടെ നമ്മൾ എന്താ കൊടുക്കേണ്ടത്? ഓപ്പോസിറ്റ്, ചൂടുള്ള ഭക്ഷണം അല്ലേ? സ്നിഗ്ധമായ ഭക്ഷണം, രൂക്ഷമല്ലാതെ, ഡ്രൈ അല്ലാതെ, ഓയിലേറ്റഡ് ആയിട്ടുള്ള അല്ലേ? അങ്ങനെയുള്ള ഭക്ഷണം. പിത്തം എന്താണ്? ഫയർ. പിത്തം ഇസ് ജസ്റ്റ് ഫയർ അല്ലേ? ഭയങ്കരമായ ഹാർട്ട് ബേൺസ്, അസിഡിറ്റി, സച്ച് കണ്ടീഷൻസ് വരുന്നത് പൈത്തിക പേഷ്യൻസിലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പൈത്തിക മനുഷ്യർ, പേഷ്യൻസ് എന്ന് പറയുന്നില്ല. അപ്പൊ അവിടെ നമുക്ക് കാമിങ് ആയിട്ട്, ചൂടിനെ കുറയ്ക്കാൻ കൂളായിട്ട്, ശീതമായിട്ടുള്ള നാളികേര ജലം പോലെ. ആൻഡ് ദ ഇൻഗ്രീഡിയൻസ് വിൽ കം. നല്ല ഡോക്ടർ ഹാസ് പ്രിപ്പയർഡ് എ വണ്ടർഫുൾ പ്രസന്റേഷൻ ഫോർ ദാറ്റ്. അത് വരും. അപ്പൊ അങ്ങനെയുള്ള ഫുഡ് ഹാബിറ്റ്സ്. കവചമാവുന്നുള്ള ലെഥാജിക് അല്ലേ? കവചമാവുമ്പോൾ ലെഥാജിക്, നമുക്ക് ലേസിനെസ്, അങ്ങനത്തെ ഒരു സിംറ്റംസ് വന്നേക്കാം. അപ്പൊ അതിൽ നമുക്ക് എന്താണ് കുറച്ചുകൂടി കടു രസപ്രധാനമായിട്ടുള്ള ഭക്ഷണങ്ങൾ, സ്പൈസി ആയിട്ട് കുറച്ചെങ്കിലും അങ്ങനെയുള്ള കോമ്പിനേഷനിലും വരാം. വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ കോമ്പിനേഷൻ. മനുഷ്യർക്ക് മനസ്സിലാകും, ആൻഡ് ഡോക്ടേഴ്സിന് കുറച്ചും കൂടി ടെക്നിക്കലി മോർ മനസ്സിലാകും. സോ ഡയറ്ററി ഗൈഡ് ലൈൻസിനെ കുറിച്ച് ഞാൻ കുറച്ച് പറയാം. ഒരുപാട് സംവിധാനങ്ങൾ, ഒരുപാട് ഗൈഡ് ലൈൻസും ഡയറ്റിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിരിക്കുന്ന ഒരു ശാസ്ത്രമാണ് ആയുർവേദം. ആൻഡ് ഇറ്റ് ഹാസ് കോൺട്രിബ്യൂട്ടഡ് ഒരുപാട് മോർ ഫോർ ദിസ് ഡയറ്ററി ഹാബിറ്റ്സ്. കാരണം അതിനറിയാം, ആയുർവേദ ആചാര്യന്മാർക്കൊക്കെ അറിയാം, ദിസ് ഇസ് ദ്രവ്യം, ഫുഡ് ഇസ് പ്രധാനം മോർ ദാൻ ഔഷധം അല്ലേ? ഫുഡിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ ഔഷധത്തെ കുറിച്ച് കുറച്ച് പറഞ്ഞാൽ മതി എന്ന് ആചാര്യൻ അറിയാം. സോ ദാറ്റ് ഇസ് റൈറ്റ്.
സാത്മ്യ ഭോജനം, which is അനുകൂല for you. സാത്മ്യം, നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള ഫുഡ് അല്ലേ? നിങ്ങൾ പോയിട്ട് വേറെ എവിടെയെങ്കിലും പരിചയമില്ലാത്ത ഫുഡ് കഴിച്ചാൽ you will get bloating, sometimes you will get diarrhea, അതിസാരം വരാം അല്ലേ? അപ്പോൾ സാത്മ്യമായിട്ടുള്ള ഫുഡ്. അടുത്തത് ഹിതഭോജനം, which is hita for your agni. നിങ്ങളുടെ അഗ്നിക്ക് ഭജിപ്പിക്കാൻ സാധിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ഭക്ഷണം മാത്രം കഴിക്കുക. നിങ്ങളുടെ അഗ്നി അതീവമായി തീക്ഷ്ണമായിട്ടുള്ള അഗ്നിയാണെങ്കിൽ you can go for ഭയങ്കര ഗുരുവായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം. പക്ഷെ നിങ്ങളുടെ അഗ്നി അത്രേ ഭജിപ്പിക്കുന്നുള്ളൂ എന്ന യു ആർ കോൺഫിഡന്റ് ഇത്രേ പറ്റൂ, ഗോ ഫോർ ഇറ്റ്. അടുത്ത എന്താണ്? ശുചിഭോജനം, നീറ്റ് ക്ലീൻ ഫുഡ്. തലേ ദിവസത്തെ മിനിഞ്ഞാന്നത്തെ 2 ആഴ്ച മുന്നത്തെ ഡീപ് ഫ്രോസൺ ഒന്നും വേണ്ട. ശുചിഭോജനം. സ്നിഗ്ധഭോജനം. സ്നിഗ്ധഭോജനം ഡ്രൈ ആയിട്ടുള്ള ഫുഡ് നമുക്ക് പറ്റില്ല. നമ്മുടെ അന്നനാളത്തിന് the passage is there, a long passage is there അല്ലേ? അപ്പൊ അതിന് സ്നിഗ്ധമായിട്ടുള്ള ഭോജനമാണ് വേണ്ടത്. ഇറ്റ് ഇസ് മോർ കംഫർട്ടബിൾ. ഉഷ്ണഭോജനം. എനിവേസ് ഉഷ്ണഭോജനം പൈത്യകമായിട്ടുള്ള കണ്ടീഷൻസിലും ഉഷ്ണഭോജനം, ഭോജനം ഉഷ്ണമായിട്ട്, പക്ഷെ അതിന്റെ വീര്യത്തിൽ അഗൈൻ ഐ ഗോയിങ് ടു ആയുർവേദ, വീര്യ വിഭാഗത്തിലുള്ള ഉഷ്ണമല്ല, കഴിക്കാൻ ഉഷ്ണം. അതിൽ ചില കണ്ടീഷൻസിൽ ശീതം അങ്ങനെ പറയും. ഓക്കെ, നെക്സ്റ്റ്. തന്മന ഭോജനം ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. തന്മന, നിങ്ങൾ അറിഞ്ഞ്, you have to have interest in food. മനസ്സറിഞ്ഞ് ഞാൻ ഇത് കഴിക്കുന്നു. വാട്ട് ഇസ് ദാറ്റ്? ഞാൻ ഇതായി തീരാൻ പോകുന്നു, isn't it? ഞാൻ ഇതായി തീരാൻ പോകുന്നു എന്ന ബോധ്യത്തോടെ മനസ്സോടുകൂടി ഒരു ഫുഡ് കഴിക്കണം. ഇപ്പൊ ഉണ്ടെങ്കിൽ ഹോസ്റ്റൽ ഫുഡ് സോ എനിക്ക് പറ്റില്ല. പീപ്പിൾ സേ ലൈക്ക് ദാറ്റ്. അടുത്തത് ലഘുഭോജനം. ആക്ച്വലി എന്താണ്? നമുക്ക് ദഹിക്കാൻ സാധിക്കും. ഭയങ്കര ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ നമുക്കൊരു ഫീലിംഗ് ഇല്ല, ഒരു ലഥാജിക് ഫീലിംഗ്, നമുക്ക് പലതും ചെയ്യാൻ സാധിക്കാത്ത ഒരു പ്രശ്നം വരും അല്ലേ? ലഘുഭോജനമാണെങ്കിൽ നോ പ്രോബ്ലം. ലഘു മീൻസ് ഇറ്റ് ഇസ് ലൈറ്റ്, സുകൂൺ, ലൈറ്റ്. ഓക്കെ, നെക്സ്റ്റ്. ഷഡ്രസയുക്താഹാരം. ഷഡ്രസം, മധുരാമലവണ കട്ടു തിക്ത കഷായം എന്ന് ആയുർവേദം പറയുന്ന 6 രസം കൂട്ടി നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ബെസ്റ്റ്. സാധിക്കില്ല ചിലപ്പോൾ, പക്ഷെ ഇഫ് യു ആർ ഡൂയിങ് ഇറ്റ്, ഈ ആഹാരം ഇങ്ങനത്തെ ആയുഷ് ആഹാരത്തിലൊക്കെ അത്തരം സാധനങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് വെരി ഗുഡ്. കഷായമൊന്നും നമ്മൾ കഴിക്കില്ല അല്ലേ? കഷായ രുചിയൊന്നും അല്ലേ? അപ്പൊ അതുകൂടി ഇൻകോർപ്പറേറ്റ് ചെയ്ത് ചെയ്യാം. മധുരപ്രായം. മധുരപ്രായം. മധുരം എന്ന് പറയുന്നത് ഒരു രസായനത്വത്തിലേക്ക് പോകുന്നതാണ്. രസായനം മീൻസ് ട്രീറ്റ്മെന്റിന്റെ ഏറ്റവും ലാസ്റ്റസ്റ്റ് പോർഷൻ ആയിട്ടുള്ള രസായനത്വം. ദാറ്റ് രസായനത്വം യു ആർ ഗെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾക്ക് എന്താ പറയാ, ചികിത്സയുടെ ആവശ്യമില്ല. രസായനത്വത്തിൽ നിങ്ങളെ ഞാൻ സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെയാണ് ഫുഡും. ദാറ്റ് ഈസ് എ ചികിത്സ ടു അല്ലേ? കഴിച്ചു കഴിഞ്ഞിട്ട് രസായനമായിട്ടൊരു മധുരപ്രായമായിട്ടൊരു സാധനം കഴിച്ച് രസായനത്വത്തിൽ നമ്മൾ സദ്യ കഴിഞ്ഞിട്ട് പഴവും പായസവും ഒക്കെ കഴിക്കുന്നത് പോലെ. ഓക്കെ, നെക്സ്റ്റ്. അതിദ്രുതം, അതിവിളംബരം. വെരി ഇമ്പോർട്ടൻറ്റ്. ചെറിയ ഇപ്പോഴത്തെ ജെൻസി പിള്ളേർക്ക് വേണ്ടിയിട്ടാണ്. എന്താണ് അതിദ്രുതം, അതിവിളംബിതം. പെട്ടെന്ന് വാരി കഴിക്കുന്നു. ഒന്നും അറിയില്ല, ടേസ്റ്റും അറിയില്ല, ഒന്നും അറിയില്ല, കഴിക്കുന്നു, പോകുന്നു. അല്ലെങ്കിൽ അതിവിളംബിതം, സ്ലോ. TV കാണുന്നു, റീൽസ് കാണുന്നു, റീൽസ് ഒരു തരത്തിൽ പോകുന്നു. 25 റീൽസ് കഴിഞ്ഞാലും ഫുഡ് ഒരു വായേ പോയിട്ടുണ്ടാവുന്നു അല്ലേ? സ്നാത, ആഫ്റ്റർ ബാത്തിങ്. അങ്ങനെ ആരോഗ്യം പറയുന്നത് സ്നാതം. നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദീപനം, നമ്മുടെ ജഠരാഗ്നി ദീപനം ഉണ്ടാവും, അഗ്നിവർദ്ധനം ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഡൈജഷൻ പ്രോപ്പറായി. പിന്നെ ഒരുപാട് കാരണം ക്ഷുധാവാൻ എന്ന് പറയുന്നത് ഹങ്കർ. നമ്മൾ വിശന്ന് കഴിഞ്ഞിട്ട് അധ്യക്ഷണം എന്ന് പറയുന്ന സാധനം ചെയ്യരുത്. നിങ്ങൾ ഇപ്പൊ ഉണ്ടാവുന്ന എന്താ, നമ്മൾ കഴിക്കുന്നു, വീണ്ടും കഴിക്കുന്നു, വീണ്ടും കഴിക്കുന്നു, വിശക്കുന്നുണ്ടാവില്ല അല്ലേ? വിശക്കാതെ നമ്മൾ വീണ്ടും കഴിക്കുന്നു. ക്ഷുധാവാൻ, നിങ്ങൾ വിശക്കുമ്പോൾ മാത്രം കഴിക്കുക എന്നതാണ് ആചാര്യം. ധൗതവാദക്കാര ആനട, മുഖവും കണ്ണും കൈയും ഒക്കെ കാലും ഒക്കെ കഴുകിയിട്ട് വേണം കഴിക്കാൻ. പിതൃദേവ തർപ്പണം, ദാറ്റ് ഈസ് ഒബ്ലിഗേഷൻ അല്ലേ? എനിക്കിത് തന്നല്ലോ, വാട്ട് ആഹുതി ഐ എം ഡൂയിങ്, ഇത് എനിക്ക് തന്നല്ലോ എന്നുള്ള സ്മരണയാണ് പിതൃദേവ തർപ്പണം എന്ന് പറയുന്നത്. ദാറ്റ് ഷുഡ് ബി ഓൾവേസ് ദേർ അല്ലേ? നമ്മൾ പണ്ടുള്ള ആളുകൾ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഭോജനം, അരിന്തമുഞ്ചാനം എന്ന് പറയുന്നത് എന്താണ്? കുറ്റം പറയാം, മോശം ഫുഡ്, എന്താണ് ഇവിടുന്ന് നന്നായിട്ട് കഴിക്കുകയും ചെയ്യും അല്ലേ? ഇവിടുന്ന് കുറ്റം പറയും, എന്ത് ഫുഡ്, ആരെ ഇത് ഉണ്ടാക്കി, അമ്മ എനിക്കിത് വേണ്ട, ഇത്രയും മോശം ഫുഡ്, എന്നും ഞാനിത് കഴിക്കുകയൊന്നുമില്ല, പക്ഷെ ഇപ്പുറത്ത് കഴിക്കുകയും ചെയ്യും. ദാറ്റ് വിൽ നോട്ട് ബിക്കം യു. അത് നിങ്ങൾക്കൊരു ടോക്സിസിറ്റിയാണ് ക്രിയേറ്റ് ചെയ്തത്. ഇറ്റ് വിൽ ക്രിയേറ്റ് എ നെഗറ്റീവ് ഇമ്പാക്ട്
ഓൺ യുവർ ഹെൽത്ത്. അത് നമുക്ക് ചിലപ്പോൾ റിസർച്ചസിൽ നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ലായിരിക്കാം, പക്ഷെ ഇറ്റ് ഈസ് ദേർ. ഓക്കെ, നെക്സ്റ്റ് സൈലന്റ്ലി ബി സൈലന്റ്, ബി കാം. ഭക്ഷണത്തെ ആദരിച്ചുകൊണ്ട് നിങ്ങൾ ഫുഡ് കഴിക്കുക. ഭക്ഷണം എനിക്ക് തന്നല്ലോ എന്ന ആ ഒരു എന്താ പറയുക, ഹാപ്പിനെസ്സോടുകൂടി, കൃതജ്ഞതയോടുകൂടി ഭക്ഷണം കഴിക്കുക. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ് ഇത് നമ്മുടെ എത്ര ഇതിൽ കഴിക്കണം എന്നുള്ളതാണ്. പഴവർഗ്ഗങ്ങൾ 15 to 20, അന്നജം ഫൈബ്രസ് ആയിട്ടുള്ളത് 30%, ധാന്യം ചെറുധാന്യം ഒക്കെ ഒരുപാട് ഫുഡ് പ്ലേറ്റ്സും അങ്ങനത്തെ രീതിയിലും കുറെ എണ്ണം ഉണ്ട്. ലൈക്ക് this is just one item ന്റെ ഒരു ഒരു നേരത്തിൽ അല്ല, ഒരു ദിവസത്തിൽ എല്ലാ നേരവും. ദാറ്റ് മീൻസ് കംപ്ലീറ്റ്. ഇത് തന്നെ ഫോളോ ചെയ്യണമെങ്കിൽ അത് ആയുർവേദപരമായി വരുമ്പോൾ നിങ്ങൾക്ക് ആയുഷാഹാരത്തിലൊക്കെ അങ്ങനത്തെ സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം. നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ ദിസ് ഇസ് എ മോഡേൺ അപ്രോച്ച് ടു ദിസ്. നമ്മളുടേത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ദോഷിക് ബേസിസിലൊക്കെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നെക്സ്റ്റ് പ്രോപ്പർ ടൈം റിലേഷൻ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത്, നിങ്ങൾ മലമൂത്ര വിസർജനമൊക്കെ ചെയ്ത് ഹാപ്പി ആയിട്ടിരുന്ന് പിന്നെ ബാത്തിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വിശക്കുന്ന സമയത്ത് ഡീറ്റെയിൽ വീഡിയോ ഓഫ് ഇൻസ്റ്റഗ്രാമർ. അവർ ഇത് മാത്രമാണ് അവരുടെ കണ്ടന്റ്. അവര് എന്ത് കഴിക്കുന്ന ഒരു ദിവസം അവര് ഉച്ചവരെ കഴിച്ച ഫുഡാണത്. അത്യാവശ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ അല്ലേ? അവർക്ക് ഇത് മാത്രം കണ്ടിട്ട് കാണാം. നിങ്ങൾക്ക് അവരുടെ പേജ് എടുത്ത് നോക്കിയാൽ നെക്സ്റ്റ് ഒരു വീഡിയോ കൂടി ഓഫ് അനദർ പേഴ്സൺ മീറ്റിംഗ്. ഞാൻ ഭയങ്കര ഫേമസ് യൂട്യൂബറാണ്, ഇൻസ്റ്റഗ്രാമാണ്. എല്ലാ ഫുഡുകളും കഴിക്കുന്നത് പോലെ എവറിഥിങ്. Next slide. Your diet is a bank account. Good food choices are good investment. അല്ലേ? ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റുകൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക്, നിങ്ങളുടെ ഡയറ്റ് അക്കൗണ്ടിലേക്ക് കൊടുക്കുക. That means the bestest of the best food should reach your tummy. Next. Take care of your body. ഞാൻ പറഞ്ഞില്ലേ, it is the only place you have to live in. നിങ്ങൾ ഇവിടെ ഈ ലോകത്ത് തികച്ചും ഒറ്റയ്ക്കാണ്. നിങ്ങളുടെ ശരീരം മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ ഉള്ളത്. ബാക്കി എവറിത്തിങ് ഇസ് കോ എക്സിസ്റ്റൻസ്. നിങ്ങൾക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ ഈ ശരീരം വേണം. സോ എന്താണ് ഈ ശരീരത്തോടുള്ള പ്രതിബദ്ധത അല്ലേ? അത് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കണം. കാരണം ശരീരം എന്താണ്? ധർമ്മസാധനം അല്ലേ? അല്ലേ? ധർമ്മസാധനം. നിങ്ങൾ ധർമ്മം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെങ്കിലും യു ഹാവ് ദിസ് ബോഡി, യു ഹാവ് നത്തിങ് എൽസ്. ബാക്കി എല്ലാം നമ്മളുടെ കൂടെ കോ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന നമ്മുടെ ധാരണ മാത്രമാണ്. വാട്ട് ഇസ് ദേർ ഇൻസൈഡ് ദിസ്? നിങ്ങളുടെ ശരീരത്തോടുകൂടി നിങ്ങൾ ജീവിക്കണം. അത് നിങ്ങളുടെ ശരീരത്തിനെ നല്ല രീതിയിൽ നോക്കി അതിലേക്കുള്ള ആഹുതി, അതിലേക്കുള്ള യാഗം. That should be the bestest of the best ingredient you can get in this world. അത് മാത്രമേ നിങ്ങളുടെ ശരീരത്തോടും ഈ ഭൂമിയോടും വരുന്ന ജനറേഷനോടും യൂണിവേഴ്സിനോടും ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. താങ്ക് യു സോ മച്ച്. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന് വേണ്ടി ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷന്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിയാണ്. തുടർന്നും പാനൽ ചർച്ചയിലും മാഡത്തിന്റെ ഒരു സാന്നിധ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് അപേക്ഷിക്കുകയാണ്. അടുത്തത് നമുക്ക് ആയുഷാഹാരം. നമ്മുടെ ഒരു പ്രധാന ഉദ്ദേശം തന്നെ ആയുഷാഹാരത്തെ പുതിയ തലമുറക്ക് അടക്കം പരിചയപ്പെടുത്തുന്ന രീതിയിൽ പൊതു ഇടങ്ങളിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി ഇന്നിവിടെ 15ഓളം വിഭവങ്ങൾ ഇന്നിവിടെ നമുക്ക് ടേസ്റ്റ് ചെയ്യാനും നമുക്ക് ആസ്വദിക്കാനുമായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് നമുക്ക് അതിനെ സംബന്ധിച്ച ഒരു വിവരണം, അത്തരം ഏതൊക്കെ പ്രൊഡക്റ്റുകൾ, ഏതൊക്കെ ആഹാരങ്ങളാണ് നമ്മളതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അത് തന്നെ നമ്മുടെ ദൈനംദിനം അതിന്റെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ലഞ്ച് മുതൽ ഡിന്നർ മുതൽ അല്ലെങ്കിൽ നമുക്ക് സ്നാക്സ് ആയിട്ട് കഴിക്കാവുന്ന, അപ്പൊ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു വിവരണം ഇതുകൂടി നഴ്സിംഗ് ഹോമിന്റെ CRME സ്കോളർ കൂടിയായിരുന്ന ഡോക്ടർ ലീമ ജോസഫ് ഇവിടെ അവതരിപ്പിക്കുന്നതാണ്.
അതിനോടനുബന്ധിച്ച് തന്നെ ഈ ഒരുക്കിയിട്ടുള്ള ഭക്ഷണം, ആയുഷ് ആഹാരം എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അവർ അത് എടുത്തുകൊണ്ട് നമുക്ക് സീറ്റിലിരുന്നുകൊണ്ട് അത് ആസ്വദിക്കാവുന്നതുമാണ് ഈ ക്ലാസ്സിനോടൊപ്പം എന്നുള്ളതൊരു അഭ്യർത്ഥിക്കുകയാണ്. സാന്നിധ്യവും സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതൊരു ന്യൂറോഡയറ്റായിട്ട് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ആക്ച്വലി ഈ ഹോസ്പിറ്റൽ ക്യാൻറ്റീനുകളിലടക്കം നൽകാനുള്ളൊരു നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തത് റാഗി സൂപ്പാണ്. പല ടൈപ്പ് സൂപ്പ് നമുക്കറിയാം. കൂടുതലും വെജിറ്റബിൾ സൂപ്പ് നമ്മുടെ ഹോട്ടലിൽ അവൈലബിൾ ആണ്. റാഗി വെച്ചിട്ടുള്ള ഒരു സൂപ്പ്, റാഗി പൗഡർ 4 ടേബിൾ സ്പൂൺ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുത്ത ശേഷം അതിലേക്ക് സൂപ്പാക്കുന്നതിനെയാണ് റാഗി സൂപ്പ് ഉദ്ദേശിക്കുന്നത്. അതിൽ കോണ്ടിമെന്റ്സ് ആയിട്ട് അരിഞ്ഞ വെളുത്തുള്ളി, ജീരകം, കടുക് ഇതെല്ലാം നമുക്ക് ചേർക്കാവുന്നതാണ്. യെല്ലോ കളറിന് ക്യാരറ്റ് യൂസ് ചെയ്യാം, റെഡ് കളറിന് ബീട്രൂട്ട് യൂസ് ചെയ്യാം, ചീര യൂസ് ചെയ്യാം, റെഡ് കളർ ചീര യൂസ് ചെയ്യാം. ഹോട്ടലിലൊക്കെ ആണെങ്കിലും ഒരു മെനു നമുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു ഫാമിലിക്ക് ഒരുമിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ആയുഷ് ആഹാരം ഉണ്ടോ, അങ്ങനെ നമുക്ക് ഒരു ആയുഷ് താലി മീൽസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രിഫർ ചെയ്യാം. ഇന്നിവിടെ നടന്ന സെമിനാറിനെ പറ്റി വളരെ ഗൗരവമായ പല കാര്യങ്ങളിലൂടെ ചർച്ച ചെയ്യുകയുണ്ടായി. നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സും പ്രൈവറ്റ് ആയുർവേദ ഹോസ്പിറ്റൽ അസോസിയേഷൻ മാനേജ്മെൻറ്റും കൂടി സംഘടിപ്പിച്ച ഈ ഇന്നത്തെ സെമിനാറിൽ ഭക്ഷണ കാര്യങ്ങളെ പറ്റിയുള്ള ചർച്ച ഉണ്ടായത്. എങ്ങനെയാണ് ആയുർവേദ ഭക്ഷണങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതും ആയുർവേദ ഘടകങ്ങൾ ഉപയോഗിച്ച ഭക്ഷണങ്ങൾ കൊണ്ടുള്ള ഗുണഗണങ്ങളെ പറ്റിയൊക്കെ വിശദമായി ചർച്ച ചെയ്യുകയും അതിൻ്റെ ഇവിടെ എല്ലാ വിധത്തിലുള്ള ഭക്ഷണം ഇവിടെ പ്രദർശിപ്പിക്കും. ആയുർവേദത്തിലെ 5ാം അഷ്ടാംഗത്തിലെ 5ാം അധ്യായം ദ്രവ്യ വിജ്ഞാനം എന്ന് പറഞ്ഞു ലോകത്ത് കുടിക്കാൻ പറ്റുന്ന എന്തൊക്കെ ദ്രവമായിട്ടുള്ള സാധനങ്ങൾ അതിനെപ്പറ്റി പറയുന്നതാണ് 5ാം അധ്യായം. 6ാം അധ്യായം അന്ന സ്വരൂപ വിജ്ഞാനി എന്നാണ്. രസകരമായ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 100-120ഓളം നോൺ വെജിറ്റേറിയൻ മാംസം കഴിക്കാൻ പറഞ്ഞിരിക്കുന്ന ഒരു ശാസ്ത്രമാണ് ആയുർവേദം. ഇതായിരിക്കും അറിയാത്തതാണ്. അതുകൊണ്ട് ഡയബറ്റിക് ഡയറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പ്ലാൻ കൊടുക്കുന്നുണ്ട്. ഈ പ്ലാനിന്റെ അകത്ത് പിന്നെ വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും ഉള്ളതായിട്ടുള്ള എല്ലാ സാധനങ്ങളും കഴിക്കേണ്ട രൂപത്തിൽ കഴിക്കണം. പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നതോ അല്ലെങ്കിൽ വെജിറ്റേറിയൻ കഴിക്കുന്നതോ ഒന്നല്ല. ഒരു 5-6 വർഷം മുമ്പ് ഞാനൊരു ഡയബറ്റിക് ഡയറ്റിന് ക്ലാസ് എടുത്തപ്പോ ഉണ്ണികൃഷ്ണൻ നമ്മൾ ഞാൻ വിളിച്ച് താല്പര്യപ്പെട്ടു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതമായി പോയി. കഴിഞ്ഞാൽ എന്താ പറഞ്ഞ ഇറച്ചി അന്ന് പറഞ്ഞത് മാംസം പിന്നെ ചുറ്റി കഴിക്കണം എന്നുള്ള കാര്യം ഡോക്ടർ പറഞ്ഞപ്പോ ഞാൻ ഈ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ അനുഭവിക്കും അന്ന് ആ സമയത്ത്. അപ്പൊ ആ ഭാഷ അതാണ് ആ പഠനം പറയുന്നത് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ നോൺ കഴിക്കുന്നതോ അല്ലെങ്കിൽ പിന്നെ വെജിറ്റേറിയൻ കഴിക്കുന്നതോ മറ്റുള്ളതല്ല പ്രശ്നം. നിങ്ങളുടെ ശരീരത്തിന് എന്താണോ ആവശ്യം. ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യം ജഗത്തേവം ഔഷധം എന്നാണ്. ലോകത്തിൽ പ്രപഞ്ചത്തിൽ മരുന്നല്ലാതെ ഒന്നുമില്ല. വിഷം അടക്കം മരുന്നാണ്. ഇവരുടെ കഴിക്കുന്ന വിഷം അതാണല്ലോ വിനോദം കൊടുത്ത് നടക്കുന്നത്. രണ്ടാമത്തേത് പറഞ്ഞിരിക്കുന്നത് പത്യം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, നിങ്ങൾക്ക് എന്താണോ സുഖം, നിങ്ങൾക്ക് എന്താണോ ടേസ്റ്റ് അതൊക്കെ കഴിക്കാം. ഇങ്ങനെ അസുഖത്തിന് എതിരാവാത്ത രൂപത്തിൽ നിന്ന് മാത്രമേ പത്യം പറഞ്ഞുള്ളൂ. നിങ്ങൾ മീൻ കഴിക്കണ്ടാന്നോ, ഇറച്ചി കഴിക്കണ്ടാന്നോ, മുട്ട കഴിക്കണ്ടാന്നോ, അല്ലെങ്കിൽ പച്ചക്കറി കഴിക്കണ്ടാന്നോ, ധാന്യങ്ങൾ കഴിക്കണ്ടാന്നോ, അരി കഴിക്കണ്ടോ ഒന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് എന്താണോ ഇത്. ഇപ്പോ ഡോക്ടർ ശ്രീധൻ കുമാറിന്റെ പുസ്തകത്തില് ഈ പ്രമേഹം മാറാൻ നല്ല പുസ്തകം, ആ പുസ്തകത്തില് IMA അഖിലേന്ത്യാ ഫുഡ് സേഫ്റ്റി കമ്മിറ്റി കൺവീനറാണ് ഡോക്ടർ ശ്രീധൻ കുമാർ. പിന്നെ അലോപ്പതി ഡോക്ടർമാരെ എല്ലാവർക്കും കൊടുത്തിരിക്കുന്ന സാധനമാണ്. ഇതിന് ഈ ഇങ്ങനെ പറയുന്നത് നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് കഴിക്കണ്ട, ഏത് രൂപത്തിൽ കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കൊളസ്ട്രോൾ വിത്ത് നെയ്യ് കഴിച്ചാൽ കൊളസ്ട്രോൾ, മുട്ട കഴിച്ചാൽ കൊളസ്ട്രോൾ, പച്ച കഴിച്ചാൽ കൊളസ്ട്രോൾ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് അടുത്ത ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മറുപടി വെച്ച് പറയാം. ഏകഭുക്തം മഹാഭോഗി, ദ്വിഭുക്തം ഏകഭുക്തം മഹായോഗി, ദ്വിഭുക്തം
മഹാരോഗി, ഏകമുക്തം മഹായോഗി, ത്രിമുക്തം ദ്വിമുക്തം മഹാഭോഗി, ത്രിമുക്തം മഹാരോഗി, ചതുർമുക്തം മഹാദ്രോഹി. ഇത് ഞാൻ പറഞ്ഞിരിക്കുന്നതല്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ HOD മെഡിസിന്റെ HOD ഇരിക്കുന്ന പുസ്തകത്തില് അയാൾ ആ വാചകം തന്നെ കോട്ട് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. പറയാം. ഇനി രണ്ടാമത് കൂടി പറയാം. ആയുർവേദത്തിൽ സാധാരണ ഭക്ഷണം പറയാം 2 നേരം ഭക്ഷണം കഴിക്കാനാണ് പറയുന്നത്. അപ്പൊ അത് വ്യാഖ്യാനിച്ച് 7 മണിക്കും രാവിലെ 9 മണിക്കും ഇടയിലും വൈകുന്നേരം 5 മണിക്കും 7 മണിക്കും എന്നൊക്കെ പറയുന്നെങ്കിലും ഞാൻ 1 നേരം ഭക്ഷണം കഴിച്ച് കുറച്ചു കാലം നോക്കിയിരുന്നു. അതിപ്പോ യോഗ്യനല്ലാത്തത് കൊണ്ട് ഞാനത് നിർത്തിയിട്ടാണ് പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന 2 നേരം ഭക്ഷണം കഴിക്കുന്നത്. പലപ്പോഴും ഞാൻ ഇപ്പോ നോർമൽ പരിപാടിക്കും അല്ലെങ്കിൽ പരിപാടിക്കും ഞാൻ ഭക്ഷണം കഴിക്കാറില്ല. പിന്നെ വേറെ പരിസ്ഥിതി ഞാൻ പരീക്ഷണമാണ്. അത് നിങ്ങൾക്കൊന്നും പറഞ്ഞിരിക്കുന്ന കാര്യമല്ല. ഇങ്ങനെ മനുഷ്യൻ ജീവിക്കാൻ പറ്റുമോ? ഈ സന്ധ്യക്ക് 7 മണിക്ക് വന്ന വൈകുന്നേരം 5 മണി വരെ ആയിട്ടും 6 മണി ആയിട്ടും ക്ഷീണമില്ല, അൾസറില്ല, കൊളസ്ട്രോൾ ഇല്ല, ഇതൊന്നും ജീവിക്കാൻ പറ്റുമെന്നത് വ്യക്തികൾ പഠിച്ചു നോക്കിയതാണ്. അപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഈ ഗ്യാസ്ട്രൈറ്റിസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിച്ചാല് ഇപ്പോ പിന്നെ ഗിർലിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ദഹിക്കുള്ളൂ. അത് ഇപ്പം നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ മലയാള വെള്ളം ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാർ അതുവരെ അടിച്ചു പൊളിച്ച് എല്ലാ ആൾക്കാർക്ക് ആ സമയത്ത് ഭയങ്കര നിയന്ത്രണം. മദ്യപിക്കുന്നവർക്ക് മദ്യപിക്കൂല, അഞ്ചാവിക്കൂല അങ്ങനെ. ഈ വ്രതം എടുക്കുന്ന ഏകാദശി, ഷഷ്ടി, ഒരിക്കലൊക്കെ കുറെ വ്രതങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇത് മറന്നുപോയി. ഇതൊക്കെയാണ് നമ്മുടെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് വിത്ത് ഫുഡ് പ്ലേറ്റ് എന്ന രൂപത്തിലാണ് നമ്മൾ ഇതാക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിത് ഡയബറ്റിക് ഡയറ്റ് എന്ന് പറഞ്ഞൊരു ഡയറ്റ് നമ്മൾ പേഷ്യന്റിന് കൊടുക്കുന്നത്. ഇതിന്റെ എല്ലാ സാധനവും ഉണ്ട്. അപ്പൊ നിങ്ങൾ ചോദിച്ചത് മനസ്സിലാവില്ല, ഗ്യാസോ അസിഡിറ്റിയോ ഗ്യാസ്ട്രൈറ്റിസോ ഒന്നും വരില്ല എന്ന്. പിന്നെ അതൊക്കെ നമ്മൾ വിദ്യാധാരണകളാണ്. അപ്പൊ എന്തുകൊണ്ടാണ് വിദ്യാധാരണ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചാണ് നമ്മുടെ ഇൻസുലിൻ പ്രൊഡ്യൂസ്, ഗ്ലൂക്കോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഹോർമോൺസ് വർക്ക് ചെയ്യുന്നത് ഒക്കെ അതാണ്. അപ്പൊ അതിനൊരു ഇപ്പൊ രാത്രിയൊക്കെ ഭക്ഷണം കഴിക്കുന്നതിനുള്ള സർക്കാരിന് ഇതുണ്ട്. പകല് അങ്ങനെ വരുമ്പോൾ ശരീരത്തിലുണ്ട്, ബയോളജിക്കൽ ടൈം ഉണ്ട്. അതിന് നമ്മൾ മനസ്സ് കൊടുക്കാത്തതുകൊണ്ടും ശ്രദ്ധിക്കാത്തതുകൊണ്ടുമാണ് ഈ പ്രശ്നം വരുന്നത്. ഈ സൂപ്പ് രൂപത്തിലാണ് ആയുർവേദത്തിൽ മാംസം പറയുന്നത്. അതും യൂഷം എന്നാണ് അതിന് പറയാം ആയുർവേദത്തില്. അപ്പൊ പ്രത്യേകിച്ചും ഈ ചികിത്സ കഴിഞ്ഞാൽ ശരീരത്തിന് ഒരു ക്ഷീണാവസ്ഥയുണ്ടാവും. അതിനെ വീണ്ടും ഉത്തേജിപ്പിക്കാൻ കൂടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ മാംസാഹാര ആഹാരങ്ങൾ പറയുന്നത്. നമ്മൾ സാധാരണ എല്ലാ ദിവസവും മാംസാഹാരം കഴിക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. അങ്ങനെ തെറ്റിദ്ധരിക്കരുതെന്ന് വെച്ചിട്ട് കൂടിയിട്ടാണ് പറയുന്നത്. മാത്രമല്ല അതുപോലെ പറഞ്ഞ ഈ കോമ്പിനേഷൻ അതാണ് ഈ ആയുർവേദം കഴിക്കുമ്പോൾ, ഈ ഭക്ഷണം കഴിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാല് അത് ചേരുവകളും അതിന്റെ നിർമ്മിതിയും ആ രൂപത്തിലാണ് ഈ പറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങൾ വരുന്നതാണ്. അതായത് ഈ ഇപ്പോഴത്തെ മെറ്റീരിയലല്ല പ്രശ്നം, അത് കഴിക്കുന്ന രൂപം, അത് ഉണ്ടാക്കുന്ന രൂപം. ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതിയേ അല്ല ഈ പറഞ്ഞിരിക്കുന്നത് സാധനങ്ങൾ പറഞ്ഞിരിക്കുന്നതും. മാത്രമല്ല ഇന്ന് കഴിക്കുന്ന മാംസഭക്ഷണമല്ല ഇതിലും മറ്റൊക്കെ കുറേ വിവരങ്ങൾ പറഞ്ഞിരിക്കുന്നു. ആ രൂപത്തിൽ അതുകൊണ്ട് മനസ്സിലാക്കണം. വേറൊരു കൂടി പറയണ്ട, ഈ അന്ന് ഉള്ള മനുഷ്യന്മാര് അധ്വാനിക്കുകയോ അല്ലെങ്കിൽ അന്ന് വ്യായാമം ചെയ്യുകയോ ഇല്ലാത്തത് അന്ന് അതിന്റെ മുകളിൽ കഴിക്കരുത്. എപ്പോഴും കിട്ടിയത് കഴിക്കാൻ പറ്റുള്ളൂ. ഇന്ന് നേരെ തിരിച്ചാണ്. ഒരു അധ്വാനം ഇല്ലാത്തവരാണ് ഇതിനെ കഴിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കേരളീയ സദ്യ വളരെ കൊട്ടിക്കോശിച്ച് നമ്മളൊക്കെ പറഞ്ഞ കേരളീയ സദ്യ ഇത് പാടില്ല എന്നാണ് പറഞ്ഞത്. കാരണം ഒരു അധ്വാനം ഇല്ലാതെ കലോറിയിലേക്ക് തീരെ ആവശ്യമില്ലാത്ത ആൾക്കാർ ഇതിങ്ങനെ വെട്ടി വെഴുകിയിട്ട് വരുന്ന രൂപത്തിലുള്ള കലോറി ഇൻടേക്കിലാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഓരോ ചോദ്യങ്ങളുടെ മറുപടി. സ്വാതന്ത്ര്യത്തിന് മുമ്പ് നമ്മുടെ ആയുസിന്റെ റേഷ്യോ 35.5 ആണ്. അന്ന് അടുക്കള അടുക്കള കരി പിടിച്ച അടുക്കളയിൽ നിന്നുള്ള ഭക്ഷണം കഴിച്ചവർ 35.5. ഇപ്പോൾ 1000 മനുഷ്യരും 50 തന്നെ നമ്മൾ 40 എത്തി. ഇപ്പോൾ 70 ഇപ്പോൾ വയോധികർ എന്ന് പറയുന്ന റേറ്റ് തന്നെ മാറ്റേണ്ട സാഹചര്യം നോക്കിയാൽ കാണാം. അപ്പോൾ അതെന്തുകൊണ്ടാണ് ആ വ്യത്യാസം? നമ്മൾ പഴയ കാലത്ത് എല്ലാം ഉപയോഗിച്ചൊരു കാലഘട്ടത്തിൽ വരേണ്യ വർഗം ചിലപ്പോൾ കളിക്കുന്നുണ്ടാവും. ഞാൻ എൻ്റെ ഒരു ആയുർവേദ ഫാമിലി ജനിച്ചതാണ്. എൻ്റെ അമ്മൂമ്മയുടെ അമ്മേനെ ഞാൻ കണ്ടിട്ടുണ്ട്. അറിയുന്നതാണ് 117 വയസ്സിലാണ് മരിച്ചത്. അപ്പോൾ
അപ്പോൾ അതിനുശേഷം പിന്നെ അത് 96 ആയി പറഞ്ഞ് 80-88 മാറിയിട്ടുണ്ട്. ഞാൻ 50 കൊല്ലം കൊണ്ട് നിൽക്കുന്ന എനിക്കറിയില്ല, എന്നാലും ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ മാംസത്തിൻ്റെ പറയുമ്പോൾ മാംസത്തിന് മാത്രമേ പറയുള്ളൂ. വളർത്തുന്ന കോഴിയെ മാത്രമേ, വളർത്താൻ കഴിവുള്ള കോഴിയെ മാത്രമേ ഇറക്കാൻ പാടുള്ളൂ എന്ന് ആയുർവേദ വിശ്വാസം. അതുപോലെ തന്നെ പോത്തിനെ ഇറക്കുന്നതിന് പോത്തന്നെയാണ്. ഇപ്പം ആയുർവേദ അദ്ദേഹം ചോദിച്ചു വെജിറ്റേറിയൻ ആണെന്നുള്ള സൗകര്യം പൊതുവെ ഉണ്ട്. രാജമാംസ രസായനം പോത്തിന് ദ്രാവകവും ഒക്കെ ആയുർവേദത്തിന്റെ സൃഷ്ടികളാണ്. ഈ കേവലം ആഹാരവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, നമ്മുടെ ബാല്യകാല മരണങ്ങൾ അന്നത്തെ കാലത്ത് വളരെ അധികമായിരുന്നു. കാരണം ആഹാരം ഇതിന്റെ ഒരു ഭാഗം മാത്രം, വലിയൊരു സാമൂഹ്യ വശമുണ്ട്. ഒരു 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 ഇത് കൂടുന്നതാണ്. ആയുർവേദം എപ്പോഴും പറയുന്നത് ശതായു ആവാനാണ്. അതായത് ജീവേമ ശരദശതം പശ്യേമ ശരദശതം, ഇതാണ് നമ്മുടെ, അതായത് 100 വർഷം ലോഞ്ചിവിറ്റി എന്ന് പറയുന്നത് ആയുർവേദത്തിൽ 100 തന്നെയാണ്. 100 ബേസ് ആയിട്ട് പറയുന്നത്. പക്ഷെ അന്നത്തെ കാലത്ത് ഉള്ള ഇപ്പൊ പ്രസവ ശുശ്രൂഷ രംഗത്ത് സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങൾ അന്നത്തെ അത് ഇതിനെ വളരെ ഇതുണ്ട്. ഇൻഫന്റൈൽ ഹെൽത്ത് അത് നമ്മുടെ ഇതിന് വലിയ രീതിയിൽ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ചെറുപ്പകാലത്തെ ന്യൂട്രീഷണൽ ആസ്പെക്ട് അത് കൂടിയിട്ടുണ്ട്. അത് കേവലം ഈ ഭക്ഷണത്തിന്റെ ഈ അടുക്കളയുടെ ഒരു കാര്യം പറഞ്ഞ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, അടുക്കളയിൽ ഇന്ന് ഒരുപക്ഷെ ഒരു ജീവിത സാഹചര്യം കൊണ്ട്, ഞാൻ നേരത്തെ ഫ്രിഡ്ജിന്റെ കാര്യം പറഞ്ഞതാ, ജീവിത സാഹചര്യം കൊണ്ട് ഒരു വളരെ ജോലി എടുക്കുന്ന ആൾക്കാർ ചിലപ്പോൾ 1-2 കാര്യങ്ങൾ ഇതിൽ സൂക്ഷിച്ചു വെക്കുന്ന, അത് ഒരു ജോലിയും ഇല്ലാതെ സീരിയൽ കാണുന്ന വീട്ടമ്മമാരും ഇത് അരി അരച്ചിട്ട് 5 ദിവസം 7 ദിവസം ഇത് ഫെർമെന്റഡ് ആവുക. നമ്മള് ഇഡലിയും ദോശയും കഴിക്കുന്നവരാ കേരളീയര്. അപ്പൊ ഈ ഫെർമെന്റഡ് ആയ ഈ സാധനം പുനഃസ്തബ്ധം വിക്ഷോഭം എന്ന് ആയുർവേദത്തിൽ പറയാം. വീണ്ടും വീണ്ടും ചൂടാക്കി കഴിച്ചാല് ഇതിന്റെ ടോക്സിറ്റി ഇങ്ങനെ വർദ്ധിച്ചു വരും ഇതിന്റെ. അപ്പൊ ഇത്തരം ശീലങ്ങൾ, ഹാബിറ്റ്, ഈ ആരോഗ്യ ശീലങ്ങളെ കുറിച്ച് നമ്മൾ ആരോഗ്യത്തിന്റെ ദ്രവ്യങ്ങളുടെ ഗുണങ്ങൾ മാത്രമല്ല ഇതിന്റെ ശീലങ്ങളെ കുറിച്ച് വളരെയധികം പഠിക്കാറുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഭോജന വിധിയുണ്ട്. എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്? നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ മിക്കവാറും ഇപ്പോ ഡൈനിങ് റൂമിൽ നിന്നല്ല ഭക്ഷണം കഴിക്കുന്നത്. മിക്കവാറും നമ്മുടെ ഗസ്റ്റ് ഇതിലെ ടിവിക്ക് മുന്നിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക. ഇത് നമ്മുടെ ഇതിന്റെ പിന്നെ എഫക്റ്റില് വലിയ വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഔഷധ ഭോജന വിധി. അപ്പൊ ആയുർവേദത്തിൽ ഭോജന വിധികളെ കുറിച്ച് പറയുന്നുണ്ട്. മറ്റൊന്ന് കുക്കിംഗ് വെസലുകളെ കുറിച്ച് പറയുന്നുണ്ട്. നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചത് അതാണ്. നമ്മള് ഒരു ഔഷധം ഉണ്ടാക്കുമ്പോൾ അതിലെ ഇൻഗ്രീഡിയന്റ് പറങ്ങി മാറ്റി കുരുമുളക് ഉണ്ടാക്കുമ്പോ, അല്ലെങ്കിൽ ഒരു പിന്നെ മുളക് മാറ്റി മറ്റൊരു ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന എഫക്ട് എന്താണെന്ന് പഠിച്ച പോലെ, കലച്ചട്ടിയിൽ പാകം ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, ഓട്ടുരുളിയിൽ പാകം ചെയ്യേണ്ടത് എന്തൊക്കെയാണ്. നമ്മുടെ ഇപ്പൊ നമ്മളെല്ലാം എന്താണ്, നോൺ സ്റ്റിക്ക് തവ. ഈ നോൺ സ്റ്റിക്ക് തവയുടെ മേലെയുള്ള ഈ കെമിക്കൽ കോട്ടിങ് പോകുന്നത് നമ്മൾ അറിയാറില്ല. എന്നിട്ട് നമ്മൾ പാത്രം കഴുകുന്ന സാധനങ്ങൾ എന്താണ്, നമ്മൾ ഡിഷ് വാഷിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളെ കുറിച്ച് ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇതൊക്കെ നമ്മുടെ അടുക്കളയിൽ നടക്കുന്ന എന്തൊക്കെ പാത്രങ്ങൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ കാലത്ത് കൂടുതലായി കാണുന്ന ഓട്ടിസം പോലത്തെ രോഗങ്ങൾക്ക് കാരണമായിട്ട് പറയുന്നത് ഈ അലൂമിനിയം പാത്രത്തിലൊക്കെയുള്ള ചില കുക്കിങ്ങിന്റെ രീതികളാണ്. അപ്പൊ നമ്മൾ അടുക്കളയെ പഠിപ്പിക്കേണ്ടത് നല്ല വെജിറ്റബിൾസ് സെലക്ട് ചെയ്യാനോ ഇതോ മാത്രമല്ല, ഏത് സമയത്ത് ഭക്ഷണം വെക്കാൻ പറ്റും. ഈ അഗ്നി, അതുകൊണ്ടാണ് പഴയ കാലത്ത് മരുന്നുകൾ ഉണ്ടാക്കുമ്പോ ഏത് വിറകാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞിരുന്നു. കാരണം ഓരോ വിറകിന്റെയും തെർമൽ കണ്ടക്ടിവിറ്റിയിൽ വ്യത്യാസമുണ്ട്. അതിനനുസരിച്ച് ഇതിന്റെ പാകത്തിൽ ട്രാൻസ്ഫോർമേഷൻ, ഒരു കെമിക്കൽ ചേഞ്ച് വരുന്നതിന് മാറ്റം വരുന്നുണ്ട്. അഗ്നിക്ക് 7 നാവുകളാണെന്ന് പഴയകാല വേദങ്ങളിൽ പറയുന്നുണ്ട്. അതിനനുസരിച്ചാണ് ഈ മരുന്നുകളുടെ മണിക്കൂറാണെന്നുള്ളത് അത് നിങ്ങളുടെ ശരീരത്തിന്റെ ആവശ്യത്തിന് അനുസരിച്ചിട്ടാണ് ആ സമയത്ത് എണീക്കുക എന്നുള്ള രീതിയിൽ നല്ല ഉറക്കന് നിഷ്ഠ. അല്ലാതെ ഇതിന് മണിക്കൂർ വെച്ചിട്ട് നേരത്തെ ആഹാരത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക എന്നതുപോലെ തന്നെ ഉറക്കനും അങ്ങനെ തത്വമില്ലേ എന്നാണ് എന്റെ ചോദ്യം. ആധികാരിക ഗ്രന്ഥങ്ങൾ പറയുന്നത്. അപ്പോ ഇതിൽ പറയുന്നത് ആദ്യത്തെ സെന്റൻസിനെ പറയുന്നത് ഡോക്ടർ തോമസ് ആൽവ എഡിസൺ, ഉറക്കക്കുറവിന്റെ പേര് കേട്ട ഒരു മഹാശാസ്ത്രജ്ഞനുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം തോമസ് ആൽവ എഡിസൺ. വൈദ്യുത ബൾബ് ഉൾപ്പെടെ 1000 കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് ലോകത്തെ അനുഗ്രഹിച്ച ആ പ്രതിഭാശാലി ദിവസവും 20 മണിക്കൂറിലേറെയായിരുന്നു ജോലി ചെയ്തിരുന്നത്. അത്രയും ഉറങ്ങിയിരുന്നതല്ല പറയുന്നത്. അതിൽ മാസങ്ങളോളം ഉറങ്ങാത്ത ദിവസങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇപ്പോഴും ഊർജ്ജസ്വലനായിട്ട് ഓടിച്ചാടി നടക്കുന്നത്. ഈ ഉറക്കത്തിനൊന്നും കുഴപ്പമുണ്ടെങ്കിൽ, ഈ ഉറങ്ങിയിട്ടെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കൂടെ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ
ആശങ്കാകുലനാക്കിയിട്ട് സംശയങ്ങൾ ഉണ്ടാക്കിയിട്ട് ഉറക്കത്തിന്റെ കാര്യത്തിൽ, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ. ഞാനൊരു കാര്യം പറയാം, ഞാൻ 7 മണിക്ക് ഉറങ്ങിയിട്ട് 8 മണിക്ക് ഉറങ്ങിയിട്ട് 1:30 മണിക്ക് എണീക്കുന്ന മനുഷ്യനാണ് ഞാൻ. എന്റെ ടൈം ഉറങ്ങുന്നത് 8 മണി, ഉറങ്ങുന്നത് 1:30 മണിയാണ്. എന്നിട്ട് ഇങ്ങനെ ഈ ചപ്പ് ചവറുകളെ നോക്കലും ഇതാക്കലും പഠിക്കുന്നതിന് സമയം. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോ ഞാൻ ചെയ്തവരും ചെയ്യണമെന്നല്ല, പക്ഷെ ഈ ഉറക്കത്തിനൊക്കെ ഈ പറഞ്ഞ ആവശ്യം ഉണ്ടെങ്കിൽ ആവശ്യമുള്ള സമയത്ത് ഉറങ്ങുക. ആവശ്യം ഇല്ലാത്ത 60-70 വയസ്സൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ ഉറക്കത്തിന്റെ പ്രശ്നമൊക്കെ 10 വയസ്സമാർക്ക് വന്നാൽ പറയും, ഇനി നിങ്ങൾ ഉറങ്ങാൻ പാടില്ല, കുറെ ഉറങ്ങി കഴിഞ്ഞില്ലേ, ഇപ്പം ഈ കടലും മനുഷ്യരൊക്കെ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പരിചയമൊക്കെ നിന്നാൽ മതി എന്നാ പറയാം. പക്ഷെ ശരിക്കും പറയാം, ശാസ്ത്രീയമായിട്ട് ഇതിൽ പോലും പറയുന്നത്, പണ്ടൊക്കെ നമ്മൾ പറയുന്നത് മിനിമം 6 മണിക്കൂർ ഉറങ്ങണമെന്നാണ്. കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ഒരു മിനിമം 6 മണിക്കൂർ ഉറങ്ങണം, 9 മണിക്കൂർ കൂടുതൽ ഉറങ്ങാൻ പാടില്ല. ഇപ്പൊ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ, 7 മണിക്കൂർ ഉറങ്ങണം, ചിലർ പറഞ്ഞു 8 മണിക്കൂർ ഉറങ്ങണം, പിന്നെ ചിലർ പറയുന്നത് 9 മണിക്കൂർ ഉറങ്ങണം. ഇങ്ങനെ മന്യന്മാരാക്കി വരുത്തുക, ഇങ്ങനെ തീറ്റയിൽ ഇങ്ങനെ നമ്മുടെ മന്യന്മാരാക്കുക, എന്നിട്ട് രോഗികളാക്കുക എന്നുള്ളതാണ് പ്രശ്നം. അത് ഓരോന്നും ശാസ്ത്രീയമായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇതിപ്പോ എല്ലാവരും പറഞ്ഞ കാര്യം കൊണ്ടാണ് ഇതേപോലെ തന്നെയാണ് ഈ വെള്ളം കുടിയുടെ കാര്യം. അത് വെള്ളം കുടി ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് പറയാം. അപ്പൊ ദിനചര്യയില് ഈ ഉറക്ക് അത് ഓരോ പ്രകൃതിക്ക് ഓരോ പോലെയാണ്. നമുക്ക് 3 ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ, വാത, ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ, പിത്ത, കഫ, അതിനനുസരിച്ച് ഇതിൽ വ്യത്യാസമുണ്ട്. ഇത് ദിനചര്യയുടെ ആസ്പെക്ടിൽ ഉറക്കിന്റെ ക്രൈറ്റീരിയ. ഇതുപോലെ തന്നെ സീസണൽ ചേഞ്ച് വരുമ്പോൾ നമുക്ക് ചില സീസണിൽ കൂടുതൽ ഉറങ്ങാൻ തോന്നും. ഇതൊക്കെ ഈ ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ, ആയുർവേദ ബയോളജി എന്ന് പറഞ്ഞിട്ട് വലിയൊരു സിസ്റ്റം ഉണ്ട്. ഇപ്പൊ സിസ്റ്റം ബയോളജി എന്നാണ് ഇപ്പൊ പറയുന്നത്. കുറെ ചേഞ്ചുകൾ വരുന്നുണ്ട്. ഇപ്പൊ മെഡിക്കൽ സയൻസിൽ ഫങ്ഷണൽ മെഡിസിൻ ആണ് ഇപ്പൊ കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ ഈ സിസ്റ്റം ബയോളജിയുടെ ഒക്കെ ഒരു കാലത്ത് ആയുർവേദ ബയോളജി ഇത് പറയുമ്പോൾ ഈ സീസണലായിട്ടൊക്കെ ഉണ്ടാവുന്ന ചേഞ്ചിനനുസരിച്ച് ഓരോ ബോഡി കോൺസ്റ്റിറ്റ്യൂഷനും, ഇതിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പഠിച്ചത് ഡോക്ടർ MS വല്യത്താൻ എന്ന് പറയുന്ന മഹാനായ നമ്മുടെ കേരളത്തിന്റെ ഒരു പുത്രനായിട്ടുള്ള മാഹി മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ് അദ്ദേഹം. ഇവിടെ കേരളത്തിൽ ഒരു ഹൃദയ വാൽവ് സ്വയം ഉണ്ടാക്കിയ ആ മനുഷ്യൻ 40-50 കൊല്ലത്തിന് ശേഷം പൂർണ്ണമായും അദ്ദേഹത്തിന്റെ പ്രാക്ടീസ് നിർത്തി ആയുർവേദം പഠിക്കുകയുണ്ടായത്. ആയുർവേദം ചരക സുശ്രുത വാഗ്പട സംഹിതകൾ പഠിക്കുക മാത്രമല്ല, അദ്ദേഹം ദ ലെഗസി ഓഫ് ചരക, ലെഗസി ഓഫ് സുശ്രുത, ലെഗസി ഓഫ് വാഗ്പട എന്ന് പറഞ്ഞ് 3 ഗ്രന്ഥങ്ങൾ അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തു. അപ്പൊ അവിടെ എന്താ വെച്ചാൽ ഈ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഈ സിസ്റ്റം ബയോളജിയുടെ ഭാഗമായി നമ്മൾ ആയുർവേദത്തിൽ ഇത് പഠിക്കുമ്പോൾ ഈ ഉറക്കിനെ കുറിച്ച് ദിനചര്യയുള്ള കൺസെപ്റ്റ് അതിന്റെ ബോഡി കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. സീസണലായിട്ട് ഈ ഓരോ ബോഡി കോൺസ്റ്റിറ്റ്യൂഷനും വരുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ പറയുന്ന ഡൈജസ്റ്റീവ് മെറ്റബോളിസം എപ്പോഴും ഇൻടാക്ട് ആയി നിൽക്കുന്ന തരത്തിലായിരിക്കണം നമ്മുടെ ഫുഡ് ഹാബിറ്റ്സും നമ്മുടെ സ്ലീപ്പ് ഹാബിറ്റ്സും. ഇതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട. പിന്നെ ഞങ്ങളിപ്പോ ആധുനികമായ രീതിയിൽ പിറ്റ്സ്ബർഗ് ക്വാളിറ്റി അനാലിസിസ് മെത്തേഡ് അങ്ങനത്തെ ഒക്കെ ടൂളുകൾ അവൈലബിൾ ആണ്. ഇത് വെച്ചുകൊണ്ട് ഒരു മനുഷ്യന്റെ സ്ലീപ്പിന്റെ ക്വാളിറ്റി നമുക്ക് അളക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നിങ്ങളുടെ സ്ലീപ്പിന്റെ ക്വാളിറ്റി ആ സ്കോർ കിട്ടും. ആ സ്കോർ ഞങ്ങൾ മരുന്ന് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ചില യോഗ പ്രാക്ടീസ് പറയുന്നു. അതിനുശേഷം ഞങ്ങൾ അഗൈൻ വി വിൽ അസസ് ദ സെയിം പേഷ്യന്റ്. അപ്പൊ ആ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നുണ്ടോ, സ്ലീപ്പിന്റെ ക്വാളിറ്റി. ഇന്ന ടൂളുകൾ ഉണ്ട്, നമുക്ക് ടൂളുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ ഈ ആയുർവേദത്തിന്റെ ഇത്തരം പൗരാണികമായ അറിവുകളെയും ആധുനികമായ ഈ സംവിധാനത്തെയും ഒക്കെ യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ അതിന്റെ കൺസെപ്റ്റുകളാണ്, തത്വങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് തത്വത്തിന്റെ ഉള്ളിലെ പൊരുളാണ് മനസ്സിലാക്കേണ്ടത്. കേവലം വളരെ സൂപ്പർഫിഷ്യലായ ബിറ്റ് ഓഫ് നോളജ് കൊണ്ട് നമ്മൾ തർക്കിച്ച് നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുത്തരുത് എന്നുള്ളതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാൻ. വൈകുന്നേരം ലഘുവായിട്ട് ഭക്ഷണം കഴിക്കുക, നേരത്തെ കിടക്കുക, നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത്. സായം മുക്ത ലഘുഗീതം. ലഘുവായിട്ട് ഭക്ഷണം കഴിച്ച് അതായത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ ഭക്ഷണം കഴിക്കണം എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത് ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണരാനാണ് പറയുന്നത്. ഉറക്കം പകല് അരുതെന്ന് പറയുന്നുണ്ട്. പകലുറക്കം അത് ചില പ്രത്യേക അസുഖ കണ്ടീഷനിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമാണ് പകലുറക്കം പറഞ്ഞിട്ടുള്ളത്. അതേപോലെ ഉറക്കത്തിന് ഒരുപാട് ഗുണങ്ങൾ പറയുന്നുണ്ട്. നിദ്രായത്വം സുഖം ദുഃഖം പുഷ്ടി കാർഷ്യ ബല അബലം വൃഷത ക്ലീപത ജ്ഞാനം അജ്ഞാനം ജീവിതം നച. അതായത് ഇത് ഞാൻ ഓരോ വാക്കടവിട്ട് പറയുന്നതും ഉറക്കത്തിന് ഗുണം ദോഷം, ഗുണം ദോഷം ഇങ്ങനെയാണ് പറയുന്നത്. നിദ്ര കൊണ്ട് സുഖം, നിദ്രയില്ലെങ്കിൽ ദുഃഖം. നിദ്രായത്വം സുഖം ദുഃഖം പുഷ്ടി, ശരീര പുഷ്ടി ഉണ്ടാവും. അല്ലെങ്കിൽ കാർഷ്യം, കാർഷ്യം എന്ന് പറഞ്ഞാൽ മെലിച്ചലുണ്ടാവും. പുഷ്ടി കാർഷ്യ ബല അബലം, നിദ്ര ശരിക്കുണ്ടെങ്കിൽ ബലമുണ്ടാകും, അല്ലെങ്കിൽ അബലം. വൃഷത, നമുക്ക് നല്ല പിന്നെ സെക്ഷൽ ആയിട്ടുള്ള ക്ലീബത അല്ലെങ്കിൽ ഇമ്പോർട്ടൻസി ഉണ്ടാവും. ജ്ഞാനം, നിദ്ര ശരിക്കുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിശക്തി ഓർമ്മശക്തി അറിവുണ്ടാവും. അജ്ഞാനം,
നിദ്ര ഉണ്ടെങ്കിലേ ജീവിതം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ജീവിതം എന്നാണ് പറയുന്നത്. അപ്പൊ ഒരുപാട് പ്രാധാന്യം നിദ്രക്ക് കഴിഞ്ഞു. പക്ഷെ ഡീപ് സ്ലീപ്പ് എന്ന് പറയുന്നത് നമ്മൾ ശരിയായിട്ട് ഉറക്കം കുറെ നേരം കിടന്നുകൊണ്ട് കഴിഞ്ഞാൽ ആ ഉറങ്ങുന്നത് കൃത്യമാവണം എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ പ്രാക്ടീസിലേക്കൂടെയാണ്. നമ്മൾ നാളെ തന്നെ പോയിട്ട് എനിക്ക് ഇനി ഇത്രയും ഉറങ്ങണ്ടെന്നല്ല, നമ്മൾ പതുക്കെ ഇപ്പൊ നമ്മൾ 10 മണിക്കൂർ ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ ഒറ്റയടിക്ക് നമ്മൾ 5 മണിക്കൂറിലേക്ക് കൊണ്ടുവരരുത്. അത് മെല്ലെ മെല്ലെ പിന്നെ ശീലിച്ചു കൊണ്ടുവരിക. നേരെ മറിച്ച് നമ്മൾ ഉറക്കം കുറച്ചേ ഉള്ളെങ്കിൽ അത് ഡീപ് സ്ലീപ്പ് ആണെങ്കിൽ അത് പര്യാപ്തമാകും തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ട്, നേരത്തെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഉറക്കവും പിന്നെ വിശ്രമത്തിന്റെ മെയിനായിട്ട് കാര്യം തന്നെയാണ് ഈ ആയുർവേദത്തിൽ പറയുന്നത്. അതിനെ ഇല്ലാതാക്കാൻ എന്താ പറയുന്നത്. അതേസമയത്ത് ഡോക്ടർ പറഞ്ഞതുപോലെ ഇതൊക്കെ ഒരു കൃത്യനിഷ്ഠയിൽ നമ്മളൊരു ക്രമമായിട്ട് നമ്മൾ ചിട്ടപ്പെടുത്തി കൊണ്ടുവരുവാണെങ്കിൽ നമ്മുടെ ഇന്ന് കാണുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റുമെന്നും ആയുർവേദം തന്നെ പറയുന്നു. അടുത്ത ചെറിയൊരു കാര്യം, എൻ്റെ അനുഭവത്തിൻ്റെ കാര്യം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഞാൻ ഈ ആരോഗ്യ അല്ലെങ്കിൽ ഭക്ഷണത്തിനൊക്കെ ക്ലാസ്സുകളിലൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. ക്യാൻസർ അല്ല, എന്ത് പറയുമ്പോൾ നല്ല ഭക്ഷണം കഴിഞ്ഞാൽ ഒരു ക്യാൻസർ എന്നൊരു പദത്തിലൂടെ അത് അവസാനിപ്പിക്കുന്നത്. ഇപ്പം ഓട്ടിസത്തെ കുറിച്ച് പക്ഷെ ഞാൻ ഒരു ഹെൽത്തി ഫുഡെന്നുള്ള ആശയം കുറച്ച് 5-6 മാസമായിട്ട് ഈ തീച്ചാമടികളെ കാണില്ല മേലേജിലേക്ക് അങ്ങനെ എടുത്തിച്ചാകും. അപ്പോൾ പരാജയപ്പെടും, പരിഹസിക്കും എന്ന് ഉറപ്പിച്ചതിന് ശേഷം എടുത്ത് ചാടുകയാണ്. അതിന്റെ സാമ്പത്തിക തുറന്നുള്ള വിഷയം. ഞാനത് ചെയ്യാനുള്ളൊരു കാര്യം ഈ ഒരു സന്ദർഭത്തിൽ അത് പറഞ്ഞിട്ടില്ല എങ്കിൽ വലിയൊരു അപരാധമാണല്ലോ ബോധമുണ്ടാണ്. ഈ ക്യാൻസറോ അതല്ലെങ്കിൽ അസുഖങ്ങൾ, രോഗങ്ങൾ, അല്ലെങ്കിൽ ഇതൊന്നും അല്ലാത്ത വലിയൊരു വിഷയം നമ്മളെ കുടുംബങ്ങളിലേക്ക് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടാണ്. ഞങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് ഒരു 6 പേര്, ഞാനത്ര ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. ചില വിഷയങ്ങളെല്ലാം ചാടി പുറത്തേക്ക് വരും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാത്രി 9 മണി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പോകും. 3 മണിയാകുമ്പോൾ തിരിച്ചു വരും. ആരെ കൂടെയാണ് പോകുന്നത് വീട്ടിൽ അവർ പറയുക. നമ്മളെ കുട്ടികളല്ലേ 10 മണി കഴിഞ്ഞ് പോകുന്നവര് ഞാൻ ആരെ കൂടെയാണ് പോകുന്നത്, തിരിച്ചു വരുന്നത് എപ്പോഴാണ്? നമ്മളങ്ങനെ രാത്രി മാത്രം അടക്കും. ഇപ്പം അങ്ങനല്ല, രാത്രി തുറന്നു. എൻ്റെ മുമ്പിൽ വന്ന 3 പേര് ആദ്യം, പിന്നെ ഒരാൾക്ക് ഒരു മാസം മുമ്പ് വീണ്ടും വന്നിട്ട് ആങ്ങള, പെങ്ങള അല്ലെങ്കിൽ അമ്മയുടെ അനുജത്തി ഒന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പോയിട്ട് ആങ്ങളെയാണോ പെങ്ങളെയാണോ അമ്മേൻ്റെ അനുജത്തിയാണെന്ന് അറിയാത്ത രീതിയിൽ പെരുമാറ്റങ്ങളുണ്ടാവും. അവർ വിദേശത്താണ്. അവർക്ക് പള്ളിയിൽ പോയിട്ടോ അമ്പലത്തിൽ പോയിട്ടോ പൂജാരിമാരോ അല്ലെങ്കിൽ ആരോടോ ഡോക്ടർമാരോടോ ഇത് പറയാൻ പറ്റില്ല. കാരണം 18-19 വയസ്സിലെ കുട്ടികളാണ്. എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെയാണ് എന്ന് അവർക്ക് പറയാൻ പറ്റില്ല. ആ രീതിയിലുള്ള നമ്മൾ ഒരു കാലത്തും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സ്വഭാവ വ്യതിയാനങ്ങൾ നമ്മുടെ കുടുംബം എന്നുള്ള ഒരു അടിത്തറയെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള സ്വഭാവ വിശേഷങ്ങൾ വളർന്നു. അത് ക്യാൻസർ എന്നല്ല, ക്യാൻസർ എന്ന് പറഞ്ഞ വേറൊരു വിഷയമാണ്. അതിനേക്കാളൊക്കെ വളരെ ഭീകരമായിട്ടുള്ള നമ്മുടെ കുടുംബത്തിലേക്ക് അതെല്ലാം കുട്ടികൾ ഞാനത് പരിശോധിച്ചു. 34,000 രൂപയാണ് അച്ഛൻ ഗൾഫിൽ എല്ലാം കുറെ പണിയെടുക്കും. ആ മാസം ഞാൻ 34,000 രൂപയാണ് ആ മാസം. അല്ലെങ്കിൽ ഇയാൾ ലിസ്റ്റിൽ പഠിക്കും ധർമ്മശാലയിൽ ഞാൻ പഠിക്കാൻ പോകില്ലെന്ന് പറയും. ആ പൈസ തന്നില്ലെങ്കിൽ ഞാൻ പഠിക്കാൻ പോകില്ല, അച്ഛൻ പൈസ കൊടുക്കും. അപ്പോ ആയുർവേദ ഞാൻ എൻ്റെ ഫുഡ് അവതരിപ്പിച്ച ആദ്യം കൊടുത്ത എല്ലാ ഡോക്ടർമാർക്കും ആയുർവേദ ആശുപത്രികൾക്കും മാത്രമേ ഞാൻ കൊടുത്തത്. കാരണം പറയാം, ഇന്നും പബ്ലിക്കിൻ്റെ ഇടയിൽ അവരെ ബിസിനസ്സിന് വേണ്ടിയിട്ട് നല്ലത് അല്ല. ഞാനൊരു ബേക്കറിക്ക് കൊടുക്കുന്നില്ല, അദ്ദേഹം ലാഭത്തിന് വേണ്ടി ചിന്തിക്കും. പക്ഷെ ഒരു ആയുർവേദ ഡോക്ടർ പറയുമ്പോൾ അതിനൊരു മൂല്യമുണ്ടെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇനിയൊക്കെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു കുടുംബം എന്നൊക്കെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന അഭിമുഖീകരിക്കണം. ഭക്ഷണത്തെ കൊണ്ട് തന്നെ നമ്മൾ ക്യാൻസറിനായിട്ടുള്ള ഭീകരമായിട്ടുള്ള ഒരു രോഗത്തിന് നമ്മൾ ക്ഷണിച്ചു വരുത്തിക്കഴിഞ്ഞാൽ അത് എൻ്റെ കുടുംബത്തിൽ വരില്ലാന്ന് ഞാൻ തീരുമാനിക്കും. എഴുതി വെച്ചോടൊപ്പം എൻ്റെ കുട്ടികൾ കഴിച്ചാലും എൻ്റെ വീട്ടിലും വരും. നമ്മളങ്ങനെ എൻ്റെ വീട്ടിൽ വരില്ല. അങ്ങനെ എല്ലാ വീട്ടിലും ആരാണോ അതിൻ്റെ പിന്നാലെ പോകുന്നത് അത് തരുന്നത്. അതുകൊണ്ട് എനിക്ക് ആയുർവേദ ഡോക്ടർമാർക്ക് ഏത് ഡോക്ടർമാരോടായാലും ഒരു അതിശക്തമായിട്ടൊരു പ്രതിഷേധം അറിയിക്കാനുണ്ട്. ഇന്നലെ വരെ ഇന്ന് ഞാൻ പറയാം, കാരണം ഇതിൽ സംവിധാനം ഏർപ്പെടുത്തുന്നുണ്ട്. എനിക്ക് അതിശക്തമായിട്ടൊരു പ്രതിഷേധം പറയാനുണ്ട്. കൺസൾട്ടിങ് റൂമിൽ വരുന്ന
പേഷ്യൻസിന്റെ ഡോക്ടർ മാത്രമായിട്ട് നമ്മൾ മാറുന്നുണ്ടെങ്കിൽ അല്ലെ, ഞാൻ ഡോക്ടറാണ്, ആരെ ഡോക്ടറാണ്? എന്റെ മുമ്പിൽ വരുന്ന രോഗി. അതിന് പകരം ഈ കുടുംബങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് അവരെ ബോധവൽക്കരിക്കലൊന്നല്ല, നിങ്ങൾ അവരെ വീടുകളിലേക്ക് ഇന്നുണ്ടാക്കിയ പോലെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കുട്ടിക്ക് കൊടുത്ത് അച്ഛനെ കൊണ്ട് കഴിപ്പിച്ച് അത് ശീലമാക്കി വെക്കുന്നത് ഒരു നിരന്തരമായിട്ടുള്ള പദ്ധതി എന്ന് തുടങ്ങുന്നു. അത് മാത്രമല്ല, അതല്ലെങ്കിൽ ഞാൻ ആ വാക്ക് പോലും പറയാം, പേഷ്യൻസിന് മുമ്പിൽ ഡോക്ടർ അങ്ങനെ അത് മാറും, കാലം ആവശ്യപ്പെടുന്നു. അപ്പൊ അത് വലിയൊരു ദൗത്യത്തിന് നിങ്ങൾ മുതിർന്നു പറഞ്ഞു. ഞാൻ എതിർച്ചയായി നടത്തുന്നല്ല, മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു എതിർച്ചയായി ഞാൻ അറിഞ്ഞിട്ട് വന്നതാണ്. അപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ ക്യാൻസർ ഒന്നല്ല, അതൊക്കെ മാറാൻ പോകുന്നു. അതിനേക്കാളും ഭീകരമായിട്ട് ഈ ഒരു മനോരോഗത്തിനാണ് നിയന്ത്രിക്കാൻ ഒരു യുദ്ധം തന്നെ ഇവിടെ പ്രഖ്യാപിക്കണമെന്ന് വളരെ വളരെ വിനയത്തോടു കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. രാജസിക താമസിക ഭക്ഷണ രീതികൾ, അതായത് ഭക്ഷണത്തെ നമ്മുടെ സ്വഭാവ വ്യതിയാനവുമായിട്ട് വളരെയധികം ബന്ധപ്പെടുത്തി പഠിച്ച ഒരു ശാസ്ത്രശാഖയാണ് ആയത്. അദ്ദേഹം പറഞ്ഞത് ഈ ഭക്ഷണ ശൈലിയിലെ വ്യതിയാനങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന സ്വഭാവ വ്യതിയാനങ്ങളെ കുറിച്ച് കൂടി ചർച്ച ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും ഉൾക്കൊള്ളുന്നു. അതുപോലെ ഇപ്പൊ നമ്മൾ കാണുന്ന ഇതാണ് നമ്മുടെ ഈ ഇലക്ട്രോണിക്, നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ഇതും ഇതേപോലെ ബിഹേവിയറൽ ചേഞ്ച് ഉണ്ടാക്കി കുട്ടികളുടെ സ്വഭാവ വ്യതിയാനങ്ങളിലേക്ക് വരുത്തുന്ന, അതിന് ആയുർവേദം വികാരം എന്നാണ് വിളിക്കാറ്. ഇത് ആഹാരത്തിൽ പറയുമ്പോൾ ഇത് വികാരം എന്നുള്ള രീതിയിലാണ് പറയാറ്. അത് തീർച്ചയായും ഈ സാത്വിക ഭക്ഷണ രീതികളെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം, ഇത് ആയുർവേദത്തിന്റെ സയൻസ് ആണ്, അതിൽ വേറെ ഒന്നുമില്ല, സയൻസാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആർമി ഇതിലൊക്കെ ഉള്ളവർക്ക് എന്തുകൊണ്ടാണ് നമ്മൾ മദ്യം ഉൾപ്പെടെയുള്ള കൊടുക്കുന്നത്? അവർക്ക് കൂടുതൽ വീര്യപ്രധാനമായിട്ടുള്ള അവസ്ഥയാണ് വേണ്ടത്, അവരുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട്. ആയുർവേദം മദ്യം ഉപയോഗിക്കാൻ പറയുന്ന ചില ഘട്ടങ്ങളിൽ അതെങ്ങനെ മദ്യം ഉപയോഗിക്കുക, അത് ചികിത്സക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നുണ്ട്, ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സാത്വിക രാജസിക താമസിക ഭക്ഷണ രീതികൾ അതുകൂടി ചർച്ച ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞ ഞാൻ പൂർണ്ണമായും ഉൾപ്പെടും. നേരത്തെ പറഞ്ഞ പോലെ ഏത് സമയത്തും നമുക്ക് എന്ത് ഭക്ഷണവും അവൈലബിൾ ആണെന്നുള്ള ഒരു സാഹചര്യം കേരളത്തിൽ പ്രത്യേകിച്ച് നമുക്ക് വഴിയോരങ്ങളിലൊക്കെ നമുക്ക് ഈ ഇത്തരം എന്ത് ഭക്ഷണങ്ങളും നമുക്ക് കിട്ടാം. അത് ഇന്നത്തെ ഒരു അത്യാവശ്യമാണോ? അല്ല, അത് നമ്മുടെ ടൂറിസം മേഖലയിൽ അടക്കം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പൊതു എന്നുള്ള രീതിയിൽ അത് നമുക്ക് ദോഷം ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അത്യാവശ്യമാണോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഇപ്പോഴുള്ള ഒരു കൺസെപ്റ്റ് രണ്ടു തരം ഭക്ഷണം, ഒന്ന് ടേസ്റ്റി ഫുഡും ഒന്ന് വെജിറ്റേറിയൻ ഫുഡും എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ നമ്മളിപ്പോ ഈ ടൂറിസം രംഗത്ത് ഒരുപാട് ഫങ്ഷൻസും ഒക്കെ ഈവൻ നമ്മുടെ നോർത്ത് മലബാർ ടൂറിസം ഓർഗനൈസേഷന്റെ അടക്കമുള്ള കൂടിച്ചേരലുകളിലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഈ ഫുഡുകൾ കൊടുക്കുമ്പോൾ അധികം നമ്മുടെ നോൺ വെജ് അല്ലെങ്കിൽ ഈ ഫാസ്റ്റ് ഫുഡ് കൺസെപ്റ്റാണ് നമ്മളടക്കം ഫോളോ ചെയ്യാറ്. അതൊക്കെ ഉള്ളിലൊരു തിരിച്ചറിവ് ഉണ്ടാക്കിയ ഒരു സെഷനാണ്. അതുകൊണ്ട് തന്നെയാണ് നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിനെയും AHMEയും ഇത് എങ്ങനെ പ്രശംസിച്ചാൽ മതിയാവും എന്ന് തോന്നില്ല. ഈ സെഷൻ, ഈ കഴിഞ്ഞ ഈ മൂന്നാമത്തെ സെഷനിൽ ഇരിക്കുമ്പോഴേ എനിക്ക് തോന്നുന്നത്, ഇവിടെ ഞാനിപ്പോ പല സെമിനാറുകളിൽ ഈ റോള് പങ്കെടുത്തിട്ടുണ്ട്. അത് പല രീതിയിലുള്ള ഹാൻഡ്ലൂം ഇൻഡസ്ട്രിയെ കുറിച്ചിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ടാക്സേഷനെ കുറിച്ചിട്ടായിരിക്കാം, അങ്ങനെ വിവിധ ടൂറിസത്തെ കുറിച്ചായിരിക്കാം. ഇതിലൊന്നും തന്നെ നമ്മൾ ഒരു സെമിനാറിൽ സംസാരിച്ച രൂപം മാത്രമാണ് നടക്കുന്നത്. ഇവിടെ സംസാരിച്ച് ആഹാരത്തെ കുറിച്ച്, ആയുഷാഹാരത്തെ കുറിച്ചിട്ട് ഇവിടെ ആയുർവേദ വിദഗ്ധരൊന്നും സംസാരിക്കുകയല്ല ചെയ്തത്. അവരെങ്ങനെ ഈ ഭക്ഷണം ഉണ്ടാക്കാം എന്ന് നിങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുകയും ആ ഉണ്ടാക്കിയ ഭക്ഷണം നിങ്ങൾ ടേസ്റ്റിംഗ് ചെയ്യാണ്. ഇവിടെ വനിതകളുടെ പ്രാതിനിധ്യം വളരെ കുറവായിട്ടാണ്. ശരിക്കും പറഞ്ഞ് നമ്മളെല്ലാവരും, ഞാൻ സച്ചിൻ ഭായിയോട് പറയേ, നമ്മുടെ കുടുംബത്തിലെ കൂട്ടി വരേണ്ട ഒരു സെഷനാണ്. ഭക്ഷണത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് നമ്മുടെ രണ്ട് തലമുറകൾ, അത് നമ്മുടെ മുകളിലുള്ള തലമുറകൾ, അതായത് നമ്മുടെ ഇടൂഴി ബദാസൻ നമ്പൂതിരിയുടെയൊക്കെ ആ തലമുറകളെ കുറിച്ച് നമുക്ക് പറയാം. അതിനുശേഷം നമ്മളൊക്കെ ഉൾക്കൊള്ളുന്ന ഈ തലമുറയും നമ്മൾ രണ്ടും കണ്ടതാണ്. നമ്മൾ സ്ലേറ്റും കണ്ടാണ്, കാൽക്കുലേറ്ററും കണ്ടാണ്, കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും കണ്ട തലമുറയാണ്. നമുക്കൊരു തിരിച്ചുപോക്ക് നടക്കും. കാരണം ഈ ടൂറിസം രംഗത്ത് ഈ ഫുഡ് എന്ന് പറയുന്ന ഫാസ്റ്റ് ഫുഡ് കൾച്ചർ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കിപ്പം ഈ വൈകുന്നേരങ്ങളിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഫുഡിന്റെ ഒരു സെലിബ്രേഷൻ നടക്കുന്ന ചില ഒരു നൈറ്റ് ലൈഫ് അടക്കം കിട്ടുന്ന മേഖലകൾ കണ്ണൂരൊക്കെ വരാൻ തുടങ്ങി.
അവിടേക്ക് കൊടുക്കുന്ന ഫുഡിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന വിഷയവുമായിട്ട് അക്ഷരജാതരം ബന്ധമില്ലാത്ത കാര്യമാണ്. നമുക്കറിയാം, അറിഞ്ഞുകൊണ്ട് ഈ വിഷം വാങ്ങി കഴിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് ടൂറിസത്തെ കൊണ്ടുവരുന്നത്. അപ്പൊ ആക്ച്വലി ഈ നവോത്ഥാനം എന്ന് പറയുന്നത് ഇതൊരു വിപ്ലവമാണ്. ഭക്ഷണ രംഗത്തുള്ള ഒരു വലിയൊരു വിപ്ലവമാണ് സംഘടിപ്പിക്കുന്നത് ഈ NMCC. അതിൽ തുടക്കമിടേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ടൂറിസ്റ്റുകളുടെ ഇടയിലല്ല, ഇവിടെ ആരോ പറഞ്ഞ പോലെ വിദ്യാർത്ഥികളുടെ ഇടയിലാണ്. നമ്മുടെ പരിസര ശുചീകരണം, നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ വലിയ ആൾക്കാരോട് പറഞ്ഞ കാര്യമില്ല. നമ്മൾ കുട്ടികളിൽ അവബോധം ഉണ്ടാക്കുക. ഈ ഭക്ഷണത്തെ കുറിച്ച് ഈ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞ വാഴക്കൂമ്പിനെ നമ്മൾ എങ്ങനെ കൊടുത്തൂടെ? വാഴക്കൂമ്പിനെ കട്ട്ലറ്റ് ആക്കി കൊടുക്കുകയാണ്. വാഴക്കൂമ്പ് തോരനാക്കി കൊടുക്കുമ്പോഴാണ് കുട്ടികളെ വേണ്ടാമെന്ന് തട്ടിക്കളയുന്നത്. വാഴക്കാമ്പിനെ നിങ്ങളിവിടെ പുഡിങ്ങായിട്ടും പായസമായിട്ടും കൊടുക്കുമ്പോൾ കുട്ടികൾ കഴിക്കും. നമ്മളിപ്പോ ഈ എന്തുകൊണ്ട് നമ്മള് വെച്ച് ഇപ്പൊ വൈകുന്നേരങ്ങൾ വരുന്ന സെലിബ്രേഷൻ, ഇപ്പൊ ആഗസ്റ്റ് തൊട്ട് കല്യാണങ്ങളുടെ സീസണാണ്. നമ്മൾ എല്ലാ ദിവസവും ഏറെക്കുറെ എല്ലാ ദിവസവും ഞാനും അനിമാഷവും ഇവരൊക്കെ വാസവിയിൽ പോകും. കല്യാണങ്ങള് നമ്മള് വൈകുന്നേരം പകല് നേരങ്ങളിൽ ഇവിടെ സെമിനാറിൽ പങ്കെടുത്തില്ല, വൈകുന്നേരം നമ്മളൊരു കല്യാണ സെലിബ്രേഷൻ ആണ്. അവിടെ വെജിറ്റേറിയന്റെ കൗണ്ടർ ഒന്നോ രണ്ടോ ഉണ്ടാവും. ഒരു വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടാവില്ല. വെജിറ്റേറിയനിലെ ഫുഡ് തന്നെ നിങ്ങൾ പറയുന്ന വെജിറ്റേറിയൻ നോക്കിയിട്ട് ഇത് എൻഡോസൾഫാൻ അടിച്ച പച്ചക്കറി കമ്പത്തേനിയിൽ വന്ന പച്ചക്കറി ഉപയോഗിച്ച് വെജിറ്റേറിയൻ അത് എത്ര കൊണ്ട് ധൈര്യപ്പെട്ട് കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ പറയുന്നത് കുട്ടികളിൽ ഈ ഫുഡിനെ കുറിച്ച് അവരുടെ വളരെ പ്രൈമറി തലത്തിൽ തന്നെ അവരുടെ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുകയും ഈ ഭക്ഷണം കൊടുക്കുന്ന ഇവിടെ മൈനീസ് സ്കൂളിൽ കൊടുത്തിരിക്കുന്ന ഫുഡിനെ കുറിച്ച് പറഞ്ഞു, ഔഷധക്കഞ്ഞി. അതുപോലെ ഈ ഫുഡുകൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ കരിക്കുലത്തിൽ ഉച്ചഭക്ഷണം ഉച്ചക്കഞ്ഞിയിലും ഒക്കെ കൊടുക്കുന്ന കുറെ മെത്തേഡ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സ്വാദുള്ള ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ ഒരു മാറ്റം ഉണ്ടാവും. കാരണം ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ആഹാരം എന്ന് പറയുന്നത്. ഫുഡ് ഇൻഡസ്ട്രി ഇസ് ദ മോസ്റ്റ് അഡൾട്ടറേറ്റഡ് ഇൻഡസ്ട്രി എന്ന് ഞാൻ പറയുള്ളൂ. ഏറ്റവും അവിടെ സാർ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ശ്രദ്ധിക്കും. നേരത്തെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ മകൻ MSc ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി കഴിഞ്ഞിട്ട് കമ്പനിയിൽ വർക്ക് ചെയ്യാം. അപ്പൊ അതിന്റെ സീരിയസ്നെസ്സും എനിക്ക് ഏകദേശം മനസ്സിലാവും. അപ്പൊ ഈ ഫുഡ് ഇൻഡസ്ട്രിയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്നവരിൽ എത്ര പേര് ജെൻസി എന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലെ? ജെൻസി എത്ര പേരുണ്ട് എന്നുള്ളതാണ് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ജെൻസി എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന ന്യൂ ജെൻ ആസ് വെൽ എസ് ജെൻസിനെ എങ്ങനെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യും. ഞാനിപ്പോ കഴിഞ്ഞ കുറച്ച് നാളുകളിൽ എറണാകുളം ബാംഗ്ലൂർ സിറ്റിയും ഒക്കെ കവർ ചെയ്തപ്പോഴേ നമ്മൾ കാണുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞു ഉറക്കത്തിന് സമയമില്ല, മറ്റൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആയുർവേദത്തിലൊക്കെ പറയുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഈ കുട്ടികളുടെ ജീവിതവും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർ അമേരിക്കൻ ടൈമിലാണ് അവർ ജോലി ചെയ്യുന്നത്. നിങ്ങൾ പറയുന്ന ഭക്ഷണങ്ങൾ, നമ്മൾ ഈ പറയുന്ന ഇന്ന സമയത്ത് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ ചെയ്യുന്ന സമയങ്ങളിൽ അവർ കഴിക്കുന്ന ഭക്ഷണ സമയം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ രീതി ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളരെ പരിതാപകരമാണ്. അവരൊക്കെ നേരെ എത്തുന്നത് നമ്മൾ പറയുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പറ്റിയൊക്കെയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഫുഡ് ഇൻഡസ്ട്രിയിൽ നിന്ന് നേരെ പിന്നെ പോകുന്നത് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി അല്ല ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ്. ഈ രീതിയിൽ നമുക്ക് വളരെ ഉത്തരവാദിത്വം, ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം യാദൃച്ഛവശാൽ എനിക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റിയെന്നുള്ളത് വലിയ സന്തോഷമുണ്ട്. പക്ഷെ ഇതൊരു സംഭവം നല്ല ബഹുലമായിട്ട് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ എല്ലാ ആശംസകളും തരുന്നു. ഓക്കെ, താങ്ക് യു. നാട്ടിലും ഓരോ ഫുഡ് സംസ്കാരം, ഓരോ നാടിന്റെയും കാലാവസ്ഥയും മറ്റുള്ള ഇന്ത്യയിൽ തന്നെ വിവിധങ്ങളായ ഭക്ഷണ രീതികൾ. തമിഴ്നാട്ടിൽ ഇഡ്ലി പോലുള്ള ആഹാരങ്ങൾ, തമിഴിന്റെ ആഹാരങ്ങളൊക്കെ പറയുന്നത് കേട്ടതാണ് സത്യാവസ്ഥ. അപ്പോ നമുക്കിപ്പോ ഈ ചൈനീസ് ഭക്ഷണങ്ങളാവട്ടെ, നമുക്കിപ്പോ കൂടുതലായും അറബിക് ഫുഡുകൾ, ഇത് ഓരോ അതിലെന്തും കാര്യമുണ്ടോ? നമ്മൾ ആ ഫുഡ് കഴിക്കുന്നത് ഹാർംഫുൾ ആണോ? നമുക്ക് ഓരോ രാജ്യത്തും വിവിധ സംസ്കാരം ഉള്ളതുകൊണ്ട് അതിനെന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് അറിയുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽപ്പവറാണ്. സാറ്റ് എന്ന് പറയുന്നത് ശീലങ്ങളാണ്. ശീലിച്ചു കഴിഞ്ഞാൽ എല്ലാം അതാണ് അതിന്റെ ഓർമ്മ. പിന്നെ അത് പറഞ്ഞ മറ്റുള്ള കാര്യങ്ങൾ ഇപ്പോ നമ്മൾ തന്നെ ആയുർവേദ ചികിത്സ എന്ന് പറഞ്ഞാൽ രണ്ടാണ്. ഒന്ന് ശരീരത്തിൽ എന്താണ് കുറവ് അത് കൂട്ടാം. അത് ഇന്ത്യയിൽ കൂട്ടിട്ട് ഇന്ത്യയിൽ കൂട്ടാം, ഇനി പിന്നെ അമേരിക്കയിൽ കൂട്ടിട്ട് അമേരിക്കയിൽ കൂട്ടാം. അങ്ങനെ അത് തിരിച്ചുകൊണ്ടുവരാം. പിന്നെ കൂടുതലായിട്ട് നേരത്തെ ടോക്സിൻസ് എന്ന് പറഞ്ഞിട്ടോ, അത് കൂടുതൽ പുറക്കുന്നത് അതാണ് ആ ചികിത്സ. അത് രണ്ട് വിഭാഗമായിട്ടാണ് ആയുർവേദം പറയുന്നത്. ഒന്ന് ശോധനൊന്നും പുറത്ത് ശമനമൊന്നും. ഇങ്ങനെ പുറത്തുന്ന സാധനത്തിനാണ് പഞ്ചകർമ്മം എന്ന് 5 കർമ്മങ്ങൾ പറയുന്നത്. പിന്നെ ആകെയുള്ള ശമന ചികിത്സ
ചികിത്സ എന്ന് പറയുന്നത് ഒന്ന് ദീപനം, രണ്ട് പാചനം, മൂന്ന് നിഗ്രഹം. ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം. പിന്നെ പറഞ്ഞത് വ്യായാമം, ആദവ, മാരുത സേവനേ. അതായത് ഒന്ന് ദഹിക്കുന്ന ഭക്ഷണമേ കഴിക്കാവൂ. അത് ലോകത്ത് എന്ത് ഭക്ഷണമാണ് ദഹിക്കുന്നതേ കഴിക്കാവൂ. ദീപനം എന്ന് പറഞ്ഞാൽ പാചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അഥവാ ദഹിക്കുന്നില്ല, കാരണം ഫലിപ്പിക്കുന്ന ഭക്ഷണമായിരിക്കണം. പിന്നെ നിഗ്രഹം എന്നാണ് അത് പറയുന്നത് ഭക്ഷണത്തിന് ഉപവാസം, രണ്ടു തന്നെ ഉപവാസം എന്ന് പറയുന്നത്. ഒന്ന് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, അത് ഇടവേള ഉപവാസവും ഡ്രൈ ഫാസ്റ്റിംഗ്. രണ്ട് ഫാസ്റ്റിംഗ് ആണ് ആയുർവേദത്തിൽ പറഞ്ഞ ചികിത്സയാണ് പറയുന്നത്. അത് കഴിഞ്ഞ വ്യായാമം വ്യാപകമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏത് വ്യായാമം, യോഗയായാലും മറ്റായാലും എന്തായാലും വ്യായാമം പറയുന്നത്. പിന്നെ വെയിലുമുള്ള കാറ്റുമുള്ള, അങ്ങനെ 7 ആകെ ആയുർവേദത്തിലെ ശമന ചികിത്സ ചികിത്സ പഞ്ചകർമ്മമായ ചികിത്സയായി. പിന്നെ അതില് പിന്നെ സുശ്രുതത്തില് പിന്നെ ക്ഷാരകർമ്മം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിന്റെ അനുബന്ധമായിട്ട് വരുന്നുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആയുർവേദത്തിൽ പറയുന്ന ഭക്ഷണമായി, അതേപോലെ തന്നെ ഈ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായി, അതിൽ ഓരോന്നും എങ്ങനെ നമ്മൾ രോഗനിർണയത്തിൽ നമ്മൾ അങ്ങനെയാണ് നോക്കുക. നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നെ എവിടെയാണ് ദുഷിക്കുന്നതെന്ന് വൃക്ഷം എന്ന് പറയുന്നത്. ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരീരത്തിന്റെ ദേശവും പറയുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ രോഗത്തിന്റെ ദേശവും പറയുന്നത്. അത് ജാങ്കലം, വാദപുരുഷം, അനുമൊന്നും പല കെട്ടിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ അപ്പൊ അമേരിക്കയായാലും അന്റാർട്ടിക്കയായാലും ഇന്ത്യയിലൊക്കെ അതാ സ്ഥലത്ത് പറയുന്ന കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട്. ഞാൻ എപ്പോഴും എന്റെ പേഷ്യൻസിന് ഞാനിപ്പോ കൊടുക്കുന്ന ടിപ്സ്, മുമ്പ് മലയാളിയുടെ ഏറ്റവും പ്രധാന ഭക്ഷണം അരി. മുമ്പ് ഞാൻ എന്റെ ചെറുപ്പത്തിൽ കണ്ടിട്ട് എന്റെ വീട്ടിൽ പത്തായം ഉണ്ടായിരുന്നു. ഈ പത്തായത്തില് ത്രൂ ഔട്ട് 12 മന്തും ഒരേ അരിയാണ്. പക്ഷെ ഇന്ന് നമ്മൾ ഒരു വീട്ടിൽ അരി സെലക്ട് ചെയ്യുമ്പോൾ, സൂപ്പർ മാർക്കറ്റിൽ പോയി സെലക്ട് ചെയ്യുമ്പോൾ ഒരു മാസം തന്നെ 4 or 5 ടൈപ്പ് അരി. ഒന്ന് ചിലപ്പോ ആന്ധ്രാപ്രദേശ് ആയിരിക്കും, ഒന്ന് തമിഴ്നാടായിരിക്കും, ഒന്ന് ഇത് ഈ 4 പേരാണ് വീട്ടിലുള്ളത്. ഈ 4 പേരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് എങ്ങനെ സ്യൂട്ട് ആവുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. അത് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഞാൻ മലയാളി ആയതുകൊണ്ടാണ് അരി ആഹാരത്തെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ ഒരു മാസം തന്നെ 4 റീജിയനിൽ നിന്നുള്ള വ്യത്യസ്തമായ അരി 4 ഡൈജസ്റ്റീവ് കപ്പാസിറ്റിയുള്ള ആള് കോമൺ ആയി കഴിക്കുകയായിരുന്നു. അവർക്ക് സ്വാഭാവികമായി നമ്മുടെ മുമ്പ് പത്തായത്തിന്റെ കൺസെപ്റ്റ് നോക്കിയാൽ മതി. ഈ പത്തായത്തിൽ അരിയാണ് ത്രൂ ഔട്ട് നമ്മൾ എടുത്തിരുന്നത്. ഒരൊറ്റ അരി, ഒരൊറ്റ വിത്തുന്നല്ല. അപ്പൊ നമ്മള് ഇതൊക്കെ ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് തന്നെ ലോജിക്കലായി ഇതിനെ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ആയുർവേദം വളരെ ലോജിക്കലായിട്ടുള്ള സയൻസ് ആണ്. ഏറ്റവും പഴക്കമുള്ളതാണെങ്കിൽ കൂടിയും ഏറ്റവും അഡ്വാൻസ്ഡ് കാലത്ത് പോലും ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന കൺസെപ്റ്റുകളാണ് അതിലുള്ളത്. ആ കൺസെപ്റ്റ് മാത്രമല്ല, അതിന്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസും നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം. അതുകൊണ്ടാണ് വാഴപ്പൂവിനെ നമുക്ക് ഇതാക്കി മാറ്റി. നമ്മുടെ ആയുർവേദത്തിന്റെ ഒരു കൺസെപ്റ്റ് നമ്മൾ മാറ്റുന്നില്ല. അതിന്റെ കൺസെപ്റ്റ്, അതിന്റെ ഹെൽത്തി സ്റ്റാൻഡേർഡ്സ് ഒക്കെ പ്രിസർവ് ചെയ്തുകൊണ്ട് ന്യൂ ജെന്നിനോ ഇനി വരാൻ പോകുന്ന ജെന്നിനോ വേണമെങ്കിൽ ഈ ഫിലോസഫി ഒന്നും നമുക്ക് കുറക്കാതെ തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയുന്ന പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ടാണ് ചവനപ്രാശം 5000 മുമ്പ് ഉണ്ടാക്കിയ അതേ ചവനപ്രാശം നമുക്ക് ഇന്നും യൂസ് ചെയ്യാൻ കഴിയുന്നതും യൂസ് ചെയ്താൽ അത് വീണ്ടും ടിഷ്യൂവിനെ നറിഷ് ചെയ്യുന്നതും നമുക്ക് അനുഭവത്തിൽ കാണുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് റീജിയന് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് നമ്മളെ റീജിയന് യോജിക്കാത്ത കുറെ അധികം നമുക്ക് നമ്മുടെ ബോഡി ത്രഷോൾഡിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയ അപകടം ഉണ്ടാവും. ഏതായാലും 1-2 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ സാംസ്കാരികമായ വലിയൊരു ചേഞ്ച് നമ്മുടെ യുവത്വത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ നമ്മൾ വിചാരിക്കുന്ന ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും ഭക്ഷണ രീതികൾ എങ്ങനെയാണ് ഒരു സംസ്കാര തനിമയുണ്ടാക്കുന്നതിലേക്ക് നിലനിർത്തേണ്ടത് ആവശ്യകത ഊന്നിയിട്ടുള്ള ഒരു സെമിനാറിനെയായിരുന്നു. ഇതിനോടൊപ്പം പറയാനുള്ളത്, ഓൾറെഡി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ സ്കൂൾ തലത്തിൽ ലഹരി വിമുക്ത ക്യാമ്പയിൻ ഇന്ത്യയിൽ എല്ലായിടത്തും കണ്ണൂർ ജില്ലയിലടക്കം എല്ലാ സ്കൂൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പല വിപ്ലവകരമായ സന്ദേശങ്ങൾ അല്ലെങ്കിൽ ഇത് ഉയർത്തെഴുന്ന അല്ലെങ്കിൽ അതിന് വിത്തുപാകിയ നാടാണ് കണ്ണൂർ എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ ഒരു സന്ദേശം അതിൻ്റെ ഈ ഒരു സെമിനാറിൽ ഒതുങ്ങാതെ നേരത്തെ പറഞ്ഞ പോലെ അത് അടുത്ത അപ്ഡേറ്റ് കൊണ്ട് ഇപ്പം പലപ്പോഴും മില്ലറ്റ് ഭക്ഷണത്തോടുകൂടി ഇപ്പോഴത്തേക്ക് ആൾക്കാർ തിരിയുന്നുണ്ടെങ്കിലും മില്ലറ്റിയുടെ വളരെ ക്രമാതീതമായ അതിന്റെ വില സാധാരണക്കാർക്ക് താങ്ങാവുന്ന ഒരു അവസ്ഥയല്ല. 2 മില്ലറ്റ് പറയുമ്പോൾ അത് പച്ചപ്പൊടി തിന്നുന്ന ആൾക്കാർക്ക് മാത്രമുള്ള കടാകുന്ന രീതിയിലേക്ക്
അതിന്റെ എന്താണ് ബ്രാൻഡിങ് കുറയുന്ന രീതിയിലുള്ള ഒരു ഉദാഹരണമുണ്ട്. അതിലേക്ക് മറികടന്നുകൊണ്ട് ഒരു പുത്തൻ സംസ്കാരം, ഒരു പുത്തൻ ഭക്ഷണ രീതി ഉണ്ടാക്കാൻ ഈ കൺസെപ്റ്റ് തീർച്ചയായിട്ടും ഒരു ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിലേക്ക് ഇമ്മീഡിയറ്റ് തന്നെ കണ്ണൂർ ടൗണിൽ കാണാനുള്ള ഒരു ഇതുകൂടി ഉണ്ടാകും. അപ്പൊ അതിന്റെ രസകരമായ ഒരു വസ്തു പറഞ്ഞാൽ നമ്മുടെ പയ്യാമ്പലം ബീച്ചിൽ നമ്മൾ രാവിലെ നടക്കാൻ പോകുന്ന ഒരു ആളിലാണ്. അപ്പൊ അവിടെ റീസെന്റ് ആയിട്ട് ഒരു സ്റ്റാർട്ടപ്പ് പരിചയപ്പെടുകയുണ്ടായി. അത് ഗ്രീൻ ഫ്യൂൽ എന്ന് പറഞ്ഞിട്ടാണ്. അതായത് രാവിലെ നടക്കാൻ പോകുന്നവർക്ക് ഒരു കപ്പ് ഈ പറഞ്ഞ നമ്മുടെ കുമ്പളങ്ങ, വെള്ളരിക്ക, കണ്ടാരി, നെല്ലിക്ക അങ്ങനെയല്ല, ബീറ്റ്റൂട്ട്, ക്യാരറ്റ് അങ്ങനെ ഒരു 5-10ഓളം ഐറ്റംസിന്റെ ഫ്രഷ്, അതായത് വെള്ളം ചേർക്കാതെയുള്ള റെഡി ടു ഈറ്റ് അവർ മുമ്പ് തന്നെ ഉണ്ടാക്കി നമുക്ക് തരുന്ന രീതിയിൽ വളരെ ഒരു നല്ല ടേസ്റ്റി ആയിരുന്നു. അതിന്റെ ഒരു 2-3 പേരുടെ ഒരു ഗ്രീൻ ഫീൽഡ് ആണ് ആ സ്റ്റാർട്ടപ്പിന്റെ പേര്. അപ്പൊ ഇത്തരത്തിലെ നൂതനമായ ആശയങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു യുവത്വം കൂടി നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെ ഈ ഒരു വലിയൊരു സന്ദേശം എത്തിക്കാനും കൂടാതെ ഇത് നമ്മുടെ കുട്ടികളുടെ ഇടയിലേക്ക് തന്നെ കൊണ്ടുവരാനുള്ള രീതിയിലേക്ക്, കാരണം NMCC ചേംബർ ഓഫ് കൊമേഴ്സ് ഒരു ബിസിനസ് സംരംഭത്തിന് ഉപരിയായിട്ട് ഒരു വലിയൊരു സോഷ്യൽ കൺസേൺ കൂടി എടുക്കുന്ന ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു സ്ഥാപനമായി മാറുന്നത് കാണുമ്പോൾ തന്നെ വളരെ അതിന്റെ സംഘടനയ്ക്ക് എല്ലാവർക്കും വലിയൊരു നന്ദി കൂടി ഞാൻ അറിയിക്കുക. ഇവിടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇൻക്യുബേറ്റഡ് സ്റ്റാർട്ടപ്പ് ആണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ സച്ചിൻ സാറിനെ പരിചയപ്പെട്ടത്. അപ്പോൾ 16th അവിടെ ഒരു നീതി ആയോഗിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നുണ്ടായി. അപ്പോൾ അന്ന് സ്റ്റാർട്ടപ്പ് ഡേയും കൂടെയാണ് 16 ജനുവരി. അപ്പൊ അങ്ങനെയാണ് സച്ചിൻ സാറിനെ പരിചയപ്പെട്ട് അങ്ങനെയാണ് ഇങ്ങോട്ടേക്കുള്ള ഒരു ഇൻവിറ്റേഷൻ കിട്ടിയത്. ഈ ഒരു ആയുർവേദ ഒരു ഹെൽത്തി ഫുഡ് ലൈഫ് സ്റ്റൈലിലോട്ടുള്ള ഒരു സെമിനാർ ആണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റി സാറിന്റെ ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ചെറിയൊന്ന് ആഡ് ഓൺ ചെയ്യാനുള്ളത്, മേ ബി ദിസ് വിൽ കം ഔട്ട് ആസ് എൻ ആർഗ്യുമെന്റ്, ബട്ട് അതിങ്ങനെ നേരത്തെ ഒരു സാറ് പറഞ്ഞു ഈ ഇന്നത്തെ യൂത്തിനെ കുറിച്ച് ഒരു ചെറിയൊരു അലിഗേഷൻ ആയിരുന്നു. യൂത്ത് ഭയങ്കര ഒരു മോശം രീതിയിലോട്ടാണ് പോകുന്നത്. പക്ഷേങ്കിൽ ഈ 16th സ്റ്റാർട്ടപ്പ് ഡേ ആണ് ഞാൻ പറഞ്ഞു. അപ്പം നമ്മുടെ പ്രൈം മിനിസ്റ്റർ അടക്കം പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ എക്കോണമീനെ പുഷ് ചെയ്യാൻ സ്റ്റാർട്ടപ്പ് നടത്തുന്ന ഒരു കോൺട്രിബ്യൂഷൻ. അപ്പോൾ ആ സ്റ്റാർട്ടപ്പിൽ മെയിൻ ഇൻവോൾവ്മെന്റ് യൂത്തിൻ്റെയാണ്. അപ്പൊ നമ്മൾ അതിനെ എന്തായാലും ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റും. ഒന്നത് ഇങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങൾ എടുത്തിട്ട് നമ്മൾ അതിന് അതിനെ അങ്ങനെ കണ്ടാൽ മതിയാണ് എൻ്റെ ഒരു സജഷൻ ഉള്ളത്. പിന്നെ ആയുർവേദത്തിനെ കുറിച്ച് പേഴ്സണലി ഞാൻ ഈ ഒരു സ്പേസിൽ വരുന്നതിന് മുന്നേ കുറച്ച് സ്കെപ്റ്റിക് ആയിരുന്നു ആയുർവേദത്തിനെ കുറിച്ച്. അപ്പോൾ ഞാൻ കൂടുതലും ഒരു മോഡേൺ സയൻസിന്റെ വൺ മോർ തിങ്, ഇത് മേ ബി എൻ്റെ ഇൻഫർമേഷൻ കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. അലോപ്പതി നല്ല മോഡേൺ സയൻസിനാണ് ഇങ്ങനെ പറയാം. അലോപ്പതി വാസ് എ ടേം വിച്ച് വാസ് കോയിൻഡ് ബൈ സാമുവൽ ഹാനിമൻ. സാമുവൽ ഹാനിമൻ ഹോമിയോപ്പതിയുടെ ഫൗണ്ടർ ആയിരുന്നു. അപ്പം അയാൾ കോയിൻ ചെയ്തൊരു ടേമാണ് അലോപ്പതി. ദിസ് ഇസ് മോഡേൺ സയൻസ്. അപ്പോ ഞാൻ കുറച്ച് സ്കെപ്റ്റിക് ആയിരുന്നു ആയുർവേദത്തിനെ കുറിച്ച്. അപ്പൊ എൻ്റെ കുറച്ച് ഡൗട്ട്സ് ഉള്ളത്, ആയുർവേദം ഇപ്പം എൻ്റെ ഒരു യൂത്തിന്റെ പെർസ്പെക്റ്റീവ് എന്നാണ് ഞാൻ പറയുന്നത്. ആയുർവേദം ഒരു സെൻസിലൂടെ ആൾക്കാർ ഒരു സ്യൂഡോ സയൻസ് ആയിട്ട് അങ്ങനത്തെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോന്നിന്റെ ഒരു ഇത്. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യുക? ആയുർവേദം ഈസ് നോട്ട് എ സ്യൂഡോ സയൻസ്. അതിനെ എങ്ങനെ ഫൈറ്റ് ചെയ്യും? പിന്നെ സാറ് പറഞ്ഞ ക്ലാസ്സിൽ കുറെ കോൺട്രഡിക്ടറി ക്ലെയിംസ് ഉണ്ടായില്ലേ. അതായത് ഒരു ടൈമിൽ ഫുഡ് കഴിക്കാം, പിന്നെ പറഞ്ഞു എപ്പോഴാണ് വിശപ്പ് അന്നേരം ഫുഡ് കഴിക്കാം. പിന്നെ വിപരീത ഭക്ഷണത്തിനെ കുറിച്ച് പറഞ്ഞു, അതും പറഞ്ഞു. പിന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ സ്ട്രെങ്തിനെ കുറിച്ചും പറഞ്ഞു. അപ്പം ഇങ്ങനെ കുറെ കോൺട്രഡിക്ടറി ആയ ക്ലെയിംസും ഉണ്ട്. അപ്പം ഹൗ ആർ വി ഗോയിങ് ടു ഫൈറ്റ് ദിസ് and tell people that this is not a pseudoscience? അപ്പോൾ പിന്നെ ഉള്ളത് ഈ ആയുർവേദിക് ന്യൂട്രീഷനിലൂടെ നമുക്ക് എല്ലാം കിട്ടും. ഞാൻ ഒരു സ്റ്റാറ്റ് വായിച്ചത് നമ്മൾ ബേസിക്കലി ഭയങ്കര പ്രോട്ടീൻ ഡെഫിഷ്യൻ്റ് ആയ ഒരു രാജ്യമാണ്. അപ്പം ആയുർവേദ ഒരു വെജിറ്റേറിയൻ ഡയറ്റിലൂടെ ഈ പ്രോട്ടീൻ ഇൻടേക്കിന്റെ അളവ് നമ്മൾ എങ്ങനെ കൂട്ടും? ആൻഡ് ഈസ് ഇറ്റ് പോസിബിൾ
ട്രൂ വെജിറ്റേറിയൻ ഡയറ്റ്. അതില് നോൺ വെജ് എന്നൊക്കെ ഇത് അതായത് കൂടുതൽ അറിയില്ല, പക്ഷെ ഈ വൈറ്റമിൻ B12 അതെല്ലാം ഞാൻ കേട്ടത് വെറും നോൺ വെജിലൂടെയാണ് മെയിൻലി കിട്ടുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൈറ്റമിൻ. അപ്പൊ ഇതിനെ കുറിച്ചെല്ലാം ഒന്ന് പറഞ്ഞെങ്കിൽ പിന്നെ സോറി, ഞാൻ ഇത് എന്റെ ഭയങ്കര കംഫർട്ട് സോണിൽ ഞാൻ പുറത്താണ്, ഞാൻ കുറച്ച് നെർവസ് ആണ്, വോയിസ് ഷേക്ക് ആവുന്നുണ്ട്, അതുകൊണ്ട് ക്ലാരിറ്റി ഉണ്ടായിട്ടില്ലെങ്കിൽ ഐ എം വെരി സോറി. പിന്നെ ആയുർവേദ ഈ സ്യൂഡോ സയൻസ് ആയിട്ട് മാറ്റുന്നതിൽ എങ്ങനെ അതിന് ഇവിടെ ഇപ്പുറത്ത് നമുക്ക് വേറെ സ്റ്റാർട്ടപ്പുകളുണ്ട്. കാരണം അതായത് സോഷ്യൽ മീഡിയയിൽ ഈ ആയുർവേദത്തിന്റെ ഈ അതിപുരാതനമായ നോളജ് ഒന്നും തന്നെ സോഷ്യൽ മീഡിയയിൽ വേണ്ടത്ര അവൈലബിൾ ആവുന്നില്ല. അപ്പൊ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇതാ ഇപ്പോഴത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഇതൊക്കെ വൈദ്യ AI എന്ന് പറഞ്ഞ് കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പേ ഞങ്ങളൊരു ഡിസ്കഷൻ ഇവിടെ നടന്ന ഉടനെ വൈദ്യ AI എന്ന് പറഞ്ഞുകൊണ്ട് പൊതുജനങ്ങൾക്ക് ഈ സംശയങ്ങൾ ഇപ്പൊ നിങ്ങൾ നേരത്തെ ചോദിച്ചില്ലേ ഇൻകോമ്പാറ്റിബിൾ ഫുഡിനെ കുറിച്ച് നമ്മൾ മോരും മുതിരി ഒരുമിച്ച് കഴിക്കാൻ പാടില്ല. ഇതിനൊക്കെ ഒരു സയൻസ് ഉണ്ട്, ഇതിന് ഡീപ്പർ സയൻസ്. ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു ലിങ്ക് കിട്ടിയാല് ഇദ്ദേഹം വെച്ച് കഴിഞ്ഞ് ഇവരാ ഇതില് നല്ലോണം നോളജ് ഇൻപുട്ട് നമ്മുടെ സ്റ്റഡികള് ആയുർവേദത്തിൽ നടന്ന റിസർച്ചുകൾ എല്ലാം ഇത് എങ്ങനെയാണ് ഇതിലേക്ക് എത്തിച്ചേർന്നത്. ഈ പറഞ്ഞ നമ്മള് പിന്നെ പല ഫുഡുകളും അങ്ങനെ ഇൻകോമ്പാറ്റിബിൾ ആയിട്ടുള്ള സാധനത്തിന്റെ സയൻസ് പറയാൻ ഞങ്ങൾക്ക് ഒരു സെമിനാറിൽ സാധിക്കില്ല. പക്ഷെ അത് ഇദ്ദേഹത്തിന് ചെയ്തു തരാൻ വേണ്ടി പറ്റും. നമ്മുടെ റിയാസ് ജി ഇന്ന് നമ്മളെ രജിസ്ട്രേഷൻ അടക്കം ചെയ്തത് അദ്ദേഹമാണ്. അപ്പൊ ഇതാണ് എങ്ങനെയാണ് ഈ പിന്നെ നോളജ്, കാരണം ഡാറ്റ അനാലിസിസ് ആണ് ഇന്നത്തെ കാലത്ത് മുഴുവൻ വരാൻ വേണ്ടി പോകുന്നത്. ഞാൻ മിനിഞ്ഞാന്ന് ഞാൻ പിന്നെ ട്രാൻസ് ഡിസിപ്ലിനറി യൂണിവേഴ്സിറ്റി ഹെൽത്ത് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വൈസ് ചാൻസലറുടെ കൂടെയായിരുന്നു ഞാൻ 6 മണിക്കൂർ. അദ്ദേഹം എന്നെ ആ യൂണിവേഴ്സിറ്റി എന്നെ ഇൻവൈറ്റ് ചെയ്ത് വിളിച്ചതാ അവിടെ ബാംഗ്ലൂര്. അദ്ദേഹം ഇത് മുഴുവൻ കാണിച്ചു തന്നിട്ട് അദ്ദേഹം കുറെ കൺസെപ്റ്റ് ഈ ഫുഡിലും ആയുർവേദത്തിൽ, അദ്ദേഹം ഒരു ആയുർവേദ ഡോക്ടറൊന്നുമല്ല, പക്ഷെ അദ്ദേഹം ഏറെ പ്രതീക്ഷിക്കുന്നു ആയുർവേദത്തിൽ നിന്ന്. ആയുർവേദത്തെയും മോഡേൺ സയൻസിനെയും ചേർത്തുകൊണ്ട് എങ്ങനെ ഇന്റഗ്രേറ്റീവ് സയൻസ്, ഇന്റഗ്രേറ്റീവ് എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി മിക്സ് ചെയ്യലല്ല, ആ ഇന്റഗ്രേഷൻ എന്ത് പൊസിഷൻ ചെയ്യണം എന്നുള്ള ഒരു പിന്നെ സ്ട്രാറ്റജി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം വിളിച്ചത്. അപ്പൊ ഇതില് അങ്ങനെ കുറെ നിങ്ങൾക്ക് അറിയാത്ത അറിവുകൾ നമുക്ക് ചെയ്തു തരാനുള്ള ആധുനിക സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗിച്ച് കൂടുതൽ ക്ലാരിറ്റി, കാരണം ഇത് എന്തായാലും സസ്റ്റൈനബിൾ ആണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആയാലും നമ്മുടെ മറ്റ് UN ആയാലും എല്ലാം നമ്മൾ ചെയ്യുന്നത് സസ്റ്റൈനബിൾ ആണെന്നാണ്. എത്ര കൊല്ലം സസ്റ്റൈനബിൾ ആണ് ആയുർവേദം? നിങ്ങൾക്ക് നിയർലി 5000 ഇയർ സസ്റ്റൈനബിൾ ആണ്. അപ്പൊ നമ്മൾ ഏതിലും നമ്മളെ ഡെവലപ്മെന്റ് സംസാരിക്കുമ്പോൾ സസ്റ്റൈനബിലിറ്റി ആണ് കാര്യമെങ്കിൽ, പിന്നെ സയൻസിന്റെ ഒരു ക്യാരക്ടർ റീപ്രൊഡ്യൂസബിലിറ്റി ആണെങ്കിൽ, അതായത് ഇന്നത്തെ റിസൾട്ട് തന്നെ നിങ്ങൾക്ക് നാളെയും കിട്ടണം, അതാണ് സയൻസിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ റീപ്രൊഡ്യൂസിബിൾ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു, സസ്റ്റൈനബിൾ ആയി നിൽക്കുന്നു, സസ്റ്റൈനബിൾ ആയി ഈ സയൻസിന്റെ മെത്തഡോളജികൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നു. ഇപ്പോൾ ഈ കാലത്ത് ഇരുന്നിട്ടും 5000 മുമ്പ് ഗുഹയിൽ ഇരുന്ന് എഴുതിയവരെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ that itself shows the influence of Ayurveda in our country or in global aspect. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം. നമുക്ക് ആ ക്ലാരിറ്റി ഇല്ലാത്ത മേഖലയിൽ ക്ലാരിറ്റി കൊണ്ടുവരാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്, ഇല്ലേ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഞങ്ങൾ ബാധ്യസ്ഥരാണ്, സമൂഹം ബാധ്യസ്ഥരാണ്, ഇതിന്റെ മറ്റ് അലൈഡ് ആയിട്ടുള്ള ആൾക്കാർ ഇതിനുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇന്നത്തെ സെമിനാർ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സെമിനാറിന് വലിയ മാനങ്ങളുണ്ട്, വിശേഷ മാനങ്ങളുണ്ട്. വിമാനം എന്ന് പറയുന്നത് വിശേഷ മാനങ്ങളുള്ളതാണ്. ചരക സംഹിതയിലെ ഒരു ടെക്സ്റ്റ് എന്താ വെച്ചാൽ വിമാനസ്ഥാനം, വിശേഷമാനം. നമ്മൾ വിമാനത്തിലൂടെ പോകുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഒരു കംപ്ലീറ്റ് ഓവർവ്യൂ കിട്ടുക. നമുക്ക് ഇതിനെ കുറിച്ച് ഒരു ബേർഡ്സ് ഐ വ്യൂ എന്ന് പറയുന്നതാണ് സമഗ്രത, ഹോളിസ്റ്റിക്. ആ ഹോളിസ്റ്റിക് അപ്രോച്ച്, സമഗ്രമായ സമീപനം ഹെൽത്ത് രംഗത്തും സാമൂഹ്യ രംഗത്തും ഒക്കെ ഞങ്ങൾ അവസാനം പറഞ്ഞു വെക്കുന്നത് വൈദ്യനും വൈദ്യശാസ്ത്രവും സാമൂഹ്യ മാറ്റത്തിന്റെ, സോഷ്യൽ റവല്യൂഷന്റെ അടിസ്ഥാന കണ്ണികളാണ്. ആ ബോധ്യത്തിലാണ് ഞങ്ങൾ ആയുർവേദ മേഖല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സാമൂഹ്യ മാറ്റത്തിന്, ഏതൊക്കെ മേഖലയിലെ സാമൂഹ്യ മാറ്റത്തിന് വേണമെങ്കിലും നിൽക്കാൻ. നേരത്തെ ആരോ പറഞ്ഞു നിങ്ങളൊരു രോഗിയുടെ പ്രിസ്ക്രിപ്ഷൻ മാത്രം കൊടുക്കരുത്, സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന്, അത് വളരെ നല്ലൊരു ഇതാണ്. സമൂഹത്തിൽ ഇറങ്ങി വരാൻ തയ്യാറുള്ളവരുണ്ട്, നമ്മളെ കേൾക്കാനും നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാറ്റ്ഫോമുകൾ സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ ചോദ്യങ്ങൾ കൃത്യമായ ഉത്തരം കണ്ടെത്താൻ ചിലപ്പോൾ ഞങ്ങൾ പോലും ആലോചിച്ചിട്ടുണ്ടാവില്ല. അത് ഉത്തരം കണ്ടെത്തേണ്ടത് ബാധ്യതയാണ്, ഒരു സയൻസിന്റെ, മെഡിക്കൽ സയൻസിന്റെ ബാധ്യതയാണ്. അത് ഞങ്ങൾ ചെയ്തേ മതിയോ? ചെയ്തിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈ സംരംഭത്തിന് എല്ലാ ആശംസകളും ഞങ്ങളോടൊപ്പം. ഇനി പുതിയ ഇതിൽ നിങ്ങളും കൂടി ഞങ്ങളുടെ ഒരു കണ്ണിയായിരിക്കും എന്ന് തീർച്ചയായിട്ടും ഞങ്ങൾ കുറച്ച് മുമ്പേ സംസാരിച്ചപ്പോൾ
ഇതാക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് മുന്നേറാമെന്ന് മാത്രം പറയുന്നു. ഈ വൈരുദ്ധ്യങ്ങള് സത്യം പറഞ്ഞാൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ള സമയം കുറവുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് വൈരുദ്ധ്യം. ഇപ്പൊ സമയം എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞത് ഇപ്പോൾ രാത്രി കഴിക്കരുത്, ഉച്ചയ്ക്ക് കഴിക്കരുത് ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു മനുഷ്യന് എപ്പോഴാണോ വിശക്കുന്നത് അല്ലെങ്കിൽ കഴിക്കാൻ പറ്റുന്നത് ആ സമയത്ത് കഴിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അത് വൈരുദ്ധ്യമില്ല. പിന്നെ ദഹിക്കുന്ന കാര്യത്തിലും ദഹിക്കാത്ത കാര്യത്തിലും ദഹിക്കുന്നത് മാത്രം കഴിക്കാൻ പാടുന്നു, അത് വൈരുദ്ധ്യമില്ല. ഈ വേറെ തന്നെ വൈരുദ്ധ്യം മനസ്സിലുണ്ടെങ്കിൽ അതൊന്ന് തീർത്തന്നെ പോകണം. പിന്നെ നമുക്കിത് ചെയ്യാൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ചോദ്യത്തിൽ കൂടി പറയുമ്പോൾ ഇന്ന് ഈ ഒരു നവകേരള ഡയറ്റിന്റെ ആവശ്യം ഇന്ന് നമുക്കുണ്ട്. നമ്മുടെ കേരളത്തിൽ ഒരു നവകേരള ഡയറ്റിന്റെ ഒരു സ്വരൂപിക്കലും അതിന്റെ രൂപീകരണവും അതിനായിട്ട് അവകാശം. പണ്ടൊക്കെ നമുക്ക് നല്ലതാണെന്ന് പറഞ്ഞത് ഇന്നത്തെ മടിമാരായതുകൊണ്ടും അനങ്ങാത്തതുകൊണ്ടും നമുക്ക് അത്ര ശരിയല്ല. അപ്പോൾ നമ്മുടെ ഈ പരിപാടിയോടുകൂടി നമ്മൾ ചെയ്ത് തീർക്കേണ്ടത് ഒരു നവകേരള ഡയറ്റിന്റെ ഒരു പ്രിപ്പറേഷനും അതിൻ്റെതാണ് നമുക്ക് ചെയ്യേണ്ടത്. അത് എല്ലാവരും ആ ചോദ്യങ്ങളൊന്ന് ചെയ്യാം. അപ്പൊ ഞാൻ വരുന്ന ചെറുത്തൂരിന്നാണ്. അപ്പൊ ചെറുത്തൂരിന്ന് വന്നിട്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി വന്നതാണ്. അതുപോലെ ആയിരിക്കും എല്ലാവരും തന്നെ. നമ്മളെ വാഹനത്തിന്റെ ചാർജെല്ലാം കൊടുത്ത് സമയമാകും. പെട്ടെന്ന് കാര്യത്തിലേക്ക് കിടക്കാം. നമ്മൾ വന്നിട്ട് നമ്മൾ പോകുമ്പോൾ എന്തെങ്കിലും നമുക്ക് പോസിറ്റീവായിട്ട് കൊണ്ടുപോകണം. ആ പോസിറ്റീവായിട്ട് കൊണ്ടുപോയ സാധനം നമ്മൾ മറ്റുള്ളവർക്ക് സപ്ലൈ ചെയ്യും. അപ്പൊ എന്താണ് നമ്മൾ ഇവിടുന്ന് പോസിറ്റീവായിട്ട് കൊണ്ടുപോകേണ്ടത്? നമ്മൾ കൊണ്ടുപോകാൻ ഏകദേശം ആഗ്രഹിച്ചത് ആരോഗ്യം തന്നെയായിരിക്കും. ഇപ്പൊ എല്ലാ വൈദ്യന്മാരും രോഗികളാണ്. ഏറ്റവും വലിയ രോഗിയാണ് ഏറ്റവും വലിയ വൈദ്യം വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. കാരണം അത്ര കൂടെ അനുഭവപ്പെട്ട ജ്ഞാനമുള്ള ആൾക്കാരാണ് വൈദ്യന്മാർ, ഡോക്ടർ അല്ലെങ്കിൽ ഫിസിഷ്യൻ. അപ്പൊ നമ്മളിപ്പോ കാത്തു നിന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കോവിഡ് എന്ന് പറഞ്ഞൊരു സംരംഭം വന്നു കഴിഞ്ഞു പോയി അതിനുള്ള ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്യുന്നു. പക്ഷെ അതിനോട് കൊണ്ട് പണ്ടത്തെ വാദം ത്രിദോഷം വാദം എന്നുള്ളതല്ല. ഇപ്പൊ ശരീരം മുഴുവൻ ക്ഷീണം ഉണ്ടാവുക, മനപ്പുണ്ടാവുക, തരിപ്പുണ്ടാവുക, ശ്വാസം മുട്ടുണ്ടാവുക, ഇതിലൊന്നും മരുന്ന് കഴിച്ചിട്ട് ഇവിടത്തെ കുറച്ച് കഴിക്കും, അത് അലോപ്പതിയിലേക്ക് പോകും. അലോപ്പതിയിലെ മരുന്ന് ഡോസ് കൂടിയ മരുന്ന് തന്നുകൊണ്ടിരിക്കുന്നല്ലാതെ ഇതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം സത്യമായിട്ടില്ല. അത് ഹോമിയാണെങ്കിലും നമ്മളിപ്പോ കോവിഡ് ഉണ്ടായ സമയത്ത് അലോപ്പതി ആകെ തന്നത് പാരസെറ്റമോൾ ഇത് മാത്രം കഴിച്ചോളാം പറഞ്ഞത്. മറ്റേ ഹോമിയോ മെഡിസിൻസ് അതിന്റെ ആഴ്ചയിലേക്ക് ആൽബം കാര്യങ്ങളൊക്കെ ഇതിന് വേണ്ടി കൊടുത്തു വന്നിട്ട് ഇതിന്റെ ആവശ്യം വന്നില്ല. പക്ഷെ ആയുർവേദത്തിൽ നമ്മള് കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ മറ്റേ ഇതെല്ലാം കൂടെ നമ്മൾ രോഗി അല്ല, ആരോഗ്യാർത്ഥിയാണ്. നമ്മൾ രോഗത്തെ തേടുന്നതിന് പകരം നമ്മളെ തേടല് ആരോഗ്യത്തിലേക്ക് സെർച്ച് ഒന്ന് മാറ്റുക, സെർച്ച് എഞ്ചിൻ SEO ഒന്ന് മാറ്റി പിടിക്കുക. അപ്പൊ രോഗി എന്നല്ല, ആരോഗ്യാർത്ഥിയായിട്ടുള്ള ഒരു ഇത് ആരോഗ്യത്തെ കുറിച്ചിട്ടുള്ള കൂടുതൽ ചിന്തകൾ അവിടെയാണ് ആഹാരത്തിന്റെയും ഈ പറഞ്ഞ വ്യായാമത്തിന്റെയും ഒക്കെ പ്രസക്തി വരുന്നത്. അപ്പോ ഈ ഒരു ഇത് കഴിയുമ്പോൾ ആ ഒരു മെസ്സേജാണ് ഏറ്റവും കൂടുതൽ ആരോഗ്യാർത്ഥിയായി മാറാനും ആരോഗ്യ സന്ദേശങ്ങളുടെ സാധ്യതകൾ നമുക്ക് പങ്കുവെക്കാനും നമുക്ക് പറ്റുമോ എന്നുള്ളത് തന്നെയാണ് നമുക്ക് നോക്കുന്നത്. ഇന്നത്തെ കേരളത്തിന്റെ ഭക്ഷ്യസംസ്കാരം പൊതുവെ മാറി വരികയാണ്, പോസിറ്റീവ് സൈഡിലേക്ക് വരിക. കാരണം ഞാനത് എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് കേരളത്തിലെ നമ്മളെ അരിയാഹാരത്തിൽ തന്നെ അതുപോലെ തന്നെ മില്ലറ്റിന്റെ ഉപയോഗത്തിലൊക്കെ വലിയ വർധനം ഓരോ ദിവസവും കൂടി വരും. പക്ഷെ അത് ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് അത് വ്യാപിച്ചു വന്നിട്ടുണ്ട്. കാരണം തവിട് ഏറ്റവും കൂടുതലുള്ള അരി നോക്കി ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പറഞ്ഞതുപോലെ ഒരേ അരി കഴിക്കുക എന്നുള്ളൊരു പുതിയ പ്രവണതയിലേക്ക്. കാരണം ഞാൻ ആ മേഖലയിൽ പഠിക്കുന്ന മയ്യർ റൈസ് പ്രൊഡ്യൂസർ കമ്പനിയുടെ എൻ്റെ 8 കൊല്ലത്തെ എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പറയുന്നത്. മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഞങ്ങളുടെ പ്രോഡക്റ്റ് ഞങ്ങൾ മാത്രമല്ല കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരം മട്ടയരി, അതിൻ്റെ 100% തവിടുള്ള അരി, മില്ലറ്റ് തുടങ്ങിയതിന്റെ വ്യാപാരം കുത്തനെ വർദ്ധിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പ്രകടിപ്പിക്കുന്ന ആശങ്ക കുറച്ച് കൊല്ലം കൂടി കഴിയുമ്പോഴേക്ക് വളരെ പോസിറ്റീവായ ഒരു സൈഡിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം കേരളത്തിൽ രൂപപ്പെടുന്നുണ്ട്. മധുപൂർവ്വമൊക്കെ പറഞ്ഞ പോലെ ഇത് ടൂറിസം മേഖലയിലേക്കും കൂടി കടന്നാൽ വിപ്ലവകരമായ മാറ്റം നമുക്ക് ഈ മേഖലയിൽ ഉണ്ടാക്കാൻ കഴിയും. അതിന് എൻ്റെ കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഇത്തരം കാര്യത്തിൽ വളരെ ശ്രദ്ധേയമായ രീതിയിൽ നമ്മുടെ ആശയങ്ങൾ നല്ലത്, പ്രതീക്ഷകൾ നല്ലത്, പക്ഷെ അതിന്റെ ഇംപ്ലിമെന്റേഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. ഇപ്പോൾ അബ്ദുൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊരു നവ ഡയറ്റ് സംസ്കാരം കേരളത്തിൽ ഉണ്ടാവണമെന്ന് പറഞ്ഞു. എൻ്റെ സുഹൃത്ത് ലാസ്റ്റ് സംസാരിച്ച ഒരു അരിയുടെ എങ്ങനെയൊക്കെ ഇപ്പോൾ ചിലവാകുന്ന എത്രത്തോളം മാർക്കറ്റിൽ സ്വീകാര്യത ഉണ്ട് എന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു.
എനിക്ക് ഇത് പറയാനുള്ള ഒരു സജഷൻ, നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ 2 ഹോട്ടലുകളുണ്ട്. ഒന്ന് പിന്നെ വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്, മറ്റേത് നോൺ വെജ് ഹോട്ടലുണ്ട്. ഇപ്പോൾ സ്വിഗ്ഗിയും മറ്റേ പല മാധ്യമങ്ങളിലൂടെ ആഹാരങ്ങൾ അവരുടെ വീടുകളിൽ എത്തുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇതുപോലുള്ള ആയുഷ് ആഹാരം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ആയുഷ് ആഹാർ കേന്ദ്രം ഇല്ല. അപ്പം നമുക്ക് ആയുഷ് ആഹാർ കേന്ദ്ര ഇപ്പം 2 യുവാക്കൾ യൂണിവേഴ്സിറ്റിയിൽ അവർ അതിനെക്കുറിച്ച് സ്റ്റാർട്ടപ്പിൻ്റെ ഭാഗമായിട്ട് തുടങ്ങുന്നു. ഇനി നാളെ ഞാൻ തുടങ്ങുന്നു പറഞ്ഞാൽ അല്ലെങ്കിൽ വേറെ ആയിരിക്കും സച്ചിൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ വേറെ ആരും തുടങ്ങും. നമ്മളിങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനൊരു ആധികാരികതയില്ല. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാനുള്ള സജഷൻ, ആയുഷ് ആഹാർ കേന്ദ്ര അഫിലിയേറ്റഡ് അല്ലെങ്കിൽ ഫ്രാഞ്ചൈസ്ഡ് ബൈ ആയുർവേദ മാനേജ്മെന്റ് അസോസിയേഷൻ എന്ന രീതിയിൽ ഒരു ഫ്രാഞ്ചൈസി മോഡൽ കൊടുക്കുകയും അത് എടുക്കാൻ തയ്യാറാവുന്ന ആളുകൾക്ക് അതിന് ആവശ്യമായിട്ടുള്ള പരിശീലനം നൽകുകയും, കാരണം അല്ലാതെ നമ്മളിപ്പോൾ പറയുന്ന എല്ലാ ഹോട്ടലുകളിലും അവരുടെ ടൂറിസം കേന്ദ്രങ്ങളിലും ടൂറിസ്റ്റ് ഹോട്ടലുകളിലും അതുപോലെ തന്നെ ഹോം സ്റ്റേയിലും എല്ലാം ഇതൊരു 5 ഐറ്റമെങ്കിലും വിഭവങ്ങളും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കുന്നതാണ് ഡോക്ടർ പോലും എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അതിന്റെ ഇംപ്ലിമെന്റേഷൻ നന്നാവണമെങ്കിൽ അതിനൊരു ആധികാരികതയുള്ള ഒരു ബോഡി ഇതിന്റെ പിറകിലുണ്ട് എന്ന ഒരു സൂചന നമ്മുടെ നാട്ടുകളിലുള്ള ആളുകൾ, ഇന്നിപ്പോൾ ഈ റൂമിനകത്ത് നമ്മളൊരു 10-50 ആളുകൾ വന്ന് അത് പറഞ്ഞതിനെ കൊണ്ട് ഇതിലൊരു ഇംപ്ലിമെന്റേഷനോ ആധികാരികതയാവില്ല. അപ്പോൾ അങ്ങനെ ഒരു ചിന്തക്ക് നമുക്ക് രൂപം കൊടുത്തുകൂടെ എന്നുള്ള ഒരു സജഷൻ, എളിയ സജഷൻ മാത്രമാണ്. എൻവയോൺമെന്റ് എന്നാണ് അതിന്റെ എറൈസ് ആണ്. ആ എറൈസിന്റെ ഒരു പ്രൊജക്ട്, ഇനി വരാൻ വേണ്ടുന്ന ഒരു പ്രൊജക്ട് ആയുർവേദ ന്യൂട്രീഷൻ ആൻഡ് നറിഷ്മെന്റ് അക്രഡിറ്റേഷൻ മൊഡ്യൂൾ അന്നം എന്ന് പറഞ്ഞൊരു ഇതിൽ ഞങ്ങൾ എന്താ വെച്ചാൽ ശാസ്ത്രീയമായിട്ട് ഇത് നേരത്തെ മാഷ് പറഞ്ഞ പോലെ അത് അഫിലിയേഷൻ കൊടുക്കാത്തക്കവണ്ണം ഞങ്ങൾ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ 1000 ആയുർവേദ ആശുപത്രി ഉണ്ട്, ഇവിടെ ക്യാൻറ്റീനുകളുണ്ട്. ഞങ്ങൾക്ക് ആ ക്യാൻറ്റീനുകളിൽ ഇത് അങ്ങ് തുടങ്ങാം. അപ്പൊ അങ്ങനെയാണ് ഈ അന്നം എന്ന് പറയുന്ന ഒരു അക്രഡിറ്റേഷൻ മൊഡ്യൂൾ തന്നെ നമുക്ക് കൊണ്ടുവന്നിട്ട് മാഷ് പറഞ്ഞ ഈ ആശയം, ഈ ഒരു എക്സ്ക്ലൂസീവായി ഒരു ആയുഷ് ആഹാര കേന്ദ്രം, അതിന് എന്റർപ്രണർഷിപ്പിന് താല്പര്യമുള്ളവരെ നമുക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട് അവരെ ഒരു ഇൻക്യുബേഷൻ ഇത് എന്നുള്ള രീതിയിൽ നമുക്ക് അതിന്റെ ട്രെയിനിങ് കൊടുത്തിട്ട് നമ്മുടെ NMCCന്റെ ഒക്കെ മോണിറ്ററിങ്ങോട് കൂടി, ബിസിനസ്സിലുള്ള അവർക്കൊരു മോണിറ്ററിങ്ങോട് കൂടി അങ്ങനെ ഒന്ന് തുടങ്ങാനുള്ള ഒരു സാധ്യത കൂടി നമുക്ക് പരിഗണിക്കാം. അത് ഈ സെമിനാറിന്റെ ഒരു ഔട്ട്കം ആയിട്ട് നമുക്ക് മാഷ് പറഞ്ഞതിന്റെ ഇത് എടുക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഈ അടുത്ത് വന്നൊരു ട്രെൻഡാണ് മസ്കാബ് തന്നെ, അതുപോലെ തന്നെ ഇറാനി ചായ കേട്ടിട്ടുണ്ടായിരിക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാല് ജസ്റ്റ് ഒരു ബന്നിന്റെ ഉള്ളിൽ മിൽക്ക് മെയ്ഡ് അതുപോലത്തെ പിന്നെ ബട്ടർ, അൺസാൾട്ടഡ് ബട്ടർ ഒക്കെ മിക്സ് ചെയ്തിട്ട് ബന്നിന്റെ ഉള്ളിൽ തേച്ചിട്ടുള്ള ഒരു ടേസ്റ്റി സാധനം. പക്ഷെ ആ ഒരു സാധനത്തിന് വെച്ചാൽ ട്രെൻഡ് കിട്ടിയത് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ്. അപ്പൊ നമ്മളിങ്ങനെ ഓരോ പുതിയ പ്രൊഡക്റ്റ് ഇങ്ങനെ ഇറക്കുക എന്നുള്ള പോയി ഇതിന്റെ മാർക്കറ്റിങ്ങിന് ഭയങ്കര ഇതുണ്ട്. അതിന് പറ്റിയൊരു ഒരു സ്ഥലമാണ് ഇൻസ്റ്റാഗ്രാം എന്നുള്ളത്. കാരണം അതിന്റെ എഫക്റ്റ് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 3-4 മാസം മുമ്പാണ് ഈ സംഭവം ഇറങ്ങിയിട്ടുള്ളത്. മിക്കവാറും ഇപ്പൊ എന്റെ വീടിനടുത്തുള്ള ഒരു കടയിൽ ഇപ്പൊ പോലും അവിടെ ബന്നും ഈ ബട്ടറും പിന്നെ മിൽക്ക് മെയ്ഡും നല്ലോണം പോകുന്നുണ്ട്. മനസ്സിലായി? അപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് ഇറക്കുന്നതിന് മുമ്പ് അത് എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാം, എത്ര എഫക്റ്റീവ് ആയിട്ട് എത്തിക്കാം. ഇപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ഇപ്പൊ സാധനം നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ ജനകീയാണെന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായമല്ല. ഈവൻ ഒരു ചെറിയൊരു തുക, ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ചെറിയൊരു തുക കൊടുത്തുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ ആ തുക എന്ത് ചെയ്യാം, മാർക്കറ്റിംഗിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോഴത്തെ നമുക്ക് ഇഷ്ടംപോലെ സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അവരെ വഴി ഇങ്ങനെ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു ജനകീയമായിട്ടുള്ള ഒരു ജനങ്ങളെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് കാര്യങ്ങൾ കുറച്ചുകൂടി സുഗമമാവുന്നതിലേക്ക് പോകും. അതെന്റെ ചെറിയൊരു സജഷൻ. നിങ്ങളെ യൂത്ത് തന്നെയാണ് അത് ഏറ്റെടുത്തിട്ട് ഇതിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. നല്ല കാര്യം അത് ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് ഓരോ ജനറേഷനിലുള്ളവരും പഴയ തലമുറകളിലുള്ളവർ അത് തിരിച്ചറിഞ്ഞ് അത് പ്രാവർത്തികമാക്കിയിട്ടുണ്ട് കുറെയൊക്കെ. അപ്പോൾ ഇന്നത്തെ തലമുറയും കൂടി പിന്നെ അത് ഏറ്റെടുക്കുക, അതിന്റെ നല്ല വശങ്ങൾ മനസ്സിലാക്കി ഏറ്റെടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതിന് ഏത് മീഡിയം ഉപയോഗിച്ചാലും അത് നല്ല കാര്യം തന്നെ. ആയുർവേദത്തിലൂടെ ആരോഗ്യം നേടിയെടുക്കാൻ കഴിയും എന്നുള്ള എൻ്റെ ഒരു അനുഭവത്തോടെ 1-2 കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ മൈക്ക് ചോദിച്ചു പറഞ്ഞത്. പിന്നെ അത് നമുക്ക് ആയുർവേദത്തിലൊരു വിശ്വാസവും നമ്മുടെ ഒരു മനസ്സും അതിൽ അർപ്പിച്ചാൽ മാത്രമേ അതിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഞാൻ കഴിഞ്ഞ എൻ്റെ അനുഭവമാണ് പറയുന്നത്. കഴിഞ്ഞ 30 വർഷത്തിലധികമായിട്ട് പിന്നെ ഡോക്ടർക്ക് അറിയാം, എല്ലാ വർഷവും നമ്മളെ വണ്ടി സർവീസ് ചെയ്യുന്നത് മാതിരി നമ്മുടെ ശരീരം സർവീസ് ചെയ്യണമെന്ന് ഞാൻ പറയും. നമ്മളിപ്പോൾ ഒരു വാഹനം വാങ്ങിയാൽ അതിന് വണ്ടിയിലേക്ക് തുടങ്ങാൻ ഭയങ്കര ശ്രദ്ധയായിരിക്കും എല്ലാവർക്കും. പക്ഷെ നമ്മുടെ സ്വന്തം ശരീരത്തിന് നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല. ഓരോ അവയവത്തിനും അവയവം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ നല്ല ആരോഗ്യം നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു എൻ്റെ
അനുഭവം കൂടി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ കോവിഡിന്റെ കാലത്ത് 2 വർഷവും കഴിഞ്ഞ 2 വർഷം ഒഴികെ എല്ലാ വർഷവും ഞാൻ 10 ദിവസം ആയുർവേദ ട്രീറ്റ്മെന്റ് നടത്തുന്ന. ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പ്രഷറില്ല, ഷുഗറില്ല, കൊളസ്ട്രോൾ ഇല്ല. അലോപ്പതി ഡോക്ടർക്ക് ഒരു പൈസയും കൊടുക്കാത്തത് എത്രയോ വർഷമായി. അപ്പൊ ആ രീതിയിൽ തന്നെ നമ്മള് അതുപോലെ ചപ്പും പുല്ലും തിന്നുന്ന ഒരു ടീച്ചർ എന്നാണ് എന്നെ പറയല് തന്നെ സാധാരണ എല്ലാവരും. അങ്ങനെയാ പറയാ, ടീച്ചർക്ക് എന്താ ചപ്പോ പുല്ലോ ഉപയോഗിക്കാത്ത പച്ചപ്പയറോ എന്തെങ്കിലും മതി എന്നാണ് ചുറ്റുവട്ടത്തുള്ള ആളുകൾ പറയല്. അതേപോലെ ഞാനൊരു 40 കൊല്ലം മുമ്പ് എനിക്ക് ആദ്യമേ പ്രഷർ ഉണ്ടായിരുന്നു. 6 വർഷം ഞാൻ പ്രഷറിന് ഗുളിക കഴിച്ചതാണ്. പിന്നെ എൻ്റെ സ്വന്തം ഇഷ്ടം, അതാണ് ഞാൻ ആദ്യം മനസ്സ് പറഞ്ഞത്, വിശ്വാസം. ഈ ഗുളിക കഴിച്ചിട്ടേക്ക് മാറുമെന്നതിൻ്റെ ഒരു പൂർണ്ണ വിശ്വാസത്തിൽ കുറെ നാൾ ഡോക്ടറുടെ ആയുർവേദ ഗുളിക കഴിച്ചത്. ഇപ്പം മരുന്നേ കഴിക്കില്ല, എന്തെങ്കിലും ഒരു ക്ഷീണം തോന്നി അപ്പം കുറച്ച് മുരിങ്ങയിലിട്ട് വെള്ളം കുടിക്കും മാത്രം, വേറെ ഒന്നും ചെയ്യില്ല. ഒരു മരുന്ന് കുടിക്കില്ല. കുട്ടികളെപ്പം ചോദിക്കുമ്പോൾ കഴിക്കുമെന്ന് പറയും. എപ്പോഴും ലോസ്റ്റാക്കിൻ്റെ ഒരു സ്ട്രിപ്പ് എൻ്റെ ബാഗിലുണ്ടാവും. അവരഥവാ ചോദിച്ചാൽ കാണിക്കാൻ വേണ്ടി മാത്രം. അതാണ് ഞാൻ പറയുന്നത്. ഡോക്ടർക്ക് നന്നായിട്ട് അറിയാം, കുറെ വർഷമായിട്ട് അവിടെയാണ്. അതുകൊണ്ട് എന്തായാലും ഇത് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഇതിൻ്റെ എല്ലാ കാര്യവും ചെയ്യണം. ഇന്നലെ ഞാൻ സന്ധ്യക്കാണ് കണ്ടത് വാട്സപ്പിൽ. അപ്പോൾ തന്നെ ഞാനത് ബുക്ക് ചെയ്തു. ആയുർവേദ അക്കാദമി കോളേജുകളിൽ നിന്നുള്ള യുവജനങ്ങൾ ഡോക്ടർമാരുടെ ഒരു പങ്ക് ഇതിലേക്ക് നമുക്ക് കൂട്ടിയെടുക്കാൻ നമുക്ക് സാധിച്ചാലും അവരെയും എന്റർപ്രണർഷിപ്പിലേക്ക് വളർത്തിയെടുക്കാനും മികച്ച ലീഡേഴ്സാണ്, ഇതായിട്ടുള്ള ആൾക്കാരാണ് നമുക്ക് NMCC-യിലൊക്കെ ഇവിടെ ഉള്ളത്. അവരുടെ ഒക്കെ അനുഭവങ്ങൾ തന്നെ നമ്മളെ പുതിയ തലത്തിലേക്ക് എത്തിക്കാൻ പര്യാപ്തമാണ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ നമുക്കൊന്ന് പ്രവർത്തിച്ചു നോക്കാം. ഭേദമാവുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർജിക്കൽ ഇന്റർവെൻഷനിലേക്കൂടെ കട്ട് ചെയ്ത് അവയവം നീക്കം ചെയ്യുന്നതുമല്ല ചികിത്സ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായ പരിമിതികളുണ്ട്. ആയുർവേദത്തിന് അനസ്തേഷ്യ ഇല്ല. അതുകൊണ്ട് തന്നെ പല ആയുർവേദത്തിന് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ചിലത് നമുക്ക് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പം കുറച്ച് മെനക്കേടാണ് ചില ചികിത്സകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളത് മനസ്സിലായിക്കൊണ്ട് ഒരു സേഫർ സൈഡിൽ നമുക്ക് എപ്പോഴും അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചികിത്സാശാസ്ത്രമാണ്. അതുപോലെ തന്നെയാണ് ഭക്ഷണത്തിനുള്ള പ്രാധാന്യവും. നമ്മളെപ്പോഴും പ്രിവെന്റീവായിട്ട് നമ്മൾ അസുഖം വന്നിട്ട് ചികിത്സിക്കാതിരിക്കുക. ആയുർവേദത്തിന്റെ ഏറ്റവും കൂടുതൽ പറയുന്ന സ്വസ്ഥസ്യ സ്വാസ്ഥ്യരക്ഷണം ആതുരസ്യ വികാര പ്രശമനം. അസുഖമില്ലാത്ത ആളുടെ അസുഖം എത്രത്തോളം സംരക്ഷിക്കാൻ പറ്റുമോ അത്രയും സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതും കൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിയാണ്. ആരോഗ്യം എങ്ങനെ സംരക്ഷിപ്പിക്കാം എന്ന് പറയുന്നത് നിത്യം ഹിതാഹാര വിഹാര സേവി സമീക്ഷകാരി വിശേഷം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് പറഞ്ഞാലൊന്നും തീരില്ല. അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഹിതമായിട്ടുള്ള ആഹാരം, ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ആഹാരം, സൂട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇത് തന്നെയാണ് ആത്യന്തികമായിട്ടും ആയുർവേദം പറയുന്നത്. ആരോഗ്യവൽക്കരിക്കുക എന്ന് പറയുന്നത് ഒരു കാലത്തിന്റെ ആവശ്യമാണെന്നും നമ്മുടെ ആരോഗ്യത്തിന്റെ ആവശ്യമാണെന്നുള്ള പൊതു ബോധം ഇവിടെയുണ്ട്. അതാണ് ഇത്രയും നേരം ഈ ചർച്ച നമ്മൾ ആരും നിർബന്ധിച്ചിട്ടല്ല ഇത് മുന്നോട്ട് പോയത്. അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും HMAയുടെ ഭാഗത്തു നിന്നും ഇതിന്റെ നിരന്തരമായിട്ടുള്ള ഫോളോ അപ്പുകൾ ഉണ്ടാവും. ഇന്നിപ്പോ ഇവിടെ ചെയ്ത റെസിപ്പികൾ, ഈ റെസിപ്പികൾ നമ്മൾ ഇവിടെ എല്ലാവരും രജിസ്റ്റർ ചെയ്ത അവരുടെ വാട്സാപ്പ് നമ്പറുകളും ഇതും നമ്മുടെ കളക്ട് ചെയ്ത് വെച്ചിട്ട് കൃത്യമായിട്ട് എല്ലാവരിലേക്കും ഇത് എത്തിക്കുക. നമ്മുടെ വീടുകളിൽ നിന്ന് നമുക്ക് ഇത് ആരംഭിക്കാം. പൊതുവിടങ്ങളിലേക്ക് നമുക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കാം. നമ്മുടെ വീടുകളിൽ നമുക്ക് നേരത്തെ നമ്മുടെ രാജൻ അദ്ദേഹം പറഞ്ഞ പോലെ നമ്മുടെ വീടുകളിൽ നമുക്കിത് ആരംഭിച്ചു തുടങ്ങാം. നമ്മളിത് അതിന്റെ രുചി അനുഭവിക്കാം. നമ്മുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല രീതിയിൽ ആ രുചിയെ ഇഷ്ടപ്പെടുന്നത് ഏതും നമുക്ക് നല്ല ഭക്ഷണം തന്നെയാണ്. അപ്പൊ അത് അനുഭവിക്കാനുള്ള രീതിയിൽ നമ്മളിപ്പോ ഇവിടെ 60 70 പേര് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ആദ്യം തുടങ്ങിക്കൊണ്ട് അതിനൊരു വലിയൊരു മാറ്റത്തിന്റെ ഒരു ഇതാക്കിയിട്ട് ഇതിനെ മാറ്റാൻ കഴിയും. NMCC-യുടെ ഇതിന്റെ സപ്പോർട്ടും വളരെ രീതിയിൽ അവരുടെ എല്ലാ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളും ഇതിനോട് കാണിച്ച വലിയൊരു ആവേശമുണ്ട്. അത് ആയുർവേദ മേഖലയിലുള്ള നമ്മുടെ അസോസിയേഷൻ ആയാലും നമ്മുടെ ഓരോരുത്തരും ഇത് തുറന്നില്ലാക്കും. ഇനി എത്രയും ഇതിൽ തന്നെ നമ്മുടെ ആശുപത്രിക്കായിട്ട് നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ഇത്തരം ഭക്ഷണങ്ങൾ അവൈലബിൾ ആണ്. കൂടുതൽ ജനകീയമാക്കേണ്ട കാര്യങ്ങളുണ്ട്. അതുപോലെ അതിന് വേണ്ടുന്ന സംരംഭങ്ങളെ കൂട്ടിയോജിപ്പിക്കുക എന്ന് പറയുന്നത് നമുക്ക് അറിയാം. തളിപ്പറമ്പില് ചെറു മാനുഫാക്ചേഴ്സ് നടത്തുന്ന കുറെ പ്രവർത്തനങ്ങൾ നമുക്ക് സഹായിക്കാവുന്ന രീതിയിൽ പലതും നമ്മുടെ ഓർഗാനിക് ഫുഡുകൾ നമുക്ക് എത്രത്തോളം പ്രൊമോട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതിന്റെ ഒരു തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാവും. അത് എല്ലാവരെയും അതിന്റെ ഒരു ഭാഗമായിട്ട് അതിന്റെ ഒരു സപ്പോർട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇനിയൊരു പരിപാടി ഉണ്ടാവുമ്പോൾ നമുക്ക് ഇതിലും
കൂടുതൽ പങ്കാളിത്തത്തോടുകൂടി നടത്താൻ ഈ ഒരു പരിപാടി എന്തായാലും സഹായകമാകുമെന്നുള്ളതാണ്. അതോടുകൂടി ഈ പാനൽ ചർച്ചയുടെ അവസാനിച്ചതായിട്ട് അറിയാം. ഇന്ന് കഴിച്ച ഭക്ഷണത്തെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആരോഗ്യപ്രദമായിട്ടുള്ള ഭക്ഷണം എന്നുള്ളതാണ് ഏറ്റവും പ്രാമുഖ്യം എന്നുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൽ മില്ലറ്റും അതേപോലെ തന്നെ നമുക്ക് മറ്റ് കട്ട്ലറ്റും മറ്റൊക്കെ ആയിട്ടുള്ള രീതിയിൽ എന്ന് പറഞ്ഞാൽ നല്ല നമ്മുടെ ഇന്നത്തെ പ്രകൃതിദത്തമായിട്ടുള്ള ചേരുവകൾ വെച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ഏതൊരു വ്യക്തിക്കും പിന്നെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണം എന്നുള്ള രീതിയിൽ തന്നെയാണ്. കാരണം ഭക്ഷണം തന്നെ മരുന്നായി കഴിക്കേണ്ട ഒരു കാലഘട്ടം വരും എന്നുള്ളത് നമ്മുടെ മോഡേൺ സയൻസിൻ്റെ ഉപജ്ഞാതാവ് ഹിപ്പോക്രട്ടീസ് പറഞ്ഞത് ഞാൻ ആ ഭക്ഷണം കഴിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓർത്തു പോയത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സും അതേപോലെ തന്നെ യുടിയിലും അവർ ചേർത്ത് നടത്തിയ ഈ ഒരു സെമിനാറിലേക്ക് എനിക്ക് പങ്കെടുക്കാൻ സാഹചര്യം ഉണ്ടായിരിക്കുന്നതിലും വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു ഓൾ ദി ബെസ്റ്റ്.